Yes, love, cheek, yes. Sri Shashangan, നമ്മൾ വജ്രാസനത്തിൽ സ്റ്റെപ്പ് ചെയ്യും. ചിന്മയ ബോയ്സ് ഗേൾസ് വജ്രാസനം സ്റ്റെപ്പ് ചെയ്യുക. 12 സ്റ്റെപ്പ് ഉള്ളത് 11 സ്റ്റെപ്പായിട്ട് മാറും. അവിടെ സ്റ്റേജിൽ 11 ഉണ്ടാവും, അത് നോക്കി ചെയ്താൽ മതി. ഒരു സ്റ്റെപ്പ് ലെസ്സായിരിക്കും. 12 സ്റ്റെപ്പ് ഉള്ളത് ശശാങ്കാസനം, അത് ഒഴിവാക്കിക്കൊണ്ടുള്ള സൂര്യനമസ്കാരം ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഡോണ്ട് വറി.
നമ്മുടെ 8 മണിക്ക് തന്നെ നമ്മുടെ സൂര്യ നമസ്കാര യജ്ഞം ആരംഭിക്കുന്നുണ്ട്. സൂര്യ നമസ്കാരം ചെയ്യാൻ വന്നവരെല്ലാവരും തന്നെ അവർ മാറ്റ് വിരിച്ച് ഇവിടെ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്ന ആ കുട്ടികൾക്ക് സമാന്തരമായ രീതിയിൽ അവർ ഇരിക്കണം. എല്ലാവരും ലൈൻ കൃത്യമായിട്ട് പാലിക്കുക. കാരണം നമുക്കറിയാം, ഇതെല്ലാം ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഫോർമേഷൻ ഉണ്ടല്ലോ, അത് വളരെ നീറ്റായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ മുന്നിലും വശങ്ങളിലും നമ്മൾ ഇരിക്കുന്ന ലൈൻ എല്ലാവരും കൃത്യമായിട്ട് പാലിക്കുക. ചെയ്യുന്ന സമയത്ത് ശരീരം മറ്റൊരാളുടെ ശരീരഭാഗത്ത് തൊടാത്ത വിധത്തിലുള്ള അകലം, പിറകിലേക്ക് പിന്നിലേക്ക് 3 അടി അകലത്തിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇവിടെ സൂര്യ നമസ്കാരം ചെയ്യുന്ന വിധം നമുക്ക് ഒരെണ്ണം കാണിക്കുന്നുണ്ടാവും, എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്. ആ രീതിയിലാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. സ്റ്റേജിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് അനുകരിക്കാവുന്നതാണ്. എല്ലാവരും സ്റ്റേജിലേക്ക് ശ്രദ്ധിക്കുക. എല്ലാവരും സ്റ്റേജിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ട സൂര്യ നമസ്കാരത്തിന്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ, യോഗാചാര്യൻ ശ്രീ ഗുരുപ്രസാദ് അവർ നമ്മുടെ മുമ്പിൽ സൂര്യ നമസ്കാരം പ്രദർശിപ്പിക്കുന്നു. സൂര്യ നമസ്കാര സ്ഥിതി, സൂര്യ നമസ്കാരം സ്റ്റെപ്പ് ആരംഭിക്കാണ്. ഏകം द्वे त्रीणि चत्वारि. ഈ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. കേട്ടല്ലോ, ഇങ്ങനെയാണ് വരേണ്ടത്. പഞ്ച षट् सप्त अष्ट नव दश. കൈ മുകളിലേക്ക് പോവാ, നേരത്തെ പത്താം ഒന്നുകൂടെ കാണിക്കും. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ വലതുകാലാണ് ചെയ്യുമെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് ഇടതുകാലം. അങ്ങനെ ഓരോ കാലവും നമ്മൾ മാറി മാറിയിട്ട് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ റൗണ്ട് കാണിക്കുന്നു. സൂര്യ നമസ്കാര സ്ഥിതി ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഏകം द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश. കൈ മുകളിലേക്ക് പോ. നോക്കൂ, സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ കേട്ടോ. സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ എല്ലാവരും കേട്ടോ. സൂര്യ നമസ്കാര സ്ഥിതി. ഏകം द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश. എല്ലാവരും ക്ലിയർ ആയി തോന്നുന്നു. ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? താങ്ക് യു പ്രസാദ്.
afternoon to one and all present here. Participants, please be seated on the carpet and kindly wait as we start the event soon at 8 a.m. Make sure you keep a minimal distance from each other to avoid collisions during the Surya Namaskara Yatna. After the Surya Namaskara Yatna, we will be commencing the much awaited mega youth meet of Samskaara, the spiritual conclave, Udbodhan, sharp at 10 a.m. Prepare yourself for a series of enlightening talks and thought-provoking panel discussions. Udbodhan, you are potentially divine. Hari Om, Namaste, and a very warm good morning to everyone. ഇന്ന് ചിന്മയ സംസ്കാരയുടെ ഈ വേദിയിൽ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ യുവജനങ്ങളും എത്തിച്ചേരുന്ന ഉദ്ബോധൻ മെഗാ യൂത്ത് മീറ്റിലേക്കായി ഈ സൂര്യ നമസ്കാര യജ്ഞത്തിലേക്കായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഭഗവത്ഗീതോപനിഷത്തുക്കളുടെ സത്ത ഒട്ടും ചോരാതെ ലോകത്തിലെ എല്ലാ കോണുകളിലുമുള്ള സാധാരണക്കാരിലേക്കും സർവ്വമതസ്ഥരിലേക്കും പകർന്നു നൽകിയ സ്വാമി ചിന്മയാനന്ദജി എന്ന നമ്മുടെ സ്വന്തം ഗുരുദേവന്റെ 108ാമത് ജയന്തി ആഘോഷങ്ങളുടെ നിറവിലാണ് നാം എല്ലാം. സ്വാമി വിവേകാനന്ദന് ശേഷം ഭാരതത്തിന്റെ ജ്ഞാന നവോത്ഥാനത്തിന് തിരികൊളുത്തിയ യുവാക്കളിലും അമ്മമാരിലും കുട്ടികളിലും സന്യാസി ശ്രേഷ്ഠരിലും എന്നിങ്ങനെ സർവമാന ഹൃദയങ്ങളിലും ജ്വലിക്കുന്ന ഗുരുദേവനെ ആ ബൃഹത് സന്ദേശങ്ങളെ ഊട്ടിയുറപ്പിക്കുക കൂടിയാണ് നാം ഇന്ന് ഈ വേദിയിലൂടെ. ഇന്ന് ഈ 108ാം ഗുരുദേവന്റെ ജന്മജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും ഈ സൂര്യ നമസ്കാര യജ്ഞത്തിലേക്ക് കൂടി ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. കൃത്യം 8 മണിക്ക് തന്നെ നമ്മുടെ സൂര്യ നമസ്കാര യജ്ഞം ആരംഭിക്കുന്നതാണ്. അതിനുശേഷം കൃത്യം 10 തന്നെ നമ്മൾ ഇന്നത്തെ ഉദ്ബോധൻ മെഗാ യൂത്ത് മീറ്റ് ആരംഭിക്കുന്നതായിരിക്കും. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒന്നുകൂടെ സൂര്യ നമസ്കാര യജ്ഞത്തിലേക്കായി സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ പരമാവധി കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിരിക്കാത്തവണ്ണം കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് നിങ്ങളുടേതായ കാർപ്പറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മാറ്റിൽ ഉപവിഷ്ടരാവുക. മറ്റ് നിർദ്ദേശങ്ങൾക്കായി സദയം സശ്രദ്ധം കാതോർക്കുക. സൂര്യ നമസ്കാര യജ്ഞം ചെയ്യാൻ തയ്യാറായ എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു ലൈനിൽ കൃത്യമായി യോഗ മാറ്റ് വിരിച്ച് അകലം പാലിച്ചുകൊണ്ട് ഇരിക്കേണ്ടതാണ്. ഹരി ഓം. ഇന്ന് നമ്മുടെ ഉദ്ബോധൻ മെഗാ യൂത്ത് മീറ്റ് വേദി ധന്യമാക്കുവാനായി അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ എത്തിച്ചേർന്ന പാലക്കാട് ചിന്മയ മിഷൻ ആചാര്യനായ സ്വാമി അശേഷാനന്ദജിയെയും അതുപോലെ കോഴിക്കോട് ചിന്മയ മിഷൻ ആചാര്യനായ സ്വാമി ജിതാത്മാനന്ദജിയെയും സഹൃദയം വേദിയുടെ ഏറ്റവും മുൻവശത്തേക്ക് വരുവാനും ഗുരുദേവന്റെ അനുഗ്രഹ ആശിസ്സുകൾ നമ്മളിലൂടെ എല്ലാവരിലേക്കും പകർന്നു നൽകുവാനുമായി സാദരം ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം ഇവിടെ ഈ സൂര്യ നമസ്കാര യജ്ഞത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഓരോ യുവജനങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നമ്മളെ എന്നും പ്രചോദിപ്പിക്കുന്ന നമ്മുടെ ചിന്മയ മിഷന്റെ ആചാര്യന്മാരായ സ്വാമി അശേഷാനന്ദജി, സ്വാമി ജിതാത്മാനന്ദജി എന്നിവരോടൊപ്പം ഇന്ന് നമ്മുടെ ഈ സൂര്യ നമസ്കാര യജ്ഞത്തിന്റെ മുൻനിരയിൽ ഇത് ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ചിന്മയ മിഷന്റെ ബ്രഹ്മചാരിയായ ശ്രീ സുധീർ ചൈതന്യജിയെയും അതുപോലെ ബ്രഹ്മചാരി ആനന്ദ് ചൈതന്യജിയെയും കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒന്നുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദീപപ്രജ്വലനത്തിന്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Samskaara welcomes you all to the Surya Namaskara Yajna. Yogaha Chitta Vriddhi Nirodha proclaims the ancient scriptures.
Yoga has always been an instrument towards our physical as well as spiritual development since time immemorial. Reflecting on the yoga abhyasa, what is it that immediately comes to our mind? Yes, it's our revered Surya Namaskara. Today is a collective opportunity to recharge our energies and embrace the profound essence of yoga. We welcome you all to this exploration of the soul, a celebration of well-being, and a communion with the divine through the timeless art of Surya Namaskara. To commence the gathering, let us invoke the grace of the Lord through a yoga presentation. We welcome the students of Velu's Rishi Yoga Group to grace this occasion. For the formal inauguration, it is my honor to invite onto the stage our vibrant Brahmachari and esteemed State Council member of Chinmaya Yuvakendra Kerala, Brahmachari Sudhir Chaitanyaji. Sudhir ji is a dynamic leader deeply involved in various projects of Chinmaya Yuvakendra, notably the recent cycle rally conducted across the state against drug abuse. Beyond his leadership roles, Sudhir ji is also an author, stands out for his engaging narratives and jovial interactions with youth, all underscored by his charismatic nature and unwavering dedication towards furthering Gurudev's vision for the youth of our nation. With immense pleasure, we welcome Sudhir ji along with Anand ji onto the stage to inaugurate Yatna by ceremonially lighting the lamp and delivering his address to the gathering. പൂജ്യഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദജിയുടെയും മറ്റു ഗുരുപരമ്പരകളുടെയും എല്ലാവരുടെയും ആശീർവാദങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഈ വേദിയിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് ഈ സൂര്യ നമസ്കാര യജ്ഞത്തിന് തുടക്കം കുറിച്ച എല്ലാ യോഗാചാര്യന്മാർക്കും ഒപ്പം ബ്രഹ്മചാരി ആനന്ദ് ചൈതന്യജിക്കും സുധീർ ചൈതന്യജിക്കും പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മുടെ ചിന്മയ മിഷൻ കേരളത്തിന്റെ സംപൂജ്യനായ ബ്രഹ്മചാരി ശ്രീ സുധീർ ചൈതന്യജിയെ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹാശിസുകൾ പകരുവാനായി സാദരം ക്ഷണിക്കുന്നു. हरि ओम। सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഏവർക്കും നമസ്കാരം. പാലക്കാട് കാണുന്ന അല്ലെങ്കിൽ പാലക്കാട് കണ്ട ഏറ്റവും മികച്ച, ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആധ്യാത്മിക സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇന്ന് യുവജന സമ്മേളനം നടക്കുകയാണ്. അത് തുടങ്ങുന്നത് 108 പ്രാവശ്യം സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ട് സൂര്യ നമസ്കാര യജ്ഞത്തോടു കൂടിയാണ്. അതിൽ പങ്കെടുക്കാൻ വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. പൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദജിയോട് ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചു എന്നാണ്, സ്വാമിജി നിങ്ങൾ ഈ വേദാന്തവും ഭാരത സംസ്കാരത്തിനെ പറ്റിയൊക്കെ ഇവിടെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുറം ലോകത്ത് പോയി സംസാരിക്കുന്നു, എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ സ്വാമിജിയുടെ മറുപടി, ഇതേ ചോദ്യം പലതവണ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു തവണ സ്വാമിജി കൊടുത്ത മറുപടി, ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റിനെ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യും എന്നാണ്. ഇന്ന് നമ്മൾ നോക്കിയാൽ അറിയാം, ഭാരതത്തിനെ, ഇവിടുത്തെ ആധ്യാത്മിക ജ്ഞാനത്തിനെ നോക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഭാരതത്തിനെ ലോകത്തിന്റെ മുമ്പിലേക്ക് ഏറ്റവും ഗംഭീരമായിട്ട് പൊസിഷൻ ചെയ്തത് ഇവിടുത്തെ യോഗയാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം 2015 യോഗ ഡേ തുടങ്ങിയതിന് ശേഷം ലോകം മുഴുവൻ ഭാരതത്തിനോടൊപ്പം യോഗ ചെയ്തു വരികയാണ്. അതിൽ തന്നെ യോഗയിൽ രാജാവാണ് എന്ന് പറയുന്ന സൂര്യ നമസ്കാരത്തിന്റെ 108 സൂര്യ നമസ്കാരങ്ങൾ ചെയ്ത് നമ്മളിവിടെ ഈ ഒരു യുവജന ദിനം ആരംഭിക്കുകയാണ്. ആ പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കാൻ വന്ന, അതേപോലെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ വന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ധാരാളം യോഗാചാര്യന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്, എല്ലാവർക്കും ആശംസയും നമസ്കാരവും അർപ്പിക്കുന്നു. ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും ഗുരുദേവന്റെയും ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹരിയോം. ഹരിയോം സ്വാമിജി. ഇന്ന് നമുക്കിവിടെ ഓൾ ഇന്ത്യ ചിന്മയ യുവകേന്ദ്ര സൗത്ത് സോൺ ഡയറക്ടർ ആയിട്ടുള്ള സ്വാമി അനുകൂലാനന്ദജി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാമിജിയെ സ്നേഹാദരപൂർവം ഈ വേദിയുടെ മുൻനിരയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു, ഉപവിഷ്ടനാവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി prayer. We invite Rishi's Yoga Center to do the yoga presentation as a part of our prayer.
Thank you, Velu Srishi Yoga Group. The moment has arrived to energize ourselves. I invite Yogacharya Sri Vijaykumaran ji to lead this Surya Namaskara Yajna. Over to you, Vijay ji. ആചാര്യന്മാര് കുറച്ചുപേര് ഫ്രണ്ടിലേക്ക് വേഗം വന്നിരിക്കണം. എല്ലാ കുട്ടികളും സൂര്യ നമസ്കാരം ചെയ്യാൻ വേണ്ടി വന്ന എല്ലാ ആളുകളും സാവധാനം ഉത്തിഷ്ഠ എണീറ്റ് നിൽക്കും എല്ലാവരും. കാലുകളും രണ്ട് കാലുകളും പൂർണ്ണമായിട്ട് ചേർത്ത് വെക്കുക. നിങ്ങളുടെ ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്യും. എല്ലാവരും നേരെ കൈ നീട്ടണ്ട സൈഡിലേക്ക് കൈ നീട്ടണ്ട. നിങ്ങൾ ലൈൻ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നവരുടെ സമാന്തരമായിട്ട് പുറകിലുള്ളവർ നിൽക്കാം. അതേപോലെ നമ്മുടെ സൈഡ് റൈറ്റ് സൈഡിലേക്ക് എല്ലാവരും റൈറ്റ് സൈഡിലേക്ക് നോക്കാം. ലൈൻ കൃത്യമാണോ എന്ന് നോക്കണം. സ്റ്റേജിൽ ഇരിക്കുന്നവരും ലൈൻ കറക്റ്റ് ചെയ്യാം. സൂര്യ നമസ്കാര സ്ഥിതി. കാല് ചേർത്ത് വയ്ക്കുന്നു. രണ്ട് കൈയും തൊഴുതു ഹൃദയത്തോട് ചേർത്ത് വെക്കുക. കണ്ണുകൾ അടയ്ക്കുക. സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. ധ്യാന ശ്ലോകം. ഹിരണ്മയേന പാത്രേണ സത്യശാഭിഹിതം മുഖം തത്വം പൂഷാണപാവൃണ സത്യധർമായ ദൃഷ്ടൈ ഓം മിത്രായ നമഃ. ആയിട്ടില്ല. ഏകം കൈ മുകളിലേക്ക്. ദ്വേ മുന്നോട്ട് ബെൻഡ് ചെയ്യാം. അടുത്തെല്ലാവരും വലത് കാല് ബാക്കിലേക്ക്. ത്രീണി ചത്വാരി പഞ്ച സാഷ്ടാംഗ നമസ്കാരം. ഷാത് സപ്ത അഷ്ട നവ ദശ സ്ഥിതി. ഓം രവേയ നമഃ. ഏകം ദ്വേ ത്രീണി ചത്വാരി രണ്ട് പഞ്ച ഷാത് സപ്ത അഷ്ട നവ ദശ. ഓം സൂര്യായ നമഃ. ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷാത് സപ്ത അഷ്ട നവ ദശ സ്ഥിതി. ഓം ഭാനവേയ നമഃ. ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷാത് സപ്ത അഷ്ട നവ ദശ സ്ഥിതി. ഓം കഥായ നമഃ.
चत्वारि पञ्च षट् सप्त अष्ट नव दश ओम पुष्णेय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश तिथि ओम हिरण्यगर्भाय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश स्थिति ओम मरीचेय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश तिथि ओम आदित्याय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश तिथि ओम सवित्रेय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश तिथि ओम अर्काय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश तिथि ओम भास्कराय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश तिथि ओम मित्राय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त
अष्ट नव दश इति। ओम ऋवेय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ओम सूर्याय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ओम भानवेय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ओम गगाय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ओम उष्णेय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश स्थिति। ओम हिरण्यगर्भाय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश स्थिति। ओम मरीजेय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश स्थिति। ओम सवित्रेय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ഒന്നും കൂടെ സൗത്രേയ. ഓം പവിത്രേയ നമഃ. एकं द्वे
चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ अर्काय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ भास्कराय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ मित्राय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ रवेय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ सूर्याय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ भानवेय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ कटाय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ पुष्णेय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ हिरण्यगर्भाय नमः। एकं द्वे त्रीणि चत्वारि पञ्च
षट् सप्त अष्ट नव दश इति ॐ हरिजेय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति ॐ आदित्याय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति ॐ सवित्रेय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति ॐ अर्काय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति ॐ भास्कराय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति ॐ मित्राय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति ॐ देवेय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति ॐ सूर्याय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति ॐ भानवेय नमः एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव
दशा तिथि ओम ककाय नमः एकम द्वे त्रीणि चत्वारि पंच षट् सप्त अष्ट नव दश इति ओम पुष्पेय नमः एकम द्वे त्रीणि चत्वारि पंच षट् सप्त अष्ट नव दश इति ओम हिरण्यगर्भाय नमः एकम द्वे त्रीणि चत्वारि पंच षट् सप्त अष्ट नव दश इति ओम हरिजेय नमः एकम द्वे त्रीणि चत्वारि पंच षट् सप्त अष्ट नव दश इति ओम आदित्याय नमः एकम द्वे त्रीणि चत्वारि पंच षट् सप्त अष्ट नव दश इति ओम सवित्रेय नमः एकम द्वे त्रीणि चत्वारि पंच षट् सप्त अष्ट नव दश इति ओम अर्काय नमः एकम द्वे त्रीणि चत्वारि पंच षट् सप्त अष्ट नव दश ओम अर्काय नमः एकम द्वे त्रीणि चत्वारि पंच षट् सप्त अष्ट नव दश इति ओम भास्कराय नमः एकम त्रये त्रीणि चत्वारि पंच षट् सप्त अष्ट नव दश तिथि ओम
मित्राय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ ऋवेय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ सूर्याय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ भानवेय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ खगाय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ पुष्णेय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ सवित्रेय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ अर्काय नमः। द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव दश इति। ॐ भास्कराय नमः। एकं द्वे त्रीणि चत्वारि पञ्च षट् सप्त अष्ट नव ദശ തിരി എല്ലാവരും
കൈ തൊഴുതു പിടിച്ചു നോക്കൂ, കണ്ണടയ്ക്കൂ. ഓം ശ്രീ സവിത്ര സൂര്യനാരായണായ നമഃ. ആദിത്യസ്യ നമസ്കാരാൻ ഹേ കുർവന്തി ദിനേ ദിനേ ആയുർപ്രജ്ഞാബലം വീര്യം തേജസ്ത്വേഷാം ച ജായതേ. എല്ലാവരും കൈ പതുക്കെ താഴത്തേക്ക്, സൈഡിലേക്ക്, കാല് ഒരടി അകലത്തിൽ വെക്കൂ. 1 feet distance your legs. Slowly forward bend position, 45 degree level. കൈകൾ നീടെ മുകളിലേക്ക്. സ്ലോലി ബ്രീത്ത്, ഇൻഹേൽ നോസ്, മൗത്തിലൂടെ ഊതിയിട്ട് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്. ഒരു 3 പ്രാവശ്യം ചെയ്യൂ. Come back position. നിങ്ങളുടെ കണ്ണടച്ച് നിന്ന് ഒന്ന് നിങ്ങളുടെ നോർമൽ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കാം. കണ്ണടച്ച് അല്പസമയം നമ്മുടെ ഹാർട്ട് ബീറ്റ്, അതാണ് ശ്രദ്ധിക്കാൻ പറയുന്നത്. കുറച്ചു നേരം അതിലേക്ക് തന്നെ നമ്മൾ നിരീക്ഷിക്കും. നിങ്ങളുടെ ശ്വാസവേഗതയെ മനസ്സുകൊണ്ട് ശരിയായ രീതിയിൽ കാണുക. ഓരോ ശ്വാസവും ഉള്ളിലേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു. അല്പസമയം നിരീക്ഷിക്കുക. സാധാരണ നിലയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ. ഇനി സാവധാനം കാല് ചേർക്കുക, പതുക്കെ ഇരിക്കുക. 2 കൈകളും ചിന്മുദ്രസ്ഥിതി, 2 കൈകളും ചിന്മുദ്രസ്ഥിതി. ക്ലോസ് യുവർ ഐസ്. നിങ്ങൾ അബ്ഡമൻ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ബ്രീത്ത് എടുത്ത് അകാര ചാണ്ടിങ് ചെയ്യാം. അബ്ഡമൻ ബ്രീത്ത്. പൂരകം നെക്സ്റ്റ് ചെസ്റ്റ് ബ്രീത്ത്. പൂകാര ചാണ്ടിങ്. പൂരകം brain breathe chanting Magara. Puragam. Next, abdomen to brain, full breathe, chanting A, O, Ma means Omkara. Puragam. Puragam. എല്ലാവരും കൈകൾ നന്നായിട്ട് മസാജ് ചെയ്യും. നമ്മുടെ ഫേഷ്യൽ മസിൽസ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. കണ്ണ് തുറന്ന് കൈകളിലേക്ക് നോക്കാം. അടുത്ത് സൂര്യ നമസ്കാരത്തിന്റെ സമാപന പരിപാടിയാണ്. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ താഴേക്ക് ഇറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. For those who seek
With that, we have come to the end of our Surya Namaskara challenge. Even please give a round of applause to yourself. Thank you all for coming. ഹരി ഓം നമസ്തേ. യുവാക്കൾക്കായി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച സ്വാമി ചിന്മയാനന്ദജിയുടെ 108ാമത് ജന്മജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് ചിന്മയ യുവശൻ സംസ്കാര എന്ന പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾക്കായി യുവാക്കൾക്കായി നമുക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോൾ ഏറ്റവും മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് പ്രപഞ്ചത്തിന്റെ മൊത്തം ഊർജ്ജസ്രോതസ്സായ ശ്രീ സൂര്യ ഭഗവാനെ നാം പ്രകീർത്തിക്കുന്ന ശ്രീ സൂര്യ നമസ്കാര യജ്ഞം 108ാമത് സൂര്യ നമസ്കാര യജ്ഞം ഒരു ചലഞ്ചായി നാം ഇവിടെ തുടങ്ങിയിരുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രചോദന പ്രവാഹമായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളും അതിമാനുഷമായ ഇച്ഛാശക്തിയുമുള്ള യുവതലമുറയാണ് നമുക്ക് ആവശ്യം എന്ന് ഘോരഘോരം വിളംബരം ചെയ്ത ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഒരു തരി പോലും ഊർജം കുറവില്ലാതെ ഭാരതത്തിന്റെ ചുണക്കുട്ടികളായി ഈ 108 സൂര്യ നമസ്കാര ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത നിങ്ങൾ എല്ലാവരെയും ചിന്മയ യുവകേന്ദ്രയുടെയും ഗുരുദേവന്റെയും ഗുരു പരമ്പരയുടെയും എല്ലാം പേരിൽ ഒന്നുകൂടെ ഒരു വലിയ കയ്യടിയോടുകൂടെ നാം അഭിനന്ദിച്ചേ മതിയാവും. Just like how Gurudev told, children are not vessels to be filled, but lamps to be lit. Youth are my only hope. Youth are not careless, they are being careless. And you who are going to continue the great mission that was given to us, and you will continue to follow and keep up the legacy that is inscribed in the history of Bharat through this great 108 Surya Namaskara challenge Yajna in this auspicious Vedi of Samskaara, and we wholeheartedly congratulate once again all the young dynamic leaders of tomorrow with a great round of applause. Every profound wisdom is transmitted across generations by the gracious teachings of our Gurus. We are honored to be in the presence of such esteemed teachers who have demonstrated remarkable dedication to the divine discipline of yoga. Samskaara takes this privilege to express our gratitude for their invaluable contributions by paying tribute to them in this gathering. I kindly request Swami Anukulandaji, Swami Siddharthanandaji, Sudhir Chaitanya and Anand Chaitanya to come onto the stage and do the honor. ആദ്യമായി വിജയകുമാരൻജിയെ ആദരിക്കുവാനായി സുധീർജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വിജയകുമാരൻജിയാണ് ഇത്രയും നേരം നമ്മൾക്ക് എല്ലാവരും ലീഡ് കൊണ്ട് ഇത്രയും മനോഹരമായി ഈ പരിപാടിയെ തിരുത്തുന്നത്. എല്ലാവരും വലിയൊരു കയ്യടി നൽകിക്കൊണ്ട്. സജ്ജനങ്ങളെ, ശ്രീ വിജയകുമാർ സാർ തൻ്റെ ജീവിതം യോഗയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ ഏതാണ്ട് 10-40 വർഷക്കാലമായി യോഗയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ സാംസ്കാരികമായ മേഖലകളിലും പാലക്കാട് ജില്ലയിലും ജില്ലയ്ക്ക് വെളിയിലും ധാരാളം ശിഷ്യസമ്പത്തുള്ള ഒരു മാന്യദേഹമാണ്. അദ്ദേഹം നമ്മുടെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകി എന്നുള്ളത് തന്നെ നമ്മുടെ ഏവരുടെയും ഒരു ഭാഗ്യം കൊണ്ടാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോഴും ജില്ലയിലെ പല ഭാഗത്തുമായി യോഗയുടെ പല തരത്തിലുള്ള മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസുകൾ നയിക്കുന്നു അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഭഗവാൻ ഇനിയും കഴിഞ്ഞിറങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തെ ആദരിക്കുകയാണ്. താങ്ക് യു സ്വാമിജി. താങ്ക് യു വിജയകുമാരൻജി. അടുത്തതായി പാലക്കാടുള്ള മുതിർന്ന യോഗാചാര്യന്മാരിൽ മറ്റൊരാളായിട്ടുള്ള ശ്രീ പ്രഭാകരൻജിയെ ആദരിക്കുവാനായി ആനന്ദ്ജിയെ ക്ഷണിച്ചു പോകുന്നു. ശ്രീ പ്രഭാകരൻജി
പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്തു. ഇപ്പോൾ യോഗ അസോസിയേഷൻ കേരളയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹം തൻ്റെ സർവീസ് കാലഘട്ടത്തിൽ യോഗയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും അദ്ദേഹം സേവാനിവൃത്തൻ ആയതിനു ശേഷം ഫുൾ ടൈമായിട്ട് യോഗയുടെ പ്രവർത്തനങ്ങളുമായി സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പുതിയ ഉണർവ് യോഗ രംഗത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ആരാധ്യനായ പ്രധാനമന്ത്രിജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യോഗ ജീവിതക്രമമാണ് ഇവരൊക്കെ നയിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏവർക്കും ഏറെ അഭിമാനകരമാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ISROയുടെ ഏറ്റവും ഉയർന്ന അതിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള സോമനാഥ് സാറ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു വലിയ കയ്യടി നമുക്ക് എല്ലാവർക്കും നൽകണം. അത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന കയ്യടിയാണ്. അദ്ദേഹത്തെ സമ്പൂജ്യ സ്വാമിമാരിരിക്കുന്ന ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. താങ്ക് യു സ്വാമിജി. താങ്ക് യു പ്രഭാകരൻജി. അടുത്തതായി വേദിയിലേക്ക് ശ്രീമതി ദമയന്തി ജി ആൻഡ് ശ്രീ ചന്ദ്രൻകുട്ടി ജി. വി വെൽക്കം യു ഓൺ ടു ദ സ്റ്റേജ്. അവരെ ആദരിക്കുവാനായി സുധീർ ജിയെ ക്ഷണിച്ചോളുന്നു. എല്ലാവരും ഉഗ്രം കയ്യടി കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഉപഹാരം സ്വീകരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ, അവർ ചന്ദ്രൻകുട്ടി സാറും ദമയന്തി ചേച്ചിയും പതഞ്ജലി യോഗ സെന്ററിൻ്റെ പ്രവർത്തനങ്ങളുമായി പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ പ്രാന്ത ജില്ലകളിലും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികളാണ്. അവരെ ഈ പ്രായത്തിലും വളരെ സജീവമായി സമൂഹ സാന്നിധ്യത്തിൽ യോഗയും അതുപോലെ തന്നെ പ്രകൃതി ജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ മായം കലരാത്ത പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സെന്ററുകൾ, അതിൻ്റെ ഉദ്ബോധനങ്ങൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ആദരപൂർവ്വം ഈ ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീ ഡോക്ടർ തിപ്പയ്യ സ്വാമിജി ആൻഡ് ശ്രീമതി ഡോക്ടർ നീരജ ജി. വി വെൽക്കം യു ഓൺ ടു ദ സ്റ്റേജ്. അവരെ ആദരിക്കുവാനായി ആനന്ദ് ചെറുജിയെ ക്ഷണിച്ചോളുന്നു. അടുത്തതായി ഉപഹാരം സ്വീകരിക്കുന്നത് ശ്രീമാൻ തിപ്പയ്യ സ്വാമി. ജന്മം കൊണ്ട് അദ്ദേഹം കർണാടക സ്വദേശിയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പതഞ്ജലി യോഗപീഠത്തിന്റെ കേരളത്തിന്റെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നു. പതഞ്ജലി സ്ഥാപനങ്ങളുടെ ഒരു വലിയ ഷോറൂം പാലക്കാട് ജില്ലയിൽ അദ്ദേഹത്തിൻ്റെതായി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി നീരജ രണ്ടുപേരെയും ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു ആചാര്യന്മാരെ, യോഗാചാര്യന്മാരെ ആദരിക്കലാണ്. ആദ്യം
ആദ്യമായി ശ്രീ ഗുരുപ്രസാദ്ജിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തെ ആദരിക്കുവാനായി സുധീർജിയെ ക്ഷണിക്കുന്നു. അടുത്ത വ്യക്തിത്വം ശ്രീ ഗുരുപ്രസാദ്ജി സംപൂജ്യനായ സ്വാമി നിത്യാനന്ദജിയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുകയാണ്. യോഗയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നായകത്വം വഹിക്കുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ഉപഹാരം ഏറ്റുവാങ്ങുവാൻ ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ ദേവദാസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഉപഹാരം സ്വീകരിക്കുന്ന ശ്രീ ദേവദാസ് സാർ, അദ്ദേഹം സൈന്യത്തിന്റെ ഒരു മേഖലയിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള മാന്യദേഹമാണ്. പതഞ്ജലി യോഗപീഠത്തിന്റെ പ്രവർത്തനങ്ങളുമായി പാലക്കാട് ജില്ലയുടെ അധ്യക്ഷൻ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി വിജയൻജി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി അശോക് കുമാർജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത ഉപഹാരം സ്വീകരിക്കുന്ന വ്യക്തിത്വം ശ്രീ വിജയൻ സാർ. അദ്ദേഹം കേരള പോലീസ് സേനയിൽ നിന്നും റിട്ടയർ ആയതിനു ശേഷം യോഗ പ്രവർത്തനങ്ങളുമായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പതഞ്ജലി യോഗപീഠത്തിന്റെ പാലക്കാട് ജില്ലയുടെ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അടുത്തതായി ശ്രീ ശിവദാസ് ജി. അടുത്ത ഉപഹാരം സ്വീകരിക്കുന്ന ശ്രീ അശോക് കുമാർ സിംഗ്. അദ്ദേഹം നമ്മുടെ പാലക്കാടിന്റെ തന്നെ യോഗയുടെ വലിയ ആചാര്യനായിരുന്ന ശ്രീ വിളയോടി മണിയേട്ടന്റെ മകനാണ്. വിദേശങ്ങളിലൊക്കെ ആയിരുന്നു, അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. യോഗ സാധനയുമായിട്ട് ധാരാളം ആൾക്കാരെ അദ്ദേഹം ആ രംഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നു. ഉപഹാര സമർപ്പണം. സീനിയർ യോഗാചാര്യനായിട്ടുള്ള ശ്രീ ശിവദാസ് സിയെയാണ് അടുത്തായിട്ട് നമ്മൾ ആദരിക്കുന്നത്. ശിവദാസ് സി ചിന്മയ വിദ്യാലയ പല്ലായൂരിലെ അദ്ദേഹം ചിന്മയ മിഷന്റെ അധ്യാപകനാണ്, ആചാര്യനാണ്. ഇപ്പോൾ റിസോർട്ടിൽ കൂടി അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഇന്ന് രാവിലെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള യോഗ പെർഫോമൻസിന്റെ കുട്ടികളുടെ അധ്യാപകനായിട്ടുള്ള ശ്രീ വേൽമുരുകൻജിയെയാണ് നമ്മൾ ആദരിക്കുന്നത്. അതിനായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് ശ്രീ വേൽമുരുകൻജി. യോഗ രംഗത്തെ ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ദേശീയ തലത്തിലുള്ള അവാർഡ് വിന്നറാണ്. പാലക്കാട് എലപ്പുള്ളി സ്വദേശിയാണ്. അദ്ദേഹത്തെ വളരെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീ രാജുജി പതഞ്ജലി. ശ്രീ രാജുജി, അദ്ദേഹം പതഞ്ജലി യോഗപീഠവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക. അടുത്തതായി രവിജി പതഞ്ജലി. ശ്രീ ഉണ്ണികൃഷ്ണൻജി പല്ലാവൂർ.
ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചിന്മയ സ്കൂളിൻ്റെ അധ്യാപകനാണ്. അതിൻ്റെ ആവേശം കുട്ടികളിലൊക്കെ അലതല്ലുന്നുണ്ട്. അദ്ദേഹത്തെ ഉപകാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തത് ശ്രീ രവി സാർ. അദ്ദേഹം പതഞ്ജലി യോഗപീഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗയുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഉപകാര സ്വീകരണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഇതുകൂടാണ്ട് ഏതെങ്കിലും മാസ്റ്റേഴ്സിന്റെ പേര് നമ്മളിവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ VM സന്തോഷ് മണ്ണാർക്കാട്, VM സന്തോഷ് ജി മണ്ണാർക്കാട്. അടുത്തത് ആചാര്യനായിട്ടുള്ള ശ്രീ സന്തോഷ് ജിയാണ്. മണ്ണാർക്കാട് കേന്ദ്രമാക്കിക്കൊണ്ട് അദ്ദേഹം യോഗ സെന്റർ നടത്തുന്നുണ്ട്. വളരെ വർഷങ്ങൾ, കഴിഞ്ഞ 20-22 വർഷക്കാലമായിട്ട് യോഗയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയും യോഗ സെമിനാറുകൾ അതുപോലുള്ള പല പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയും മണ്ണാർക്കാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ഈ ഉപഹാര സ്വീകരണത്തിന് വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. അടുത്തതായി ചിന്മയ വിദ്യാലയയിലെ അധ്യാപകരായിട്ടുള്ള ശ്രീമതി ഹരിത ആൻഡ് സൗമ്യ. ചിന്മയ വിദ്യാലയത്തിലെ അധ്യാപികയാണ് ശ്രീമതി അനിത. ആ ടീച്ചർ ധാരാളം കുട്ടികൾക്ക് പ്രേരണ സ്രോതസ്സായിട്ട് യോഗയുടെ പ്രവർത്തനങ്ങളിലും അധ്യാപനത്തിലും വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവ വ്യക്തിത്വമാണ്. നമ്മളുടെ ഈ വേദിയിലെ ആദ്യ സ്ത്രീ സാന്നിധ്യമാണ് ഉപകാരം സ്വീകരിക്കുന്നത്. ടീച്ചറെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ചിന്മയ സ്കൂളിലെ മറ്റൊരു അധ്യാപികയായ ശ്രീമതി സൗമ്യ ടീച്ചർ. സൗമ്യ ടീച്ചറും നമുക്കറിയാം യൗവനകാലത്ത് തന്നെ യോഗയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ജീവിതത്തിൽ കൊണ്ടുപോകുന്നു. ഇനിയും ധാരാളം ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഉപഹാര സ്വീകരണത്തിന് വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ആദരിക്കൽ ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി നന്ദി പറയാൻ ശ്രീരാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ ഒരു സൂര്യ നമസ്കാര യജ്ഞം വളരെ ഒരു വിജയം തന്നെയായിരുന്നു. ഈ ഒരു സൂര്യ നമസ്കാര യജ്ഞത്തിന് നേതൃത്വം നൽകിയ വിജയകുമാരൻ ജി, പിന്നെ പ്രഭാകർ ജി, തിപ്പയ്യ ജി, ദമയന്തി ജി, ചന്ദ്രൻകുട്ടി ജി, അതുപോലെ തന്നെ നീരജ ജി, ഗുരുപ്രസാദ് ജി, ഇങ്ങനെയുള്ള എല്ലാ വിശിഷ്ട യോഗാചാര്യന്മാർക്കും പിന്നെ അതുപോലെ തന്നെ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ഈ ഒരു സൂര്യ നമസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും അതുപോലെ എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ പേരിലും അതുപോലെ തന്നെ ചിന്മയ മിഷൻ്റെ പേരിലും ടീം സംസ്കാരയുടെ പേരിലും വളരെയധികം നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. താങ്ക് യു ശ്രീറാം. കുട്ടികൾക്ക് ഇനി ഭക്ഷണ സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണ സ്റ്റാളിൽ അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ലൈനായി ഭക്ഷണം വാങ്ങി യഥേഷ്ടം കഴിക്കുക. അതിനുശേഷം ഈ കസേര അപ്പോഴത്തേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അവിടെ വന്നിരിക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. വോളണ്ടിയേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ഈ വേദിയിൽ ഇന്ന് നടക്കുന്ന യൂത്ത് ഡേയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ഉപവിഷ്ടരാകുവാനുള്ള കസേരകൾ നിരത്താൻ നിങ്ങളെല്ലാം ഒരു 5 പേര് 6 പേര് ശ്രദ്ധിക്കണമെന്നറിയിക്കുന്നു. Let us all collectively harness the power of this time-tested ritual to strengthen our bodies, illuminate our minds, and nurture our souls. Team
Team Samskaara extends sincere appreciation to each one of you for being a part of this. Thank you all. Refreshments and breakfast are available for all the participants. എല്ലാവരും കൂടി പോകണ്ട, ഒരു ബാച്ച് പോകട്ടെ, ബാക്കിൽ ഇരിക്കുന്ന ആ ബാച്ച് പോകട്ടെ, ബാക്കിയുള്ളവർ ഇവിടെ തന്നെ ഇരിക്കൂ പ്ലീസ്. പക്ഷേ ഇവിടെ കാണപ്പെടും. ഇതിന്റെ സമാപനമായിട്ട് കുട്ടികളുടെ ഒരു സ്റ്റേജ് യോഗ പ്രദർശനമുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാവരും ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗംഭീര യോഗ ഡാൻസ് ആണ്. അത്ഭുതകരമായ യോഗ ഡാൻസ് സ്റ്റേജിൽ പ്രദർശിപ്പിക്കുന്നു. കൃഷി യോഗ. അടുത്തതായി നമുക്കൊരു പെർഫോമൻസ് ഉണ്ട്. എല്ലാവരും ഇത് കാണാനായി ഇവിടെ നിൽക്കേണ്ടതാണ്. ഒരു ചെറിയ അനൗൺസ്മെന്റ്. ഉദ്ബോധൻ യൂത്ത് മീറ്റിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം അവിടെ പോയി നമുക്ക്
విడిచి తాను నీలో లీనమైనది ఆదిశక్తి ఆకృతి అత్రిజాత పార్వతి తానువైన ప్రాణధవుని చింతకు చేరుకున్నది భవుని భువికి తరలించేలా ధరణి దివిని తలపించేలా రసతరంగిణి లీలా ఎదిని నృత్యరతుని చేయగలిగే వేళ భరత వేదముగ నిరత నాట్యముగా కదిలిన పదమిది ఈశా శివని వేదనగా అవని వేదనగా పలికెను పదము పరేశా
But you are speaking a very good English, madam. Thank you. So thank you very much for visiting us. Thank you so much. I think I have to thank you that you invited me. I'm very happy with it. Thank you. Thank you. ഹരി ഓം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് സന്നിഹിതരാവേണ്ടതാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പരിപാടി തുടങ്ങുന്നതായിരിക്കും. വന്നെത്തിയിട്ടുള്ള എല്ലാവരും മുന്നിലോട്ട് വന്നിരിക്കുക, മാക്സിമം മുന്നിലോട്ട് വന്നിരിക്കുക. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങുന്നതായിരിക്കും. നിൽക്കുന്ന എല്ലാവരും, ബാക്കിൽ നിൽക്കുന്ന എല്ലാവരും മുന്നിലോട്ട് വരേണ്ടതാണ്. മുന്നിൽ വന്ന് മുന്നിലുള്ള കസേരകളിൽ എല്ലാവരുടെയും വന്ന് ഇരിക്കേണ്ടതാണ്. യോഗ കഴിഞ്ഞ് പോയിട്ടുള്ള എല്ലാ കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് സന്നിഹിതരാവേണ്ടതാണ്. നമ്മുടെ ഈ വേദിയില് പിൻഭാഗത്തായി കുറേ അധികം സജ്ജനങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. ദയവായി എല്ലാവരും മുൻവശത്തിരിക്കുന്ന കസേരകളിൽ വന്ന് ഇരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ പരിപാടികൾ എത്രയും പെട്ടെന്ന് ചിട്ടയോടുകൂടി നടക്കണം. ഇതുവരെയുള്ള എല്ലാ പരിപാടികളും വളരെ ചിട്ടയോടുകൂടിയാണ് നടന്നിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാൻ പോയ കുട്ടികളെ ആ ടീച്ചേഴ്സ് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ ഇരുത്തണമെന്ന് അറിയിക്കുകയാണ്. The much awaited mega youth meet of Samskaara Spiritual Conclave Udbodhan will start at sharp 10 a.m. Get ready to explore and get inspired from the dynamic array of events we have in line for you. Discover yourself through this day, because as our scripture says, you are potentially divine. മെഗാ യൂത്ത് മീറ്റിന്റെ രജിസ്ട്രേഷൻ കൗണ്ടർ ഫ്രണ്ട് ഓഫീസിൽ നിന്നും പാർട്ടിസിപ്പൻസ് എല്ലാവരും അവരുടെ ടാഗ് കളക്ട് ചെയ്യേണ്ടതാണ്. ടാഗ് കളക്ട് ചെയ്യാത്തവരെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഫ്രണ്ട് ഓഫീസിൽ ചെന്നുകൊണ്ട് അവരുടെ ടാഗ് കളക്ട് ചെയ്ത് വന്ന് ഇവിടെ ഉപവിഷ്ടരാവാൻ. കൺതുറപ്പിക്കാൻ കാതുറപ്പിക്കാൻ നല്ല സംസ്കാരമേറ്റെടുപ്പിക്കാൻ, കൺതുറപ്പിക്കാൻ കാതുറപ്പിക്കാൻ നല്ല സംസ്കാരമേറ്റെടുപ്പിക്കാൻ ഗീതാകാരന്റെ കയ്യാൾ പടയുടെ. വോളണ്ടിയേഴ്സിന്റെ ശ്രദ്ധയ്ക്ക്, ഈ ഹാളിനകത്ത് നിൽക്കുന്ന എല്ലാവരെയും, ഈ ഒരു ഉദ്ബോധൻ മെഗാ യൂത്ത് മീറ്റിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും വന്ന് ഇരിക്കാൻ വേണ്ടി എല്ലാവരോടും പറയേണ്ടതാണ്. ജന്മഭൂമിയായി തീരുന്നു ചിന്മയമായ സത്യം, തിരഞ്ഞോർക്ക് ജന്മഭൂമിയായി തീരുന്നു സംസ്കാര സംസ്കാര. നല്ല നാടിൻ നാമ്പല്ലോ സംസ്കാര, നല്ല ശീലിൽ കാമ്പല്ലോ സംസ്കാര. വേദപുണ്യത്തിൻ വേദിയായി തീരുന്ന അദ്വൈത ഭൂമിയിലേവർക്കും സ്വാഗതം. സംസ്കാര ഭൂമിയിലേവർക്കും
who seek freedom. Samskaara for those who seek freedom. Samskaara for those who Samskaara for those who seek freedom. Samskaara for those who seek freedom. Samskaara seek freedom. Samskaara for those who seek freedom. Samskaara for those who seek freedom. Hari Om, Namaste. We will be commencing the much awaited mega youth meet of Samskaara, the spiritual conclave, Udbodhan, sharp at 10 a.m. Prepare yourself for a series of enlightening talks and thought-provoking panel discussions. Udbodhan, you are potentially divine. Samskaara for those who seek freedom. All the participants, please be seated in the chairs. Samskaara for those who seek freedom. 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 Samskaara
കാടും മലയും കടന്നു ചെല്ലും നേരം കാഴ്ച നേർച്ചകൾ നേരായി തീരുന്നു. കാടും മലയും കടന്നു ചെല്ലും നേരം കാഴ്ച നേർച്ചകൾ നേരായി തീരുന്നു. ശുദ്ധിയുള്ളൊരു ബുദ്ധിയും സത്യവും ആദിയന്ത്യമോ സനാതനമാകുന്നു. ശുദ്ധിയുള്ളൊരു ബുദ്ധിയും സത്യവും ആദിയന്ത്യമോ സനാതനമാകുന്നു. കാടും മലയും കടന്നു ചെല്ലും നേരം കാഴ്ച നേർച്ചകൾ നേരായി തീരുന്നു. മാനവർ പിന്നെ പക്ഷിമൃഗാദികൾ കാണാൻ പറ്റാത്ത ജീവികളത്രയും. മാനവർ പിന്നെ പക്ഷിമൃഗാദികൾ കാണാൻ പറ്റാത്ത ജീവികളത്രയും. സകലതും ദൈവത്തിൻ സൃഷ്ടിയല്ലോ. കാഴ്ച നേർച്ചകൾ നേരായി തീരുന്നു. കൺതുറപ്പിക്കാൻ കാതുറപ്പിക്കാൻ നല്ല സംസ്കാരമേറ്റെടുപ്പിക്കാൻ. കൺതുറപ്പിക്കാൻ കാതുറപ്പിക്കാൻ നല്ല സംസ്കാരമേറ്റെടുപ്പിക്കാൻ. ഗീതാകാരൻ്റെ കയ്യാൾ പടയുടെ കൈമെയ്യാലുള്ളൊരാത്മസമർപ്പണം. ചിന്മയമായ സത്യം തിരഞ്ഞോർക്ക് ജന്മഭൂമിയായി തീരുന്നു. ചിന്മയമായ സത്യം തിരഞ്ഞോർക്ക് ജന്മഭൂമിയായി തീരുന്നു. സംസ്കാര സംസ്കാര നല്ല നാടിൻ നാമ്പല്ലോ സംസ്കാര. നല്ല ശീലിൻ കാമ്പല്ലോ സംസ്കാര. വേദപുണ്യത്തിൻ വേദിയായി തീരുന്ന അദ്വൈത ഭൂമിയിലേവർക്കും സ്വാഗതം. സംസ്കാര
shake, shake. Yes, shake, shake. Yes, shake. Yes, shake. Shake, shake. Yes, shake. Yes, shake. Shake, shake. Yes, shake. Really good because of the beginning. It's, all people know it, all young people know it from the movie, and it will give them something to think about it. And if you look further and further, I think it will be them bring on the right path. I think it will then give something to think and something to respect and something to do, experience. And I think it was a really good video. And I told I miss Shiva because I like Shiva so much. Hari Om, Every Namaste. temple I go, I like Shiva. ഉദ്ബോധൻ മെഗാ യൂത്ത് മീറ്റിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ ഏതാനും നിമിഷങ്ങൾക്കകം തുടങ്ങുന്നതായിരിക്കും. എല്ലാ പാർട്ടിസിപ്പൻസും എത്രയും പെട്ടെന്ന് ഇവിടെ ചെയറിൽ വന്ന് ഇരിക്കേണ്ടതാണ്. The ways to you think about everything in your life. Try everything. It's good, technical good, and also the texts are good. For me, maybe a little bit too fast because I come from a country and I don't speak English at home. But you are speaking very good English, madam. So thank you very much for visiting us. Thank you so much. I think I have to thank you that you invited me. I'm very happy with it. Thank you. Samskaara. For those who seek freedom. ഉദ്ബോധൻ മെഗാ യൂത്ത് മീറ്റിനായിട്ട് വന്നു ചേർന്നിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസും ഹരി ഓം നമസ്തേ. ഉദ്ബോധൻ മെഗാ യൂത്ത് മീറ്റിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസും അവരുടെ ടാഗ് കളക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് ചെയറിൽ ഇരിക്കേണ്ടതാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഔദ്യോഗിക പരിപാടി തുടങ്ങുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായിട്ടുള്ള സോംനാഥ് സാർ, ഇസ്രോ ചെയർമാൻ സോംനാഥ് സാർ, ശ്രീജിത്ത് പണിക്കർ എന്നിവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഔദ്യോഗിക പരിപാടി തുടങ്ങുന്നതായിരിക്കും.
Hari Om, Namaste, and a very warm good evening to everyone present here on this auspicious occasion of Udbodhan. You are potentially divine, the mega youth meet as part of Samskaara, the spiritual conclave for those who seek freedom. Here we have the official inaugural function of Udbodhan, the mega youth meet, to happen soon in our stage, and we request all the dignitaries to kindly enter and grace the stage, and we also request all the audiences to kindly occupy the seats in the front row. Hari Om, Namaste, and a very warm good morning to everyone. And we cordially invite each and everyone to the mega youth meet Udbodhan. You are potentially divine. The youth meet of Spirit Samskaara, the spiritual conclave for those who seek freedom. As we embark on the journey, now we kindly invite all the dignitaries to kindly occupy the seats on the stage. And it is our privilege to introduce and welcome before you our chief guest for today, Dr. S. Somnathji, Chairman of Indian Space Research Organization. Accompanying by him, the Global Head of Chinmaya Mission, Sampujya Swami Swarupanandaji. And we also have our guest of honor, Dr. Srijit Panikarji, and also with great love and respect, we invite Swami Asheshanandaji, Acharya, Chinmaya Mission Palakkad, Swami Anukulanandaji, Director, All India Chinmaya Yuva Kendra, South Zone, and Sri Dr. Shyam Prasadji, General Convener of Samskaara, onto the stage. It's our privilege to welcome once again our Honorable Chief Guest, Dr. S. Somnathji, Chairman of Indian Space Research Organization. Accompanying with him, our beloved Sampujya Swami Swarupanandaji, Global Head of Chinmaya Mission. And we also request and proudly invite Swami Asheshanandaji, Acharya of Chinmaya Mission Palakkad, and Swami Anukulanandaji, Director, South Zone of All India Chinmaya Yuva Kendra, and gracing the stage is our beloved guest of honor, Sri Dr. Srijit Panikarji, and we also invite all of you to this wonderful stage on the occasion of inauguration of Udbodhan, the mega youth meet of Samskaara. We are honored to have on stage Sri MP Dinesh ji, who is also Vice Chairperson of Samskaara, and with all your blessings and love and grace, we begin our official program, Udbodhan, the youth meet of Samskaara. Udbodhan, you are potentially divine, is the day for the youth here at Samskaara, the spiritual conclave. Today, we'll be celebrating the powerful and revolutionary youth of Bharat. Now, we move on to the prayer. The great saint, passionate teacher, selfless leader, that's our Puja Gurudev Swami Chinmayanandaji for us. Let us begin by invoking the grace of the Lord of the Lords and our great Guru Parambaras to guide us. We invite our Chik members, Sri Saumya and Jayalakshmi, to render the invocation. Let us all surrender ourselves unto him. We request everyone to remain seated for the prayer. We once again request everyone to remain seated during the invocation. Udaya Kirana
सकल प्राण प्रचोदकम् अखिल भुवन प्रदीपकम् नमामि सुरजन वन्दितम् हृदय पद्म प्रकाशिनी सदद मंगलदायिनी आश संस्कृति वाहिनी नमामि ज्ञान प्रदायिनी विदरदि लोके प्रतिभा नवभावना प्रकाशिनी मधुरा संस्कृतवाणी नमामि सुरजनवन्दिता नमामि सुरजन वन्दिता Thank you, dear chicks. Chinmaya Yuva Kendra is the global youth wing of Chinmaya Mission with the motto of harnessing youth potential through dynamic spirituality. Under the vision of Puja Gurudev Chinmayanandaji, Chinmaya Yuva Kendra, also fondly referred as CHIC, aims to empower youth with the vision, values, and dynamism for success in all fields. Standing close to the Golden Jubilee celebrations, CHIC has transformed the lives of millions of youth across the globe, instilling in them the ambitious dynamism, inspiring creativity, and dauntless courage. We welcome Sri Deepak Ji, our dynamic secretary of Chinmaya Yuva Kendra Palakkad, for the welcome address. Hari Om. Hari Om. Energy liyalo. Hari Om. Hari Om. Most respected and beloved dignitaries present on the dais, all enthusiastic mind behind in front of this great event, and all young mind present here. A very warm, pleasant morning to one and all. It's a blessing for me to be here today on this stage to welcome the enlightened and eminent personalities to the one of the remarkable event of Samskaara, that is Udbodhan, the youth meet. I, on behalf of the entire team Samskaara and Chinmaya Mission Palakkad, would like to welcome Pujya Swami Swarupananda Ji, the global head of Chinmaya Mission. He chairs the Central Chinmaya Mission Trust, and his gracious eyes observe the functioning of all Chinmaya centers all over the world. His dynamism, blended with calm appearance, is the driving force behind all our successful activities. Swamiji, we are blessed that you are with us today. I welcome you with great love and devotion. Now I welcome Dr. S. Somanath sir, chairman of ISRO. He is the man behind one of India's greatest achievements. It was under the leadership of ISRO carried out the third lunar exploration, Chandrayaan-3, making India the first country to successfully soft land the spacecraft near the lunar South Pole. Sir, I welcome you proudly to the stage. I am sure you are familiar with Sri Srijit Panikkar ji. He is the renowned political analyst, television news debater, researcher, and social critic. His keen observation, flawlessness statement, and authoritative explanations are remarkable. Now he is with us. Sir, I wholeheartedly welcome you to the stage.
Now I extend my welcome to Sri MP Dinesh IPS Sir, retired City Police Commissioner of Kochi, who is presiding this function. Sir, we are delightful to have you here today. And also a warm welcome to Swami Anukulananda Ji, Chinmaya Yuva Kendra Regional Coordinator of South India, Swami Asheshananda Ji, Acharya of Chinmaya Mission Palakkad, Brahmachari Sudhir Chaitanya Ji, Kerala Regional Coordinator of Chinmaya Yuva Kendra, Dr. Shyam Prasad Ji, General Convener of Samskaara, and Anand Ji, Jidadvanand Ji, Agilesh Ji, and all other Acharya of Chinmaya Mission. A very warm welcome to this function. I would like to extend a warm welcome to all beloved dignitaries in the audience and all their enthusiastic mind gathered here for this event. I am sure that this meet will be an opportunity for all to know each other and grow together. May Lord Guruvayurappan and Pujya Gurudev bless all of us. Thank you. Thank you, Shri Deepak Ji, our beloved Sikh Secretary Palakkad. It is our tradition to start a journey with the lighting of a lamp. Just as light removes darkness, knowledge removes ignorance. Contemplating on this metaphorical illumination, let us invite the global head of Chinmaya Mission, Sampujya Swami Swarupananda Ji, to inaugurate the event by lighting the lamp, and we request all the dignitaries to join us and bless the occasion. We thank all the dignitaries and we request every other dignitaries to occupy the stage. Pujya Swami Swarupananda Ji, the direct disciple of His Holiness Swami Chinmayananda Ji Maharaj, stands as a distinguished spiritual luminary and serves as the global head of Chinmaya Mission. Under Swamiji's leadership, more than 350 Chinmaya trusts around the globe are engaged in extraordinary efforts to disseminate the profound wisdom of Vedanta. Swami Swarupananda Ji is the Chancellor of Chinmaya Vishwavidyapeeth, Chinmaya University, a visionary educational platform designed to create dynamic leaders established in Indian wisdom and contemporary knowledge. Additionally, Swamiji is also the chair of Chinmaya International Residential School, which, under Swamiji's guidance, is ranked as the #1 co-ed boarding school in India and is amongst the top 10 ranking schools globally in international baccalaureate. Swami Swarupananda Ji started as a member of Chinmaya Yuva Kendra and approached Pujya Gurudev Swami Chinmayananda Ji as a young and aspiring youth, sincerely seeking answers to the questions like the purpose of life and etc. Swamiji is renowned for his spiritual management seminars, by far the most popular being Make It Happen, a powerful program
designed to reveal each individual's unique purpose and empower them to discover their own success. And during this profound course, Swamiji has sparked a series of global workshops catering to both youth and high-level executives from major corporate entities like the Apollo Tyres, PricewaterhouseCoopers, Ford, Caterpillar, and Credit Suisse Bank. Every interaction with Swamiji leaves us enriched and transformed, and we are blessed to have Swamiji to address us today. Swamiji, we humbly invite you with utmost love and respect to bless and grace this occasion. Hari Om. Respected dignitaries and eminent speakers who have gathered here to inspire all of you, my greetings. Puja Gurudev Swami Chinmayananda made a very powerful statement that inspired me as a youth. He said, youth are not useless, but are only used less. Not only used less by the elders and people around us, thinking that we are useless, but actually, we as youth very often make not much use of our youthfulness. Being a student of science, I was always curious to know the truth of things. But very often in our education system, even though with the best of intention, we gather only information, and our inquiring mind very often gets suppressed in just getting marks, ranks, to get a prestigious job to earn money. But those who find within themselves a burning inquiry to know how I can make my life more purposeful, more meaningful, want to know the truth of things, want to know how this world works and how does our mind work. When that inquiry comes into us, there is when, really speaking, our self-development begins. Then is when we start searching. Then is when we start seeking. And there is infinite potential in each one of us. When we turn from children to youth, our childhood enthusiasm turns into inquiry and a burning sensation within us to achieve great things, to achieve greatness. But all this is possible only when we dive deep into ourselves and recognize, as our great rishis of Bharat, as great saints like Swami Chinmayananda, who having gone through their own strife, struggles, even turmoils of life, and discovered within themselves a burning urge to express their fullest greatness. These are the great masters who have declared that we all are born to succeed. Yet, many of us do not have the confidence because we do not recognize our own potential.
And until and unless we understand our own potential, we understand our own uniqueness, we understand our own speciality, and each one in the universe, according to our Bharatiya knowledge system, is as important. Each creature is important. Each microbe is important in the total body of the universe, just as each cell in our body is important in the functioning of our body. And I remember, and it is not that today only the youth are what they are. Every generation, whether we see the life of great people like Swami Vivekananda or Puja Gurudev Swami Chinmayananda, when we look at our own lives as youth, we went through the same dilemmas. Today you might think the dilemma is only about mobile phones and wasting a lot of time on mobile phones. But there was times that were wasted. There is a time also we were confused. There were times that we did not know what is the goal and purpose of life. And many remained confused. But those who sought, they found. Those who inquired, they came to know. Those who had the determination not just to change the world to their convenience, but to change themselves in such a way that they can meet every situation of the world bravely. These are the people who not only attained great success, but success that was significant, and not only significant success that others had never reached before, but also greatness in which many other lives, many other people, many other youth gained success. That is true living, by which not only we find fulfillment, but we lead others to success. These are the great people we remember. And such greatness lies in each and every one of us. Today we have here some of the great stalwarts of our Bharat, of our Bharatiya culture, our Bharatiya knowledge systems. With pride, they live their life according to the best that we could get in the modern society, as well as from our ancient knowledge system. And today they sit here in front of us as highly successful people who have performed feats that even many powerful countries could not yet perform. To be pioneers, we have to discover our own uniqueness, our own speciality, take pride in who we are, what we have been given, what we have been provided. Our great knowledge systems that point out the knowledge of oneness, not only that we are one, but each one of us is divine. Each one of us has infinite potential, and each one of us is unique and special and as important as anything and anyone in this world. And until and unless with gratitude we acknowledge what we have been given, for which great people have done great sacrifices for it to continue through the Guru Shishya Parampara, whether it is our spiritual knowledge, the science of spirituality. And Bharat is the land where all aspects are integrated into oneness. Religion is not separate from spirituality. Spirituality is not separate from material sciences. Material sciences are not
separate from our practical living. Our professional life is not separate from our family life, and our family life is not separate from our social well-being of our country and the world. That integrated science that is taught to us in the science of spirituality that we call as Vedanta, which integrates all the sciences of life that we see summarized in the Bhagavad Gita, that as very often children of our education system, you're made to chant. All of them have got such self-development programs that can help us in every aspect of our life, in every field of our life in which we want to be successful, we want to be happy, and in midst of all the turmoil, be peaceful within, be confident within. We have a great source of knowledge. We have a great source of inspiration. We have great heroes in our country. And if we get inspiration from them, we can also be such great heroes. And heroes are not necessarily people who perform some unusual feats. I'm sure one of the greatest person you admire in your house is your mother. She may not be the Prime Minister of India. She may not be necessarily even a career-minded woman. But with what efficiency, with what love, with what giving, she has made us what we are today, that we can be proud of, or sometimes we get arrogant about. It is because of such great people in our lives. And having such heroes, when we in our life get inspiration and follow that inspiration that we get from them with our own uniqueness, we create a niche for ourselves in the society that becomes inspiration for many more. And that is what great people have demonstrated and worked for. It is for us to receive. It is for us to act upon it and achieve that greatness which is our birthright. Wish you such greatness in your life. Wish you such confidence in your life. Wish you that oneness in your life, and wish you to express your uniqueness, your speciality, to contribute to the world. Hari Om, and I invoke the blessings of all the great wishes. Thank you, Sampuja Swami Swarupanandaji, for absolutely giving us the right insight and gracing the occasion with your great words. And now, we also request Sampuja Swami Swarupanandaji to bless and honor our dignitaries, our chief guest, chairman of ISRO, Shri Dr. S. Somnath ji, by presenting him with our token of love. With great pride and love, here we witness our Sampuja Swami Swarupanandaji blessing our chief guest, Dr. S. Somnath ji, with the token of our love. And we also request Swamiji to honor our guest of honor, Shri Srijit Panikkar ji. Now, Sampuja Swami Swarupanandaji will be blessing and honoring our guest of honor, Shri Srijit Panikkar ji, by presenting him with our token of love and gratitude. Thank you, Swamiji, and we request every dignitaries to kindly get reseated again.
Samskaara, the spiritual conclave, is a well-orchestrated program meant to energize and synergize the people of Kerala for the better understanding of Sanatana Dharma, which has been the heart and soul of the ancient Hindu civilization. Today, with the emergence of the science validating the Vedanta principles, provides much sought-after truth in the arm's distance for those who dedicate themselves in the path of true spiritual journey. It is our privilege to have Sri MP Dinesh IPS Ji as a Vice Chairperson of Samskaara. Sri MP Dinesh Ji, who started off a magnificent journey of service as Circle Inspector, has honored the Kerala Police Force as a City Police Commissioner of Kochi and also as a District Commissioner of Kottayam. Dinesh Ji was honored with the President's Medal for meritorious service to the police force, and we welcome Sri MP Dinesh Ji, our Vice Chairperson, for the Presidential Address. സംഭൂജ്യ സ്വാമിജി ശ്രീ സ്വരൂപാനന്ദ്ജി, നമ്മുടെ ഭാരതത്തിൻ്റെ യശസ് വിണ്ണോളമുയർത്തിയ ശ്രീ ഡോക്ടർ സ്വാമിനാഥൻ അവർകളെ, മികച്ച വാഗ്മിയും നമ്മളെ ചിന്തിപ്പിക്കുന്ന മഹത് വ്യക്തിയായ ശ്രീ ശ്രീജിത്ത് പണിക്കർ, സ്വാമിജി ശ്യാം, അശേഷാനന്ദ സ്വാമിജി മുതൽ പേരുള്ള സ്വാമിജികളെ, എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വന്യമായ നമസ്കാരമാണ്. ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. എന്നെ സംബന്ധിച്ചോളം, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചോളം, പാലക്കാട് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടാവുമെന്ന് ആരും വിചാരിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. ഇതിൽ മുൻകൈ എടുത്ത ചിന്മയ മിഷൻ, അതേപോലെ എന്ന് പറയുന്നത് പിന്നണിയിൽ വലിയൊരു ശൃംഖല തന്നെയുണ്ട്. അവരെയൊക്കെ ഞാനിപ്പോൾ നന്ദി പറയേണ്ടതാണെങ്കിൽ കൂടി ഇപ്പോൾ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഇന്ന് നമ്മുടെ യൂത്തിൻ്റെ പ്രോഗ്രാമാണ്. നമ്മുടെ സ്വാമിജി വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്പീച്ച് എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം നമുക്കും, അത് പാരൻസിനും ബാധകമാണ്. ഇവിടെ മുത്തശ്ശന്മാരുണ്ട്, പാരൻസ് ഉണ്ട്, അതേപോലെ യൂത്തുണ്ട്, എല്ലാവർക്കും ബാധകമായിട്ടുള്ള സ്പീച്ചാണ് അദ്ദേഹം കൊടുത്തത്. പറഞ്ഞത് ഭാരതം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, യുവ തലമുറകളുടെ എന്ന് പറയുന്ന ഒരു നിറകുടമാണ് ശരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ യുവ തലമുറകളുള്ളൊരു രാജ്യം ഇപ്പോൾ ലോകത്ത് തന്നെ ഇന്ത്യയാണ് ശരിക്കും. ഇപ്പോൾ ചൈന എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ജനസംഖ്യ ഉണ്ടെങ്കിൽ കൂടി എന്ന് പറയുകയാണെങ്കിൽ യുവതലമുറയെ കിട്ടാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലം ചൈനയ്ക്ക് അധികം വിദൂരമല്ല ശരിക്കും. യൂറോപ്പും US ഒക്കെ ക്ലോസ് ആവാൻ പോവുകയാണ് ശരിക്കും എന്ന് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അവിടെ ഒന്നും ജോലി ചെയ്യാൻ ആൾക്കാരില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി, ലോകത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആണെന്ന് പറയണമെങ്കിൽ, ഇവിടുത്തെ യുവജനതയാണെന്ന് പറയണമെങ്കിൽ വരും ദശകങ്ങളിൽ എന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് മുഴുവൻ എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ള ഇതിന് യാതൊരു സംശയവുമില്ല ശരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്കിൽഡ് ട്രെയിനിങ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്, എല്ലാം ഉണ്ട്, നഴ്സിംഗ്, നമുക്ക് ധാരാളം കാണാൻ ശരിക്കും എന്ന് പറഞ്ഞെങ്കിൽ. പക്ഷേ എന്തെല്ലാം പഠിച്ചാലും എന്ന് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയുകയാണെങ്കിൽ, ഒരു നല്ല മനുഷ്യനായിട്ടുണ്ടെങ്കിൽ തന്നെ മാത്രമേ എന്ന് പറഞ്ഞാൽ നമുക്കും എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സർവ് ചെയ്യുന്ന ആൾക്കാർക്കും പ്രയോജനം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് വാസ്തവം എന്നുള്ളതാണ് സ്വാമിയുടെ സ്പീച്ചിൽ നമുക്ക് മനസ്സിലായത്. നമ്മൾ സ്വാമി ചിന്മയാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ശരിക്കും. അതായത് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ആർക്കും പേടിച്ചോടേണ്ട കാര്യമൊന്നുമല്ല ശരിക്കും. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഇനിയിപ്പോൾ എല്ലാം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രാമനാമം ജപിച്ച് മിണ്ടാതെ വീട്ടിൽ പോയി ഇരുന്നാൽ പോരെ നമ്മൾ. അങ്ങനെയാണ് പൊതുവേ എന്ന് പറയുന്നത്. അതുവരെ അതിലേക്കൊന്നും യാതൊരു ഇതുമില്ല, അതിലൊക്കെ വളരെ തിരക്കാണ് ശരിക്കും ആണെങ്കിൽ. അപ്പോൾ ആധ്യാത്മികം എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പലതും ഇപ്പോൾ നമ്മുടെ വേ ഓഫ് ലൈഫ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഭക്ഷണം, നമ്മളെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ എക്സസൈസ് ചെയ്യുന്നത്, അങ്ങനെ പല ഉറക്കം കാര്യങ്ങളെല്ലാം പഠിച്ചു വരുന്നതാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ആധ്യാത്മികം തുടങ്ങണം പറഞ്ഞിരിക്കും. അത് നമ്മുടെ വേ ഓഫ് ലൈഫ് ആവണം പറഞ്ഞിരിക്കും. നമ്മുടെ വേ ഓഫ് ലൈഫ് ഇതിനിപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ നാളെ നമ്മളൊരു സന്യാസിയാവുക അങ്ങനെയൊന്നുമല്ല ശരിക്കും. നമ്മളൊരു നല്ല മനുഷ്യനെ നമ്മൾ സ്വയം സൃഷ്ടിക്കുകയാണെങ്കിൽ, നിങ്ങൾ ചെറുപ്പക്കാരായ കുട്ടികളോട് ഇരിക്കുന്നത് ശരിക്കും തീർച്ചയായിട്ടും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ ചുറ്റുള്ള ആൾക്കാർക്ക്, നിങ്ങളുടെ സമൂഹത്തിന്, രാജ്യത്തിന്, ഇനിയിപ്പോൾ ഇത് ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല, നമുക്ക് ഇന്ത്യക്ക് അപ്പുറം കാണുന്ന വലിയ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ പ്രയോജനകരമായിട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ളത്
യാതൊരു സംശയമില്ല. ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ ഭാരതം ലോകം മുഴുവൻ എന്ന് പറയുന്നത് വെളിച്ചത്തിന് പണ്ട് മുതൽക്കേ നോക്കിയിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെയാണെന്ന് പറയുകയാണെങ്കിൽ എന്താ ഈ സംസ്കൃതി, എല്ലാ സംസ്കാരങ്ങളും നമ്മുടെ ഭാരത സംസ്കാരം എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും എന്ന് പറയുകയാണെങ്കിൽ മിസ്റ്റീരിയസ് ആണ്, അതേപോലെ തന്നെ ഭയങ്കര ഉൾക്കഴമ്പുള്ളതാണ്. ശരിക്കും ഒരുപാട് ആചാര്യന്മാരെന്ന് പറയുകയാണെങ്കിൽ കാലങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ എന്ന് പറയണമെങ്കിൽ ജനിച്ച് സമാധിയായി പോയ കാര്യമാണ്. ഇപ്പോൾ ചിന്മയാനന്ദൻ്റെ സ്വാമിയുടെ ഹിസ്റ്ററിനെ നമുക്കറിയാം ശരിക്കും, ചിന്മയാനന്ദജിയുടെ തന്നെ എന്നാണ്. അപ്പോൾ ഒരു കാര്യം അധികം പറയാൻ എനിക്ക് സമയമില്ല, കാരണം 10 മിനിറ്റാണ് എൻ്റെ ടൈം എന്ന് പറയുകയാണെങ്കിൽ. നമുക്ക് എല്ലാവരും ഇവിടെ എന്ന് പറയുന്നത് ആകാംക്ഷയോടെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മുഖ്യ എന്ന് പറയുകയാണെങ്കിൽ പ്രഭാഷകൻ, അത് മുഖ്യാതിഥിയുടെ എന്ന് പറയുകയാണെങ്കിൽ വാക്കുകൾ കേൾക്കാമെന്ന് പറയുകയാണെങ്കിൽ എല്ലാ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. എന്നാലും 2 വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അധ്യാത്മികത്തിനൊന്നും യഥാർത്ഥം പറഞ്ഞാൽ സമയം ഉണ്ടാവില്ല. അറിയാം നമ്മുടെ ഈ ചെറുപ്പകാലത്തുള്ള ലൈഫ് സ്റ്റൈലും നമ്മുടെ തിരക്കും എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ പലർക്കും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രായമായ ആൾക്കാരെ നമ്മൾ കാണുകയാണെങ്കിൽ പലർക്കും ഡിമെൻഷ്യ, പലർക്കും അവരുടെ അസുഖങ്ങൾ, സ്വന്തം കാര്യങ്ങൾ കഴിഞ്ഞാൽ നോക്കാൻ സമയമില്ലാത്തൊരു സമയമാണ് പ്രായമായ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ പ്രായമായി വിളിക്കും എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗോൾസൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ശരിയായ നിലയിൽ എന്ന് പറയുകയാണെങ്കിൽ നേടാൻ സാധിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നാണ്. പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, സ്വാമിജിയുടെ ഒരു സ്പീച്ചിൽ എന്ന് പറഞ്ഞാൽ കേട്ട ചിന്മയാനന്ദ സ്വാമിജിയുടെ സ്പീച്ചിൽ ഒരിക്കലും പറയുന്നുണ്ടായിരുന്നു, വെൽത്ത് ക്രിയേഷൻ. വെൽത്ത് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും വെൽത്ത് ക്രിയേഷന് വേണ്ടി നോക്കേണ്ടതാണ്. കാരണം അതിനോടെന്ന് പറഞ്ഞാൽ ആധ്യാത്മിക വെൽത്ത് ക്രിയേഷൻ ഒന്നും എന്ന് പറയുന്നത് രണ്ടല്ല ശരിക്കും. പലർക്കും വിചാരമുണ്ട് ആധ്യാത്മിക ആയിക്കഴിഞ്ഞാൽ ഇനി വെൽത്തൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല, അതായത് സമ്പാദിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. ശരിയായ രീതിയിലുള്ള വെൽത്തും നോളജും, വെൽത്ത് മാത്രമല്ല നോളജും എന്ന് പറയുകയാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് തലമുറയുടെ ആവശ്യമാണ്. അവർ പഠിക്കണം, അതേപോലെ തന്നെ വെൽത്തും ക്രിയേറ്റ് ചെയ്യണം ഭാവിയിലെന്ന് പറയണമെങ്കിൽ. പിന്നെ ചാരിറ്റിയൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? ഈ വെൽത്തിൽ നിന്നാണ് ചാരിറ്റിയൊക്കെ വരുന്നത് പറയും. അത് അപ്രോപ്രിയേറ്റ് ചെയ്യുക ശരിയായ രീതിയിൽ എന്ന് പറയുകയാണെങ്കിൽ മാർഗ്ഗങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഈ പൈസ ചിലവാക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ തുറന്ന് വരും എന്ന് പറയും. അപ്പോഴും എന്ന് പറയുകയാണെങ്കിൽ അത് ആ വാതിലുകളൊന്നും ആരും അടയ്ക്കാനും പാടില്ല പറയും. ആ വാതിലൊക്കെ തുറന്നിടണം പറയും. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും നമ്മൾ എത്ര കൊടുക്കുന്നോ അത്രയും നിങ്ങൾക്ക് വരും എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ട്. ശരിക്കും ഇതൊക്കെ ഒരു പ്രോവെബാണ്, പണ്ട് കാലം മുതൽക്കേ പറയുന്നതാണ് ശരിക്കും. അപ്പോൾ വെൽത്ത് ക്രിയേഷൻ, നോളജ് ക്രിയേഷൻ, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം നിങ്ങളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഈ പാലക്കാട്ടിൻ്റെ മണ്ണിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മണ്ണിലോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മണ്ണിലോ ഒന്നും ജോലി ചെയ്യേണ്ട ആൾക്കാരോ സേവനം ചെയ്യേണ്ട ആൾക്കാരൊന്നുമില്ല. ഓരോ ജോലി ഒരു സേവനം ലോകത്തെമ്പാടും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സർവീസ് ഇപ്പോൾ ആവശ്യമുള്ളൊരു കാലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അതിവിദൂരമല്ലാത്തൊരു കാലമാണ് കാണുന്നത് പറയും. ഇപ്പോൾ നമുക്കറിയാം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എല്ലാ രംഗത്തും എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയോട് മോഡലാണ് ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ. സ്പിരിച്വാലിറ്റിയിൽ എന്ന് പറയുകയാണെങ്കിൽ എന്നു മുതൽക്കോ മോഡലാണ് ശരിക്കും എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ആ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും തിരസ്കരിക്കരുത്, എന്താണെന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ തന്നെ തുടങ്ങുക, നേരത്തെ തന്നെ തുടങ്ങുക. ചിന്മയ മിഷന് നല്ല നല്ല കോഴ്സുകളുണ്ട്. അതിനാണ് ചിക്ക് എന്ന് പറഞ്ഞ യൂത്തിനുള്ള പ്രോഗ്രാമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതിലൊക്കെ ചേരുക, പഠിക്കുക. എന്തായാലും എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു എന്ന് പറയുകയാണെങ്കിൽ ഒരു ഭാവി, നല്ലൊരു ജീവിതം എന്ന് പറയുന്നത്, അതായത് എല്ലാവരെയും സ്നേഹിച്ച് അതേപോലെ തന്നെ പറയണമെങ്കിൽ ഒരു നല്ല തലമുറ ആവട്ടെ, നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കട്ടെ, നല്ല പൗരന്മാരാവട്ടെ അടുത്ത ഭാരതത്തിൽ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹരി ഓം. താങ്ക് യു ശ്രീ MP ദിനേശ് ജി. ഒരു ഗുരുവിൻ്റെ വാത്സല്യത്തോടെ വിജ്ഞാനം എല്ലാവരിലേക്കും പകർന്നു നൽകി ഈ വേദിയെ ധന്യമാക്കിയ ശ്രീ MP ദിനേശ് ജിക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വിദ്യാവിതർക്കോ വിജ്ഞാനം സ്മൃതി തത്പരതാക്രിയ യസ്യൈതേ ഷഡ്ഗുണാസ്തസ്യ നാസാധ്യ മതിവർത്തതേ. Nothing is impossible for those who have these 6 virtues: knowledge, logic, science, memory, readiness, and ability to function. This saying holds true for one of the greatest mentors and leaders Bharat has ever had. That is, Chairman of the Indian Space Research Organization, Shri S. Somnath ji. On August 23, 2023, as the soft landing of Chandrayaan-3's Vikram lander on the moon ignited celebration throughout India, under the strong leadership of this great diplomat, Bharat rekindled our potential to venture into the unknown, from India to infinity.
a brilliant scientist who's instrumental in taking forward India's space dreams to new heights, a visionary leader who always has staunch faith in his principles and legacy imbibed from our great culture. To illumine us on the topic of application of Indian knowledge system in modern science and research, we welcome with great pride Shri Dr. S. Somnath Ji to this Advaita Bhumi of Udbodhan, the mega youth meet of Samskaara. Once again, we welcome you with great round of applause, our dear chairman, Dr. Shri S. Somnath Ji, onto the dais. എല്ലാവർക്കും നമസ്കാരം. I was wondering whether I should speak in English or in Malayalam. Then I thought I should use both the languages. So Swamiji is here and many of you must be knowing English and Malayalam both without any difficulty, I believe. So let me start by greeting all those who are on the dais. Sampoorna Swamiji, Sri Srijit Panikar, Sri Dinesh Ji, and all others who have joined here, invitees and young people. My greetings to you all for this program. I was asked to speak about the Indian knowledge system and its connect to the modern science. When I was thinking about this topic, I just thought that I should speak about stars. I think all of you, on a clear night time that you would have watched stars in the sky. When you look up, you see thousands of stars. Not really thousands, I don't know, countless number of stars. And all those stars that are blinking there, they appear every day, every night. And you can see that it's a little bit movement. Have you ever imagined that none of these stars are really there at that moment, given moment, that you are able to see them, but they are not really there? What you are actually seeing is a picture painted many years back. Because those light from those stars started traveling many years back and then ended up in your eyes just now. So what you are really seeing is history or a picture that was painted many years back. Not just 1 year. The closest star, the Alpha Centauri, is just 4 light years away. And then some of them are 25 light years away, some are 100 light years away, some are thousands of light years away. And you can imagine that the light started from there thousands of years back, traveled all the way unobstructed, and was able to reach your eyes today. And so you are so fortunate to receive those photons from those stars in your eyes. We started this journey thousands of years back, and you are witnessing the history. And it equally brings in another thought in your mind. Are they really there? Or it's just an illusion? In fact, it is an illusion. None of them are there. Maybe some other stars are really there at this moment, not the one which you are able to see. See, this simple thought of stars in the sky actually prompts you to think far beyond it. I think our rishis and many other people who thought about it would have really thought about how this universe came about. And today we know the observable universe, which you all know today, the galaxies and systems that we know, started from a big bang somewhere back in 13.5 or beyond billion years back, and has been expanding that observable universe. And all this knowledge of this universe that we know today, the observable one, came out of the technology that I happen to work in, the space technology. We were able to build rockets, we were able to build satellites, we were able to launch them into the space, not India alone, many other nations. Telescopes which can look deeper into the universe and capture those lights that are coming from far beyond, travel for 13.5 billions of years, may not be 13.5, maybe 12 billion years, 11 billion years.
and able to see those pictures of those galaxies that existed at that point in time. And the recent one, the Kepler, I think many of you may be knowing the Kepler telescope, which the America has launched, was able to bring about images of universe, formation of galaxies and stars back in 12 billion years. Just imagine the thought, 12 billion years back, some light traveled through the space, it got redshifted and moved all the way to reach the Earth and then in the orbit of Earth and then captured as an image in a telescope. And this imagination itself will keep you, wondering about the way in which the universe is working. And this actually gives us such a thought that the stars which are there, new stars are being created every day, and stars are dying every day, hundreds of them colliding with each other, exploding, becoming supernovas and black holes. And today, because of this knowledge, we know each one of us are the children of stars. We know that today. Because the elements that exist in your human body, the carbon, the nitrogen, the oxygen, the iron, the copper, all those elements that exist on Earth today are the result of explosion of stars. Otherwise, none of these elements can be actually created, we know. The sun is burning with hydrogen and converting into helium. Helium then burns to become carbon. Carbon burns to become some other element. And finally, iron is created. Up to iron can be created in a star like sun, but higher elements are created in much bigger stars. Millions and billions of years back, such stars exploded and sent all these elements into the vast expanse of the universe. And they all coalesced to form objects like Earth. And today we are here, the children of those star dust. Today we know the story of how human beings came about just by the knowledge of the universe, how it actually got created. Do you really wonder about thinking about all of this? I think young people who have a passion for science and technology and space especially should think about it and just wonder what exactly is happening around us. And none of this happening that is even for the Milky Way galaxy, the hundreds of stars that are colliding each other, we are unable to even observe and understand. Today we know that our galaxy, Milky Way galaxy, is going to collide with another galaxy after 4 billion years later, and we will all merge into become another galaxy. The whole concept of the universe, which we know that scientifically explained, may not be the complete picture that we know. I think there are many other dimensions of it. Today the science is struggling to explain the existence of this universe, what actually constitutes the energy, what are those particles that actually makes all of this in the microscopic level, the atoms, the fundamental elements, the particles that we talk about, and finally ended up in talking about string theory. And the string theory talks about the fundamentals of elemental particle creation. It also talks about dimensionality of the universe. As we see today, the dimensions as human beings can perceive is only 3. We can see length, breadth, and height. We can't see any other dimension. Of course, time is also a dimension. We know today by experience, not by feeling. We can't actually feel that. The 4th dimension is actually being taught into your mind, that you have a time and time is running. So we know it. Beyond this, we are unable to even perceive the dimension of the space, and we know today the space is actually 11-dimensional space. The scientifically explained very well how through the string theory that the whole universe and the particles can be explained through the 11th dimensional space, and human being has no way to even understand what exactly it is. In those complexities, have you ever wondered how human beings ever conceived this idea of the universe? Many hundreds and thousands of years back, there were rishis and people in this part of the world. I think wherever human beings originated, they would have all looked at the stars and they would have wondered and thought about how all this came about. Where I am, in which part of Earth that we know today, where this Earth is, the solar system is, the whole universe is. And the brilliance of the human mind conceived certain ideas. And those ideas,
that came out at that point in time in this subcontinent that we call as the Aryavarta supersedes many of those thought processes actually happen in other cultures like the Babylonians or many other Mesopotamians which ceased to exist. I think many had different way to explain the universe as it sees today. But one of the best of those explanations that we know today came from this land, that the universe is infinite and there are multiverse system, there are multiple universes that exist at the same time. We know today that they thought about even cyclic nature of the universe, the beginning and the end of the universe, and the time that flow through this as a continuous element in all of this creation and those cycles that actually runs through this. I think all these thought processes without actually experimenting them. I think this shows the brilliance of the mind of the people who lived here thousands of years back, way back in 2000, maybe 3000 BC to possibly something like 500 to 800 AD time frame. Much of those works were done in creating those ideas about the creation of the universe, the time, the cyclic nature of the universe, etc. But if you look at the other cultures, you will wonder, many of those thought processes result in only more simplistic way of the universe. But the complex nature of the universe as we know today scientifically were even imagined by those brilliant minds at that point. I think this is the greatest of the thought processes that happened in the ancient knowledge system that we know to the Indian, we call it the Indian knowledge system. I think this itself makes me wonder what type of brilliance that people were having at that point in time. We know many other things. Actually, we talk about the creation and the destruction of the universe. But at the same time, we will also know that the equally good scientific and technical knowledge existed in this part of the world. Look at mathematics. The Indo-Arabic numeral system which traveled from India way through the Arabic to the Europeans is an example, classic example of, again, the similar thought process existed during those periods, something like 500 BC to maybe to 500 AD time frame. I always wonder, because I being an engineer, a scientific domain working person, I always wonder those equations that I use day in and day out. I think all of you know those Newton's equations, Newton's laws, which governs most of the movement of the planetary system. We use it every day to calculate how our rocket moves, how our satellites rotate around the Earth. Though Newton's laws are very simple in nature, but they are sufficiently enough to explain most of those physical processes that happen. How these equations came about, where from the knowledge came to Newton to build these equations. Einstein once said, I am able to see far beyond because I am standing on the shoulders of those giants. I think he didn't refer to those giants, who they are, but we know there are many, many giants existed prior to Einstein who actually contributed to create those theorems that we later put forth in the form of E is equal to mc square and many other equations that he brought out of the similar principles. We always associate these findings to some of the European scientific discoveries. For example, Maxwell's equations, the Newton's equations, the planetary motions, the electron finding, and many, many others. And where are those people who found out some basics much earlier? Their names are not even heard. For example, we know about the Brahmagupta. His seminal contribution is in introduction of zero. I think all of you know that there are no disputes today that the zero is such an important numerical place that we have to put in Indo-Arabic numerals. Without zero, much of the mathematics becomes very extremely difficult. I think many of you know Roman numerals. I think those who know Roman numerals will understand. If you want to really do mathematical calculation using a Roman numeral system, it will be really impossible to do the computational calculations that we do today. Without the decimal system and the Indo-Arabic numerals incorporating zero, none of the mathematics as we know today could have ever happened. I think this is wonderful thing to happen during those time frames. Similarly, Brahmagupta found out many of the geometrical principles. Even, some of you may be knowing sine, cos, etc. I think those were introduced, the trigonometric relationship that existed in triangles. I think this can be found in Brahmagupta. Similarly, talk about Aryabhatta.
Aryabhatta is credited with, I don't know whether Aryabhatta is a single person or no, it must be a name given to many generations of scientists possibly, because he deals with astronomy, he deals with trigonometry, deals with algebra, because even algebra, algebra is one of the finest of mathematical concepts, associating symbols to variables and then solving them for finding solutions. It's a really very interesting way of solving complex mathematical problem. Even discovery of pi to a reasonable accuracy has been found out in some of the works of Aryabhatta. Even, the number system, as we know today, came out of Aryabhatta. I had opportunity to look at the book called Surya Siddhanta. I think you can even find that book now available in Sanskrit and also translation. Those who are interested in reading such books, you can read. It talks about planetary system. But of course, the planetary system conceived in Surya Siddhanta is not heliocentric. That is not Earth-centered. It's not sun-centered. It is actually Earth-centered. And the sun and planets and all stars all move around Earth. Of course, that is an error we know today. But using the relative motions that can be calculated with Earth and other planetary system, very reasonable, accurate calculations have been done. And one of the very important outcome of that Surya Siddhanta is the motion of all these planets and sun around Earth has been very well calculated, and equations are available that book. I had opportunity to read and then find out that the number that they are calculated for the circumference of Earth, the diameter of Earth is very, very accurate, maybe in hundreds of kilometer accuracy. Even the diameter of Moon is calculated in that book and is reported as very close to the present diameter. And I don't know how these people were able to do this measurement at that point in time. Similarly, is the case with the Bhaskara, who had worked greatly on number systems and number calculations. And later our mathematical genius, our Ramanuja, who has been one of the pioneers in the number theories and related mathematics, possibly could have been blessed by these great men, Aryabhatta, Brahmagupta and Bhaskara, to create another legend like Ramanuja in this country. I think we cannot forget that the mathematical school that existed in Kerala, I think this is also well known and well documented. But it happened much later, not in those early periods of time. For people like me, flying is always an interesting thing, like space flight. People traveling beyond Earth, overcoming the gravity of Earth, putting satellites in orbit, or even flying an airplane has always been a fascination. But then you can always find references of this in ancient books. Some of them could be true, some of them need not be true, because similar references are found out in other works of other cultures as well. But some of the findings that happen, that you can find out is about the Vimana Shastra. How heavier than air objects can actually fly. Possibly this could be a dream, but if you go deeper into those materials that are available for you to read, you will come to some conclusion that it's not just a dream, it is some actual work would have been done by these people, especially in creating a mercury vortex engine. It is understood that some of these flying vehicles, they talk about mercury, liquid metal, is being used as sort of a propulsion system. And we don't know how exactly the whole vehicle was conceived. But possibly it could be a floating object with a certain amount of thrust that has been developed to fly. And all of us know about the Pushpaka Vimana. Pushpaka Vimana is supposed to be the flower chariot that was built by Brahma, handed over, and ultimately, with the Ravana, where the whole story of the Pushpaka Vimana is well known to all of you. But the technology of flight, though it was not well documented in terms of the engineering aspect of it, we know today at least the concept of flight and the way to hover, even to keep it floating at one place, how to do that, how to control it, what type of things are required to make an aircraft fly. At least these are available in descriptive form, but not exactly in the engineering form to say that exactly those things were done or not. There are still controversies. But at least we know today some of those concepts existed. Possibly in later years they were taken over and moved from this part of this world through the Arabic world and then to the Europeans. And this is something that we should understand, the historical evolution of knowledge.
from the early settlements here in India to the Western world, how it happened and how it got buried there for centuries, later renovated after those war crosses were over in the European, and how the knowledge were further captured by the Europeans to convert to the present knowledge system in science and technology that we know today. I think these are very important topics, and even you can find references to even space flight. One Raja looking for his daughter's husband, possible husband, traveled from Earth to another planet using a space flight. This is also being referred to in one of the early literatures. How he traveled, I think I do not know, but then even a reference to a possibility of a flight from Earth to another planet also been described as a space travel. I think all of this really talks about the imagination or the thought process of those brilliant minds at that point. But then how the engineering was done, how that came out in reality is something which is not very well known or well documented. Of course, this becomes a point of contention. Every time we spoke about ancient engineering or science, many critics come about and tell that, yes, we are simply talking about the previous heritage and we actually did not contribute much to the science and technology. This is a general criticism that we hear. I think we must also agree to some part that it has a historical connection. Why this didn't happen, why it didn't mature into a science engineering outcome from this part of the world is something that we know today why it happened, because of the continued invasion that happened to this part, suppression of those knowledges and ability of those rulers at that point in time not to promote those knowledge system to create very vibrant science and technological institutions at that time, but for those that existed in Ajanta, Takshashila, etc. Even it was not the case with Europe. Even for Europe, even those knowledge were able to be transferred from India through the Arabic world to the Europeans. It didn't flourish even in Europe that we know today, because of the dominance of the religion and dominance of those suppressive governance and not an integrated way of looking at scientifically into these materials and develops technologies around it. Did not even happen in Europe until the beginning of the 18th century, maybe, or 17th to 18th century time frame. So, why? And similarly, even look at other domains. For example, even medicine. You will find a lot of references on the earlier works done on looking at the human physiology, the human well-being, the Ayurveda, Shastra. Out of many of those medical practices that existed, looking at disease prevention, better lifestyle, etc., Ayurveda encompasses much more completely than many other streams of medicinal practices existed at that point in time. Though the modern medicine definitely has an edge over many of these early medical systems, but as a human body well-being, which is looked at as a completely from how you should conduct yourself from body to mind, and its connections are described very well in Ayurveda. Of course, it has its own medical treatment and practices, which is still surviving. Out of many of those early medical practices, Ayurveda is still one of the thriving medical practices as we know today. Even the discussion on topics like surgery, even dentistry, etc., are well documented. The type of tools that are used at that time by the Charaka is some of the information that we know today. Another important domain, as I see it for me, like an engineer, is metallurgy. The early metallurgical activities that happened in this part of the world were really wonderful. For example, if you look at the copper smelting, the copper is something that is very difficult to extract from the ore, but that was successfully done in this part of the country. Maybe it was also done in some other part of the world. Copper has been one of the early material that has been extracted from ore. But the uniqueness of India was in zinc metallurgy. Zinc is something very difficult to extract. And very complex technology was developed in India, and only in India. This was way back in early BC to later AD time frame. Zinc melting was going on in India, and the whole of this Europe and many other people were coming to India to get zinc. And zinc is an important element for alloying copper.
and also for later for steel as well. So zinc was very much in demand at that point, and they're the only nation that knew how to smelt zinc was India. And even it is well documented. And even look at steel. You know, iron is well known to all of you, but iron mixed with carbon is called steel. And the carbon in very small quantity, when you add, and carbon dissolves in iron, it becomes steel. It becomes very strong as we know today. But this process of incorporating carbon in iron was the process that was developed in India. And when Alexander invaded India, one of the gifts that was given to him was 30 kilograms of steel. That is recorded in the history. Because to make swords and many other weapons, the finest of the steels were all melted in southern part of the country. It is well known. And later we know Britishers destroyed most of the industries of melting, smelting and steel making, etc. that existed in this country by a systematic manner so that no trace of that remains today. Which part of the world, country was actually very, very prosperous in steel processing. And many other metals. You know, the stupa, that iron pillars that is existing today without rusting. The process of incorporating other elements in primary materials like iron, copper, etc. was discovered as a result of very ingenuity of our technicians at that time, metallurgists at that time. And the wrought iron processes which existed there to produce such a beautiful casting of that iron pillar stands testimony to the skill of those artisans today. But when we talk about all of this, I always wonder what happened to all this today. Where all these people vanished? The people who created the metal. People who are actually creating this new knowledge, taking them away from here, and then destroying the generations of people who had a trace of this knowledge
so as to have monopoly of this knowledge in their country. I think this also would have happened in the periods of invasion. I think all of this would have caused certain amount of destruction as well as the removal of those knowledge from our system. But then we must be aware about it and we must be conscious about it in the future. But today, young youth who are into science, technology, engineering, science, etc., must be very passionate to understand this topic and also contribute to the new domain of knowledge creation. And I would like to end my talk in talking about some of the new domains that we must work in this country. I think this is important. And it's equally important not only to talk about the history, our contribution, etc., but what we are supposed to do today. I think that is more relevant than that simply riding on the past and then riding on the past glory. Today, India is one of the leading nation. I think we know that we are one of the 5th economic power. In science, engineering and technology, I think we are not inferior, though we are not the top. For example, some of the current domains that we dominate, of course, in the domain of software, I think all of you know that we are one of the most leading nation where the best of the softwares are written, or Indians are the ones who are capable of writing one of the best of the softwares, algorithms. That goes into computers, that goes into even artificial intelligence that we know today. More into the business software development than the core engineering development. Of course, core engineering, software development, also there are great contributions by Indians world over. Another domain that Indians dominate today are the domain of medicine synthesis. As you know, the drugs, the pharmaceuticals. India is one of the hub of manufacturing of low-cost drugs in bulk, and we are one of the greatest exporters of generic drugs in this domain. When you look at the engineering or in metallurgy, for example, I know while working in ISRO, we have been able to get technology from outside, like the Russia, the French, etc., in building rockets. It also came with a challenge of building many new materials. And I can tell you that all these materials which were identified to be used for this complex rocket were all later developed in India. Today we are one of the finest of metallurgists, finest of material scientists in this country. India is one of the hub of manufacturing of steel, aluminum, zinc, copper, etc. in bulk quantities. And we have the great capability to even alloy them and make one of the finest of the materials in the world. I think this domain is also one of the very, very strong domains in India. But of course, a lot of work needs to be done to expand it. We are also very good in agriculture. You look back and then the pre-independence time where we had famine. Today, with the 35 crore people, today with the 140 crore people, we have reasonably overcome the famine, and our agricultural production is one of the highest today, with excess agricultural produce to even to export. I think it's not a small accomplishment as far as this nation is concerned. We are very strong in space technology. I think we are one of the leading spacefaring nation with a capability to build any mission for any place to launch. We have our own rockets, we have our own launch stations, we have our own technology to build rockets and satellites for the use by Indian, for any applications, even for peace or for surveillance. You look at our nuclear technology. We are atomic energy, indigenous capability has been developed by the Homi Bhabha and others. I think we have large number of production capability, and this is going to expand in the coming days. Some of the weakness that we had in the past has been now looked at by the government in very strong manner to overcome. One of them is the chip manufacturing. Electronics, hardware development and design has been lagging in this country for the last so many years. In the post-independence time, we have not given enough attention to build that capability in this country. This is something that missed the electronic revolution. Chip manufacturing is very crucial. We know today, tomorrow's petroleum is nothing but chip. In every car that we run today, we know there are 30, 40 processors.
They are controlling the car today. Earlier there were only nut bolt technology. Today cars are all electronic. I think every device that you handle are full of chips. And if you are not able to make chips in large numbers, which will cost you even paise maybe much later when you are producing large numbers, we will never be able to catch up with the rest of the world. So here again, the government is putting a lot of effort. Last few years, incentives have been given to increase the chip production. And I am sure in another 10 years or so, we should be able to build that technology capability in this country to produce chip in large quantity to meet the commercial sector. We also have challenges in many other areas. For example, medical diagnostics is another core area that India has to expand its capability. Because we have huge population, to reach medical support to 1.4 billion of people is a huge challenge for the nation. And many technologies are being developed to identify disease and take preventive action. Here again, the technology is related to chips, electronic way of identifying disease, giving treatment based on those quick way of identification of disease. For example, one of the technology I had opportunity to see at Indian Institute of Science, Bangalore, is to take a very small sample of your blood and it pass through certain electronic devices. It will check your various parameters very fast and will be able to give you the result within no time. Very inexpensive testing methods. I think our hospitals across the country requires such very inexpensive testing methods for diagnosis of many diseases. Similarly, your eyesight testing, I found a very innovative way of developing a eye testing machine. Even looking at other fluids that comes out of the urine and other stool testing, etc. There are quick testing methods have been developed by many people in this country, and this should become one of the important tools for us to improve the healthcare sector in a big manner through technology infusion. We have to work in technologies like IoT. In fact, IoT is an emerging domain. Internet of Things, I think possibly you know about it. If you make sensor systems that you can deploy, you will be able to handle many more things. For example, in agriculture. This is one area we are working in ISRO. We are looking at agriculture in very serious manner using remote sensing satellites. Suppose you have a field where you are going to have agriculture. You want to find out whether it is ready for agriculture. You can sense it from space and identify whether it has enough water, whether it has enough nutrients in the sand. By looking at the sand, you can identify that. And after the seeds are sown, the growth can be seen. And you can make predictions of whether the yield will be very good. And this can be integrated with IoT. For example, if you put a sensor in the field, you will be able to find out the soil moisture content. You can also find out the nutrients there, and it can transmit this data to the satellite. And the farmer will get warning if the water is scarce and when the pumping should start. This can also be connected through internet and do automatically. And if you do it for large scale, the ability to handle agriculture in a very automatic manner through space technology, IoT, etc., is something which is required for this nation. Recently, we have been doing surveys across the country to find out which are the new areas which our agriculture should expand. For example, our population is going to further increase from 1.4 billion to may become around 1.65 billion and stabilize. And for all of us to be given food in a continuous manner, irrespective of the climate change, the global warming, it's going to be a huge challenge for the nation. In the coming days, don't expect that food will be plenty all the time. All the years, agriculture production may not be as good as this year. Some year it could be a drought, and you will end up with serious troubles unless you look at agriculture in a very serious manner. And this also has to go with the other crops which are economic yielding, like other, for example, sericulture, horticulture, then flower culture, and many other activities. Identification of land and getting into economic agriculture activities and to produce huge profitability out of this is something very important. Another domain India has to become leader is in terms of greener energies. For example, our energy sector is something really still low consumption of energy. For example, per capita consumption of an Indian energy is still one of the globally lowest. This has to increase. And this is a measure of our prosperity. It's a measure of our industrialization. It's a measure of our lifestyle.
if it has to increase, how to increase without causing harm to the nature is something very challenging for us. Our energy sector still depends on coal in a big manner, and coal burning has its own consequence. But of course, coal economy will not vanish in another 20, 30 years. That much of coal we have, and that much of technologies have already been in place. So to get rid of coal is a big challenge. But we have to slowly change the dependence on coal and go to more and more greener energies. This is another technology work that India is currently focusing on. And this comes out of two areas. One is hydrogen-based energy economy, to generate hydrogen out of possibly water or many other gases at a cost which is much cheaper than, they say it's about 100 rupees per kilogram. If you are able to produce hydrogen, then we will have a green hydrogen economy based on compressed hydrogen. Your cars will be running with hydrogen, all your railway locomotives will be running with hydrogen, and you don't have to import any petrol. I think look at the scenario. If you are no longer importing petrol, our economy is going to be strengthened, because the dependence on import on petroleum is still very, very high, and it continues to remain very high. So this is another domain. And yet another technology in energy sector is about nuclear. To produce nuclear reactors, compact nuclear reactors capable of producing typically 100 to 200 megawatt of power. And if you are able to produce such nuclear reactors, many of the power issues in power plants, in steel melting plants, and captive power stations, if you are able to build, it's going to change. I think this is also a very important move by the government to look at how to produce compact, unattended nuclear reactors, where there is, see, today nuclear reactors are very complex systems, where people have to be there, and security, safety, explosion, all these are there. But new technologies are emerging where you can make it very, very compact and very small. And we must become a world leader in doing such things. And there are many, many areas. I talked about some of the domains that India should work to become a global leader. And once you do that, our capability in looking at the welfare of the people, especially to expand our economy, maybe become one of the top 3 nations of the world and remain there, it is a huge challenge. Unless you look at some of these key domains like the electronics revolution, energy revolution, we will never be able to reach that point. Swamiji just now talked about the young people. I think young people is the reserve energy that we have today. India is the highest of the young people percentage in the whole of the world. And if you look at the demographics, I think you will understand that, as already been told by Sri Dinesh also, we have a great advantage of having young people in this country. And they must be oriented to look at science, technology, engineering as one of the primary driver that will transform our nation. And this cannot happen just by talking in such meeting alone. It must be happening only through conscious effort that will happen in different layers of our society. It will start from education. It will start from primary education, secondary education, skilling, not only in cities but also in villages. Recently I had an opportunity to discuss on the growth of China. I think I will end with this part alone. The Western Europe, Americans all are interested to go to China and establish their factories. They say China has a distinct advantage specifically in engineering domains. Their skills are one of the highest in the world. If you really want to make a mobile phone and want to make a tooling for a mobile phone, and if you look for tooling systems in China, there are thousands of people with enough skill to produce tooling. But if you look at India, we don't have that type of skills. It's not engineering skill. It's the ability to do things in very frugal manner, very creative manner. One of the important capability that we must develop in this country is about skilling young people in multiple domains of engineering and science. Of course, equally important is higher engineering, higher science teaching, and creating stronger universities and its connect with industries equally. This is also missing in this country. One of the important connect between research institutions and industries is also missing. I think these two connects, if you are able to create, I think we can actually create a very vibrant economy
depending upon science, who will derive a lot of benefit out of science, engineering, and those domains for the growth of our nation. I would like to end my speech only to talk about the connect between the ancient knowledge, we call it the Indian knowledge system, and the present science and engineering and its applications. Of course, we take great pride in what we achieved in our past, but our pride will be in traveling through the present and creating a mark in of our nation in the world. I think we have done it through space today. Landing of the Chandrayaan 3 is an example of the capability that this nation is having. The whole of Chandrayaan was done by Indian engineers, Indian scientists, not dependent on any technology from outside. Same is the case with Aditya L1. The Aditya L1 mission, all the payloads, the 7 payloads on board were designed and developed by Indian institutions, not ISRO alone. Some of the scientific laboratories and others that we coordinated, developed them by them and students, etc. And we will continue to do that to create that type of scientific temper, scientific desire to work on topics of very great interest. And this being an example, I think this can be replicated in many other ways in those domains which I described. And the effort taken by Chinmaya Mission to organize such discussion, connecting our knowledge, our wisdom, our culture with the young people, and also talk about science and technologies is very inspiring for me, person like me from space. And I would like to use this opportunity to thank for the time given to me to speak, to convey whatever I want to tell at this point, and I will be happy to interact with you at maybe when you have enough time. Thank you so much for the opportunity. Thank you, Sri Somnath sir, for reinstilling the pride and confidence about our Bharatiya knowledge system with great detailing about every aspect. Sir, we request that it would be a great honor if you can spare some of your valuable time in answering few questions of the young Prolific writer, researcher, and a social critic, Srijit Ji is also a technological mastermind with expertise in technical documentation. Srijit Ji is a speaker with great aura who never dares to express his opinion on the socio-political situation of the modern era. He is also the founder member of Mission Netaji, a non-profitable organization that conducts research about our great Netaji Subhash Chandra Bose. An epitome of high energy and positivity, with such immense and in-depth knowledge in various fields, Srijit Palakkad is indeed the perfect person for being the one to talk to us about Sanatana Dharma, history, meaning and significance. അളവറ്റ സ്നേഹത്തോടെ ബഹുമാനത്തോടെ എന്നും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ടെലിവിഷനുകളിലൂടെയും നമ്മളോട് സംവദിക്കുന്ന ശ്രീ ശ്രീജിത്ത് പണിക്കർ സാറെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനായി സാദരം വിനയപുരസരം ക്ഷണിക്കുന്നു. Let us cheer up again for Mr. Srijit Palakkad, our chief guest of honor. പരമാദരണീയനായ സ്വാമിജി, ഭാരതത്തിൻ്റെ അഭിമാനവും ഭാരതീയരുടെ പ്രചോദനവുമായ ഡോക്ടർ സോംനാഥ് ജി, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഗുരുവര്യന്മാരെ, സ്വാമിനിമാരെ, സുഹൃത്തുക്കളെ, അങ്ങേയറ്റം അഭിമാനത്തോടു കൂടിയാണ് പാലക്കാടിൻ്റെ മണ്ണിൽ ചിന്മയ മിഷൻ്റെ ഈ വേദിയിൽ നിൽക്കുന്നത്. സംസ്കാര എന്ന ഈ ഒരു പരിപാടി യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതേസമയം തന്നെ അത് ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലമായി ഈ രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ എന്തുകൊണ്ട് ഉണ്ടാകണം, ഉണ്ടായിക്കൂടാ എന്നുള്ള ചിന്തകൾ നമ്മുടെ നാട്ടിൽ അനവധിയായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെറുതെങ്കിലും
ചില പരിപാടികളിൽ പങ്കെടുക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഒരു ഓപ്പർച്യൂൺ മൊമെൻറ്റ് എന്ന് പറയാവുന്ന ഈ ഒരു സമയത്ത് ചിന്മയ മിഷന് ഇങ്ങനെ ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കണം, യുവാക്കളെ ആത്മീയതയിലേക്ക് നയിക്കുന്നതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു സദസ്സ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞൻ്റെ കൂടി സാന്നിധ്യത്തിൽ അത് നടത്തണം എന്നൊരു ചിന്തയുണ്ടായത് തന്നെ അഭിനന്ദനാർഹമാണ്. ഈ വേദിയിലിരിക്കുന്ന മറ്റാരെക്കാളും എനിക്കൊരു ന്യൂനതയുണ്ട്. ഇവിടെ സ്വാമിജിയുണ്ട്, ഡോക്ടർ സോംനാഥ് ഉണ്ട്. ഈ രണ്ടാൾക്കാരുടെയും അടുത്തേക്ക് ചെല്ലുന്ന ആൾക്കാരെ സീക്കേഴ്സ് ഓഫ് ദി അൺനോൺ അല്ലെങ്കിൽ സീക്കേഴ്സ് ഓഫ് ട്രൂത്ത് എന്ന് വിളിക്കാം. സത്യാന്വേഷകരായിട്ടുള്ള, നമുക്ക് അറിവില്ലാത്ത ഒന്നിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടുള്ള ആൾക്കാരാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത്, ശാസ്ത്രത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓൺ എ ഡെയിലി ബേസിസ് ഈ രണ്ടാൾക്കാരും കാണുന്നത് ശാസ്ത്ര കുതുകികളായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ആത്മീയ കുതുകികളായിട്ടുള്ള ആൾക്കാരെയാണ്. സത്യാന്വേഷകർ, അജ്ഞതയെപ്പറ്റി, അജ്ഞത മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന, അറിവില്ലാത്ത ഒന്നിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് സീക്കേഴ്സ്. പക്ഷേ എനിക്കുള്ള ന്യൂനത, അറിവുണ്ടെങ്കിലും അറിവില്ല എന്ന് നടിക്കുന്ന കുറേയധികം ആൾക്കാരോടൊപ്പം കഴിയാനാണ്. സത്യം എന്നത് പുറത്തറിയേണ്ട എന്ന് ശാഠ്യം പിടിക്കുന്ന കുറേ ആൾക്കാരോടൊപ്പമാണ്. അൺനോണായിട്ടുള്ളത് അൺനോണായി തന്നെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് എൻ്റെ പ്രവൃത്തി മണ്ഡലം. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ന്യൂനതയോട് കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡിൽ ഒരു വലിയ ഹോർഡിങ് കണ്ടു, ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്ത്. ഒരു TMT സ്റ്റീൽ ബാർ കമ്പനിയുടെ പരസ്യമാണ്. ഡോക്ടർ സോംനാഥ് ജി ഇവിടെ സ്റ്റീലിനെ പറ്റി പറഞ്ഞു. ഇൻഡിസ്ട്രക്റ്റബിൾ എന്നാണ് അവിടെ എഴുതിയിരുന്നത്, നശിപ്പിക്കാൻ സാധ്യമല്ലാത്തത് എന്നാണ്. എന്തുകൊണ്ടാണ് ഒരു വസ്തു ഇൻഡിസ്ട്രക്റ്റബിൾ എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അൺബ്രേക്കബിൾ എന്ന് പറയപ്പെടുന്നത് എന്നതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എന്ത് തരത്തിലുള്ള വസ്തുക്കൾക്കാണ് അൺബ്രേക്കബിൾ എന്ന് പറയാറുള്ളത്? നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങുന്ന കട്ട്ലറി ഐറ്റംസ്, ക്രോക്കറി ഷെൽഫിലൊക്കെ നമ്മൾ ഇരിക്കുന്ന, ഒരിക്കലും ഉപയോഗിക്കാത്ത കുറേയധികം സാധനങ്ങൾ ക്രോക്കറി ഷെൽഫിൽ വെക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവും. ഇതിൽ പലതിലും എഴുതിയിട്ടുണ്ടാവും അൺബ്രേക്കബിൾ എന്ന്. അതേപോലെ തന്നെ ഒരു സ്റ്റീൽ ബാർ, അതിൻ്റെ പരസ്യത്തിൽ അത് നശിപ്പിക്കാനാകാത്തതാണ് എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു ടെലിവിഷൻ സെറ്റിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും അത് വാങ്ങുന്ന സമയത്ത് ഇൻഡിസ്ട്രക്റ്റബിൾ എന്ന് കണ്ടിട്ടുണ്ടോ? അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു വിളക്ക്, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പരസ്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതിനർത്ഥം നിങ്ങൾ ഏത് രീതിയിലാണോ ഇത് ഉപയോഗിക്കുന്നത് അവിടെ അത് ബ്രേക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്, അത് ഡിസ്ട്രക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ തരണം ചെയ്യാനുള്ള സ്വയം ആർജിതമായിട്ടുള്ള ഒരു കഴിവ് ഈ വസ്തുവിനുണ്ട് എന്നതിനെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് ആയിട്ട് വെച്ചുകൊണ്ടാണ് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ് അല്ലെങ്കിൽ അൺബ്രേക്കബിൾ ആണ് എന്ന് പറയുന്നത്. അതേപോലെ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിറ്ററൽ മീനിങ് തന്നെ അത് നശിപ്പിക്കാനാകാത്തത് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ധർമ്മം നശിപ്പിക്കാനാകാത്തതാണ്, എല്ലാ കാലത്തേക്കുമുള്ളതാണ്, ഇറ്റ് ഈസ് എറ്റേണൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാലാകാലങ്ങളായിട്ട് ഒരുപക്ഷെ കുറേയധികം ആൾക്കാർ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അതിൻ്റെ പ്രവൃത്തി മണ്ഡലം ഏതാണോ ആ മണ്ഡലത്തിലുള്ള സഹവാസം കൊണ്ട് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലായിരിക്കാം. ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി ചിന്മയ മിഷനിൽ നിന്ന് എന്നെ സമീപിച്ചത് ആഴ്ചകൾക്ക് മുൻപാണ്, ഒരുപക്ഷെ മാസങ്ങൾക്ക് മുൻപാണ്. അത്ര വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനിങ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ നന്നായിരിക്കും എന്നൊരു നിർദ്ദേശമുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് സത്യത്തിനെ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ മാത്രമല്ല, സത്യത്തിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന, അസത്യത്തിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓഡിയൻസിനെ ഒരു കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുക എന്ന് പറയുന്നത് അതീവ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. സനാതനധർമ്മം എന്താണ് എന്ന് ഒരാളിനെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഡിയൻസിനെ ബോധിപ്പിക്കാൻ എളുപ്പമല്ല. ഒരുപക്ഷെ ചിന്മയ മിഷനെ
വരുന്ന ഓഡിയൻസ്, ചിന്മയ മിഷൻ്റെ മുന്നിൽ വരുന്ന ഓഡിയൻസ് സത്യാന്വേഷകരായിട്ടുള്ള ആൾക്കാർ, സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു പ്രീഡിസ്പോസിഷനോട് കൂടി വരുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരെ ബോധിപ്പിക്കാനായിട്ട് എളുപ്പമായിരിക്കാം. പക്ഷേ എൻ്റെ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഇത് ഏത് രീതിയിൽ ഈ വിഷയത്തിനെ സമീപിക്കാം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പല രീതികളിൽ ഇങ്ങനെ ആലോചിച്ചിരുന്നു. സനാതനം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദാറ്റ് വിച്ച് ഈസ് എറ്റേണൽ, എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നത്, നാശമില്ലാത്തത് എന്നാണ്. അതിനെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു ബോധിപ്പിക്കുക? സനാതന ധർമ്മം എന്ന് പറയുന്നത് തന്നെ നിരവധി ധർമ്മമൂല്യങ്ങളുടെ, നീതിയുടെ, സത്യത്തിൻ്റെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു രൂപമാണ്. അതിനെ കുറേയധികം ഗൈഡ് ലൈനുകളാക്കി സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ, സാധാരണ രീതിയിലുള്ള ഗാർഹിക വൃത്തിയുമായി പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ, വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക ക്ലാസ് ഓഫ് പീപ്പിളിന് മാത്രമല്ലാതെ എല്ലാ വിധത്തിലുള്ള ആൾക്കാർക്കും എല്ലാ കാലത്തേക്കും അനുകരണീയമായിട്ടുള്ള ഒരു മാതൃകയാണ് സനാതനധർമ്മം. അത് എന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ ഒരുപക്ഷെ ചിന്തിക്കാൻ കഴിയുന്ന, രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ആർക്കിയോളജിക്കലായിട്ട് നമുക്ക് ഒരു തെളിവ് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഏതൊരു കാലഘട്ടം നമുക്ക് ട്രേസ് ചെയ്യാൻ കഴിയുമോ ആ കാലഘട്ടത്തിലെല്ലാം തന്നെ സനാതനധർമ്മം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇതിന് നാശമില്ലാത്തത് എന്നതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരാനായിട്ട് എളുപ്പമാണ് എന്ന് നമ്മൾ കരുതിയേക്കാം. പക്ഷേ അത് വളരെ ശ്രമകരമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഓഡിയൻസാണ് പലപ്പോഴും എനിക്ക് കിട്ടുക. പക്ഷേ ഇന്ന് ഈ വേദിയിൽ ഈ ജനുവരി 28 നിൽക്കുമ്പോൾ സനാതനധർമ്മം എന്തുകൊണ്ടാണ് നാശമില്ലാത്തതാകുന്നത്, എന്തുകൊണ്ടാണ് സത്യമുള്ളതാകുന്നത്, എന്തുകൊണ്ടാണ് ധർമാധിഷ്ഠിതമാകുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരാൾക്കും പറഞ്ഞു തരാൻ എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊരു ചരിത്രപരമായിട്ടുള്ള മുഹൂർത്തത്തിന് സാക്ഷികളായിരുന്നു. എങ്ങനെയാണ് 500 വർഷക്കാലം അസത്യം കൊണ്ട്, അധർമ്മം കൊണ്ട് സനാതനധർമ്മത്തിനെ ഇല്ലാതെയാക്കാനായിട്ട് ആൾക്കാർ ശ്രമിച്ചിരുന്നത്, അതിനെ അതിജീവിച്ചുകൊണ്ട് സനാതനധർമ്മം മുഖ്യധാരയിലേക്ക് വരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, കഷ്ടിച്ച് ഒരാഴ്ച മുൻപ് നമ്മൾ അയോധ്യയിൽ കണ്ടതാണ്. നാശമില്ലാത്തതായതുകൊണ്ടാണ് അയോധ്യയിലേക്ക് രാമക്ഷേത്രം തിരികെ വന്നത്. സത്യമുള്ളതുകൊണ്ടാണ് അയോധ്യയിലേക്ക് രാമക്ഷേത്രം തിരികെ വന്നത്. നീതി അതായിരുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം അതിന് അനുമതി നൽകിയത്. അപ്പോൾ അങ്ങനെ നശിപ്പിക്കാനായിട്ട് പല ആൾക്കാരും ശ്രമിച്ചിട്ടുള്ള, കാലാന്തരത്തിൽ ഒരു പക്ഷേ കുറേയധികം തന്നെ അവരെല്ലാവരും തന്നെ വിജയിച്ചിട്ടുള്ള ചില മൂല്യങ്ങളെ പോലും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ചില കാലഘട്ടങ്ങളുണ്ടാകും, ചില വ്യക്തികളുണ്ടാകും, അതിന് സാക്ഷാത്കാരമുണ്ടാകും. അതാണ് സനാതനം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് നാശമില്ലാതെ ഒരു കാര്യം നിലനിൽക്കുന്നത്, എന്തുകൊണ്ടാണ് സനാതനം സനാതനമാകുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്കൊരു പക്ഷേ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉദാഹരണം അയോധ്യയിലെ രാമക്ഷേത്രമാണ്. നമ്മൾ ഈ നിൽക്കുന്ന കാലഘട്ടത്തിൽ സനാതനധർമ്മം ഇതേപോലെ തന്നെ മുൻപ് പല കാലഘട്ടങ്ങളിലും നേരിട്ടതുപോലെ തന്നെയുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ന് സനാതനധർമ്മം നേരിടുന്ന വെല്ലുവിളികളെല്ലാം തന്നെ വരുന്നത് സനാതനധർമ്മത്തെ, സനാതനികളെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള ആൾക്കാരിൽ നിന്നാണ് എന്നതുകൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം എന്നതിനെ പറ്റിയിട്ടുള്ള നിയമാവലിയുണ്ട്. ഓരോ പൗരൻ്റെയും അവകാശങ്ങളും ചുമതലകളും എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. നമ്മുടെ ഭരണ സംവിധാനം, നീതി നിർവഹണ സംവിധാനം, ഇതൊക്കെ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ച് ഒരു പുസ്തക രൂപത്തിലാക്കിയിരിക്കുന്ന സംഹിതയാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന നമ്മൾ സ്വീകരിച്ചതിന് ശേഷം 75 വർഷങ്ങൾ പിന്നിടുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഗണതന്ത്ര ദിവസം ആഘോഷിക്കുകയും ചെയ്തു. ഇതേ ഭരണഘടനയെ ഉയർത്തിക്കൊണ്ട് പല ആൾക്കാരും ഈ സനാതനധർമ്മത്തിൻ്റെ തിരിച്ചുവരവിനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അതേ അവസരത്തിൽ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലും ഈ പുസ്തകത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ആൾക്കാർ സനാതനധർമ്മത്തെ എതിർക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ആലോചിച്ച് നോക്കേണ്ടത്. ഈ ഗ്രന്ഥം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൽ
അനുച്ഛേദങ്ങൾ 25ഉം 26ഉമുണ്ട്. നിങ്ങൾക്കും എനിക്കും എല്ലാ ആൾക്കാർക്കും ഒരേപോലെ തുല്യമായിട്ടുള്ള അവകാശം മതപരമായിട്ടുള്ള ചിന്തകൾ, വിശ്വാസപരമായ ചിന്തകൾ, ആരാധനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നിങ്ങളുടെ മതനിഷ്ഠയ്ക്ക് അനുസൃതമായി അനുവർത്തിക്കാനുള്ള അവകാശത്തെ മൗലികാവകാശമായി നൽകുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് നിങ്ങളുടെ റൈറ്റ് ടു വർഷിപ്പ്, റൈറ്റ് ടു റിലിജിയൻ, റൈറ്റ് ടു പ്രാക്ടീസ്, പ്രീച്ച്, പ്രൊപ്പഗേറ്റ്, പ്രൊഫസ് യുവർ റിലിജിയൻ. ഇത് ആരെങ്കിലും നമുക്ക് തരുന്ന ഔദാര്യമല്ല, നേരെ മറിച്ച് മതവിശ്വാസമില്ലാതിരുന്ന, ആരാധനാവിശ്വാസമില്ലാതിരുന്ന, യാതൊരു വിധത്തിലുള്ള ഈശ്വര സങ്കല്പങ്ങളിലും വിശ്വസിക്കാതെ ഇരുന്ന കുറേ ആൾക്കാർ കൂടി ഉൾപ്പെട്ട ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് നമുക്ക് ഈ അവകാശങ്ങൾ നൽകിയത്. അതിനർത്ഥം ജവഹർലാൽ നെഹ്റു ഒരുപക്ഷെ റിലീജിയസ്ലി അഗ്നോസ്റ്റിക് ആയിരിക്കാം. ഈ പറയുന്ന സനാതന മൂല്യങ്ങളിലൊക്കെ ഒരുപക്ഷെ ഡോക്ടർ BR അംബേദ്കർ വിശ്വസിച്ചിരുന്നില്ല എന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള അവകാശം, നിങ്ങൾക്ക് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ മതനിഷ്ഠ അനുസരിച്ച് ഏർപ്പെടുന്നതിനുള്ള അവകാശം നിങ്ങളുടെ പരമമായിട്ടുള്ള അവകാശമായിരിക്കണം എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതായത് സ്വന്തം പ്രമാണങ്ങൾ എന്തൊക്കെയാണ് എങ്കിലും അതുമാത്രം നടപ്പാക്കാനുള്ളതല്ല ഈ രാജ്യമെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് സെക്യുലറിസം എന്ന ചിന്തയിലേക്ക് നമ്മുടെ രാജ്യം നയിക്കപ്പെടണം എന്ന ചിന്തയുള്ള മഹാരഥന്മാരായിരുന്നു നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോഴോ നമ്മുടെ നാട്ടിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അതിൽ തന്നെ പല ആൾക്കാരും ഭരണഘടനാ പദവി വഹിക്കുന്ന ആൾക്കാർ, ഈ ആൾക്കാരെല്ലാവരും തന്നെ സനാതനധർമ്മത്തെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ച ഇതേ കാലയളവിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സനാതനധർമ്മം എന്നത് ഡെങ്കു പോലെയുള്ള, മലേറിയ പോലെയുള്ള, പ്ലേഗ് പോലെയുള്ള ഒരു കണ്ടേജിയസ് ഡിസീസാണ്, ഒരു സാംക്രമിക രോഗമാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്ന ജനപ്രതിനിധികൾ. ഗണപതിയൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന് പറയുന്ന ഭരണഘടനാ ചുമതല വഹിക്കുന്ന ആൾക്കാർ. ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനുമെല്ലാം തന്നെ പൊറോട്ടയും ഇറച്ചിയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇറച്ചി കഴിച്ചതിന് ശേഷം ലക്ഷ്മണൻ അവിടെ വിരൽ നക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ജനപ്രതിനിധികൾ. എന്തിനാണ് ഇവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് എന്നാലോചിച്ചിട്ടുണ്ടോ? സനാതനധർമ്മത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം വരുത്തണം എന്ന് പറയുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു ധർമ്മത്തിലും ഇല്ലാത്തതുപോലെ മറ്റാരെയും വിദ്വേഷമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റാരെയെങ്കിലും എതിർക്കുന്നതിന് വേണ്ടിയിട്ട്, നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെയും പ്രേരിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും സൗഖ്യമായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ വിശ്വസിക്കാനും ശീലിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു സംഹിതയാണത്. എന്നിട്ടും എല്ലായ്പ്പോഴും വളരെ വലിയ രീതിയിലുള്ള ആഭ്യന്തര ബാഹ്യ ഭീഷണി നേരിടുന്നത് ഈ സനാതനധർമ്മമാണ്. സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ കുറേയധികം പ്രിൻസിപ്പിൾസാണ്, പ്രാക്ടീസാണ്. ആ സനാതനധർമ്മത്തിനെ, ആ സങ്കല്പത്തിനെ ഒരിക്കലും നിങ്ങൾക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനെ തുടച്ചു മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അത് ലോകത്തിലുള്ള ഏതൊരു ചിന്തയായാലും ഏതൊരു പ്രിൻസിപ്പിളായാലും നിങ്ങൾക്ക് എത്രത്തോളം അത് അഭിമതമാണെങ്കിലും അനഭിമതമാണെങ്കിലും അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായി ഇമ്പോസിബിളാണ്, അസാധ്യമാണ്. ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും മോശമായിരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയാവുന്ന ഒന്നാണ് ജർമ്മനിയിലുണ്ടായിരുന്ന നാറ്റ്സിസം. നാറ്റ്സിസം ഇല്ലാതെയാക്കാനായിട്ട് സാധ്യമല്ല. നേരെ മറിച്ച് നാറ്റ്സിസ്റ്റ് പ്രവണതകൾ സമൂഹത്തിൽ വ്യാപിക്കുന്നതിനെ ചെറുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ മാവോയിസം എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള പുരോഗതിക്ക് വിരുദ്ധമാണ് എന്നുള്ള ഒരു പൊതു ഭരണസങ്കല്പമാണ്. ആ ഭരണസങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാവോയിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്നതിന്, വേട്ടയാടുന്നതിനെ ഒക്കെ തന്നെ സ്റ്റേറ്റ് മിഷനറി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കരുതി മാവോയിസം എന്നുള്ള ചിന്തയെ, ആ ഒരു പ്രിൻസിപ്പിളിനെ ഇല്ലാതെയാക്കാൻ സാധ്യമല്ല. കാരണം അത് പ്രത്യക്ഷമായിട്ട് വരുന്നില്ല എങ്കിൽ പോലും നാറ്റ്സിസം പോലെ, നക്സലിസം പോലെ ഇതൊക്കെ തന്നെ ആൾക്കാരുടെ ഉള്ളിലുണ്ടാകും. അതിനെ തടയാനോ ഇല്ലായ്മ ചെയ്യാനോ സാധ്യമല്ല. ഏതൊരു പ്രിൻസിപ്പിളും ഏതൊരു സങ്കല്പവും ഈ രീതിയിലാണ്. അതിനെ നിങ്ങൾക്കൊരിക്കലും ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ സനാതനധർമ്മത്തിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഉദാഹരണത്തിന് നാറ്റ്സിസം നടക്കുന്ന സമയത്ത് ജർമ്മനിയിൽ ഭരണകർത്താക്കൾക്ക് ഏറ്റവും കൂടുതൽ വിരോധമുണ്ടായിരുന്നത് ജൂതന്മാരെയാണ്. ജുഡായിസം ഇല്ലാതെയാകണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു.
നേരത്തെ പറഞ്ഞതുപോലെ ജുഡായിസം എന്ന് പറയുന്ന ഒരു ഇസത്തിനെയും നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയില്ല. കാരണം രഹസ്യമായെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ ഇല്ലാതെയാക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് എക്സ്റ്റെർമിനേഷൻ ചേംബറുകൾ ഉണ്ടാകുന്നു, ഗ്യാസ് ചേംബറുകൾ ഉണ്ടാകുന്നു. ആൾക്കാരെ യാതൊരു വിധത്തിലുള്ള തെറ്റും ചെയ്യാത്ത ആൾക്കാരെ, പാവപ്പെട്ട ആൾക്കാരെ ഒക്കെ തന്നെ കൂട്ടം കൂട്ടമായിട്ട് അവിടേക്ക് കൊണ്ടുവന്ന് കൂട്ടക്കുരുതി ചെയ്തു. അതായത് ജൂതമതം, ജൂതവിശ്വാസം ഇല്ലാതെയാകണമെങ്കിൽ ജൂതന്മാരില്ലാതെയാകണം എന്നുള്ളതായിരുന്നു സങ്കല്പം. നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് സനാതനധർമ്മത്തിനെ ഇല്ലാതെയാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു ധർമ്മം, ഒരു പ്രിൻസിപ്പിൾ, ഒരു ആദർശം ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്നതുപോലെ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ ഇല്ലാതെയാക്കുക. അത് നേരിട്ട് തല്ലിക്കൊല്ലണം എന്നല്ല പറയുന്നത്. നേരെ മറിച്ച് അത് സ്വീകരിക്കുന്നതിൽ നിന്ന്, അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് അതെന്തോ കൊള്ളരുതാത്ത കാര്യമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അപകർഷതാ ബോധം ആൾക്കാരിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൈരന്തര്യമായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുകയാണ്. ഇത് വളരെ ലിറ്ററൽ സെൻസിൽ തന്നെ മുൻപ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിലുള്ള സനാതനധർമ്മത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ജാതി വ്യവസ്ഥയുമായി ചേർത്ത് വെച്ച് ബ്രാഹ്മണ്യവുമായി കൂട്ടിക്കെട്ടി ജാതി വ്യവസ്ഥ, വർണ്ണാശ്രമധർമ്മം ഇത് രണ്ടിനെയും കൂടി ഒന്നിച്ച് ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ചക്കപ്പുഴുക്ക് പരുവത്തിലാക്കിയതിന് ശേഷം ഇതിലെന്ത് ഏത് എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അത് ഉണ്ടാക്കിയതിന് ശേഷം അത് ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നു. അതിനുശേഷം ബ്രാഹ്മണരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. ഇ.വി. രാമസ്വാമി നായരുടെ സമയത്ത്, ഇ.വി. രാമസ്വാമി നായ്ക്കർ. അങ്ങനെ ഇ.വി.ആറിൻ്റെ കാലത്ത് അത് നടന്നിട്ടുള്ളപ്പോൾ വളരെ പ്രകടമായ രീതിയിലുള്ള ബ്രാഹ്മണ വിരോധവും ബ്രാഹ്മണ ആക്രമണവും ഉണ്ടായിരുന്ന സമയത്ത് മഹാനായ ജവഹർലാൽ നെഹ്റുവിന് പോലും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള കമ്പോഷറെല്ലാം കളഞ്ഞുകൊണ്ട് കെ കാമരാജന് ഒരു കത്തെഴുതേണ്ടി വന്നു. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ രാമസ്വാമി നായ്ക്കറെ പിടിച്ച് ലൂണാറ്റിക് അസൈലത്തിൽ അടയ്ക്കണം, ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കണം എന്നാണ്. അങ്ങനെ വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള, അതർവൈസ് വളരെ കാം ആൻഡ് കൂളായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന് പോലും ആ രീതിയിലുള്ള ഒരു ഔദ്യോഗിക കത്തെഴുതേണ്ടി വന്നു എങ്കിൽ അതിനർത്ഥം നമ്മുടെ രാജ്യത്ത് നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ചില മൂല്യങ്ങളുണ്ട്, സ്വതന്ത്രമായിട്ട് അനുവർത്തിക്കാനുള്ള അവകാശം ലഭിക്കേണ്ടതായിട്ടുള്ള കുറേ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി, അത് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കണം എന്നത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് അമ്പലത്തിൽ പോയതിനു ശേഷം കുറിയിടുന്നതിന് ബുദ്ധിമുട്ടാണ്, ഒരു കാവ്യമുണ്ട്, കറുത്ത മുണ്ട് ഒക്കെ ഉടുക്കുന്നതിന് ബുദ്ധിമുട്ടാണ്, ആൾക്കാർക്ക് തങ്ങളുടെ വിശ്വാസത്തിനെ പറ്റി പരസ്യമായി പറയുന്നതിന് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് മലയാളത്തിലെ നമ്മുടെ രാജ്യത്തെ തന്നെ വാനമ്പാടിയായിട്ടുള്ള ശ്രീമതി KS ചിത്ര. അവരുടെ വിശ്വാസപ്രകാരം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തണമെന്നും രാമനാമം ജപിക്കണമെന്നും പറഞ്ഞത് ഒരു അന്യമത വിദ്വേഷവുമല്ല. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ മതത്തിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോലും പറയുന്ന കാര്യമല്ല. നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും അനുവർത്തിക്കുന്ന ഒരു കാര്യം പൂർണ്ണ തൃപ്തിയോടുകൂടി, പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങളത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു ആഹ്വാനം. അവർക്കത് പറയുന്നതിനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ ഭരണഘടന നേരത്തെ പറയുന്ന ആർട്ടിക്കിൾസ് 25, 26 നൽകുന്നുണ്ട്. എങ്കിൽ പോലും അതൊരു മഹാപരാധമാണ് എന്ന നിലയ്ക്ക് അവരെ സംഘം ചേർന്ന് ആക്രമിക്കുന്നതിന്, അവരെ അധിക്ഷേപിക്കുന്നതിന്, അവരെ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ പരാമർശിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പ്രബുദ്ധ മലയാളികളെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? നാളെ ഇതേ ആൾ മറ്റൊരു സാഹചര്യത്തിൽ ഇത് വീണ്ടും പറയാൻ പാടില്ല, ഇത് കണ്ടുകൊണ്ട് ഇനി മറ്റൊരാൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത. ഇങ്ങനെയാണ് സനാതനധർമ്മത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നശിക്കപ്പെടേണ്ടുന്ന ഒന്നല്ല സനാതനധർമ്മം. അങ്ങനെ നശിപ്പിക്കാനായിട്ട് പല ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ സ്റ്റാലിന്മാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ അതിനെ അതിജീവിച്ച ഒന്നാണ് സനാതനധർമ്മം. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അറ്റാക്കുകളെല്ലാം ഈ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരന്തരമാണ്, ഇതൊരു തുടർച്ചയാണ്. ആ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വഴങ്ങാതെ ഇരിക്കുക എന്നുള്ളതാണ് ധർമ്മം. ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കും, നമ്മൾ ശ്രീരാമനെ സംരക്ഷിക്കേണ്ടതുണ്ടോ? നമ്മൾ ശ്രീകൃഷ്ണനെ സംരക്ഷിക്കേണ്ടതുണ്ടോ? ശബരിമല വിഷയം വരുന്ന സമയത്ത് നമ്മൾ അയ്യപ്പനെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ആൾക്കാർ പറയും. നമ്മൾ ഇവരോടെല്ലാം പോയി
ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണം, ഞങ്ങളുടെ ഇന്ന കാര്യമൊക്കെ നടത്തി തരണം എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി പറയുന്നതല്ലേ? അപ്പോൾ പിന്നെ ഈ ഭഗവാനെ, ഈ ധർമ്മത്തെയൊക്കെ സംരക്ഷിക്കാനുള്ള കഴിവ്, അതിനുള്ള അവസരം, അതിനുള്ള പാങ്ങ് എന്ന് പറയുന്ന വാക്ക്, ഇതൊക്കെ നമുക്കുണ്ടോ എന്നിങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇവരുടെ പരമമായിട്ടുള്ള കാര്യം എല്ലായ്പ്പോഴും അവർ പറയുന്ന ഈ ആർട്ടിക്കിൾസ് 25ഉം 26ഉം ഒന്നും ഇല്ലാത്ത ഭരണഘടനയെ പറ്റിയാണ് അവരെപ്പോഴും പറയുക. പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലായ്പ്പോഴും ഭരണഘടനാ സംരക്ഷണ ദിനം എന്ന രീതിയിലത്തേക്ക് ഒരു പ്രത്യേക ദിവസം ആൾക്കാരിങ്ങനെ ആചരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഈ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പൗരൻ്റെയും അവകാശങ്ങളും ചുമതലകളും ഒരു സർക്കാരിൻ്റെ, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ, നമ്മുടെ നാട്ടിലെ നീതി നിർവഹണ സംവിധാനങ്ങളുടെ എല്ലാം പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള നിയമാവലിയാണ് ഭരണഘടന. ആ ഭരണഘടന അനുസരിച്ച് ഭരണം നടത്തപ്പെടുന്ന ഒരു രാജ്യത്ത് ചേട്ടാ നിങ്ങൾ പോയിട്ട് ഈ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതുണ്ടോ? ന്യായമായ ചോദ്യമല്ലേ? ശ്രീരാമനെ നിങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ടോ? ശ്രീകൃഷ്ണനെ നിങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ടോ? ശ്രീ അയ്യപ്പനെ നിങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതേ ആൾക്കാരോട് മറിച്ചുള്ള ചോദ്യമാണ്, ഭരണഘടന ഈ രാജ്യത്ത് പരമമാണ്, അതനുസരിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തപ്പെടുന്നു, പിന്നെ നിങ്ങൾ 4, 3, 7 പേര് പോയിട്ട് ഈ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം. അതിലൊരു ഇൻഹെറൻ്റായിട്ടുള്ള, അന്തർലീനമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളുണ്ട്. ഈ ഭരണഘടന അനുസരിച്ചാണ് ഇവിടെ ഭരണം പുലരേണ്ടത് എന്നുള്ള ബോധ്യമുള്ള ആൾക്കാർ ആ ഭരണഘടനയ്ക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള വെല്ലുവിളി ഉണ്ട് എന്ന് സ്വയം ധരിക്കുന്ന ആൾക്കാർ ആ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ചിന്തയോടുകൂടി അവരുടെ ഇൻറ്റൻഷൻസ് റൈറ്റ് ആയിക്കോട്ടെ റോങ് ആയിക്കോട്ടെ അതിനു വേണ്ടിയിട്ട് അവർ ഓരോരുത്തരും മുന്നണി പോരാളികളായി മാറുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ആ ഭരണഘടനയെ സംരക്ഷിച്ചാൽ ആ ഭരണഘടന എന്നെ സംരക്ഷിക്കും എന്നാണ്. ഇത് ശ്രീരാമനും ബാധകമാണ്, ശ്രീകൃഷ്ണനും ബാധകമാണ്, ശ്രീ അയ്യപ്പനും ബാധകമാണ്. നീ ആ ധർമ്മത്തെ സംരക്ഷിച്ചാൽ ആ ധർമ്മം നിന്നെയും സംരക്ഷിക്കും. ധർമ്മോ രക്ഷതി രക്ഷിത. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും, ഏത് ഇസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായാലും സനാതനധർമ്മവും നിങ്ങളുടെ കോൺസെപ്റ്റുകളും തമ്മിൽ പ്രായേണ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മാർഗ്ഗങ്ങൾ വഴി മുന്നോട്ട് പോകുന്നു, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള മാർഗ്ഗങ്ങൾ വഴി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്ക് ഭരണഘടനയോട് അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങളെ, അതിൻ്റെ പ്രാക്ടീസുകളെ അങ്ങേയറ്റത്തെ വിശ്വാസവും ബഹുമാനവുമുണ്ട്. മറ്റൊരാളിനെയും നിന്ദിക്കാനായിട്ടോ അപരമത വിദ്വേഷത്തിന് വേണ്ടിയിട്ടോ മറ്റൊരാളിനെ നശിപ്പിക്കാനായിട്ടോ മറ്റൊരു ധർമ്മത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടോ ഒരാഹ്വാനവും ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ പറയുന്നത് പോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും എന്ന് പറയുന്നത് പോലെ അയൽക്കാരനെ മാത്രമല്ല ഈ ലോകത്തെ ഒന്നാകെ ഒരൊറ്റ കുടുംബമായി കണ്ടുകൊണ്ട് ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ധർമ്മത്തിന് നശിക്കാൻ കഴിയുമോ? ഏതെങ്കിലും കാലത്ത് അതിന് നശിക്കാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 5 നൂറ്റാണ്ടുകളായി അയോധ്യയിലെ രാമക്ഷേത്രം അത് തകർക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് ഇല്ലാതെയായി, അതിന് പുറത്തേക്ക് മറ്റ് കൺസ്ട്രക്ഷൻ വന്നു. ആ ഡിബേറ്റ് എന്തായാലും പണ്ട് മുതൽ തന്നെ അതൊരു മസ്ജിദ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ജന്മസ്ഥാൻ മസ്ജിദ് എന്നാണ് ആൾക്കാർ പറയുക. എന്ന് വെച്ചാൽ അതിന് അടിയിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നത് അത് രാമൻ്റെ ജന്മസ്ഥാനമാണ് എന്നുള്ള സങ്കല്പം പണ്ട് മുതൽ തന്നെ ആൾക്കാരുടെ ഉള്ളിൽ രൂഢമൂലമായിരുന്നു. അപ്പോൾ അതിനെ വീണ്ടെടുക്കുക, അതിനൊരു കാലഘട്ടമുണ്ട്. ആ സമയത്ത് ഈ ധർമ്മം അതിനെ രക്ഷിക്കുന്ന ആൾക്കാരുടെ സംരക്ഷണയിൽ അവരെ കൂടി രക്ഷിക്കുന്നതിന് വേണ്ടി പുനരവതാരം ചെയ്യും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതുതന്നെയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും നല്ല സന്ദേശങ്ങൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വസുധൈവ കുടുംബകം എന്ന സങ്കല്പം, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സങ്കല്പം, അതിനോടൊപ്പം തന്നെ ഇതിനെയെല്ലാം തന്നെ സാധ്യമാക്കണമെങ്കിൽ ആ ധർമ്മം എന്താണോ ആ ധർമ്മത്തെ നമ്മളും സംരക്ഷിക്കാനായിട്ട് ഓരോരുത്തരും ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ചുമതലയാണ് എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും ബഹുമാനപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. എന്നോടൊപ്പം പറയുക, ധർമ്മോ രക്ഷതി രക്ഷിത.
നന്ദി. ജയ് ഹിന്ദ്. നന്ദി ശ്രീ ശ്രീജിത്ത് പണിക്കർ സാർ. സനാതന ധർമ്മത്തിൻ്റെ അനശ്വരതയെപ്പറ്റി ചിന്മയ സ്മൃതികൾ ഉണർത്തുന്ന ഈ വേദിയിൽ നിന്നുകൊണ്ട് അകത്തും പുറത്തുമുള്ള എല്ലാ നീചവാസനകളോടും വ്യാജമൂല്യങ്ങളോടും പൊരുതുവാൻ സദാ സന്നദ്ധവും സുധീരവും സുശിക്ഷിതവുമായ ഒരു സൈന്യത്തെ പോലെ നാം സേവനമനുഷ്ഠിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ച ഈ ഗുരുദേവന്റെ മണ്ണിൽ നിന്നുകൊണ്ട് സനാതന ധർമ്മത്തെപ്പറ്റി അനശ്വരമായ വാഗ്ദോരണം നടത്തി നമ്മെ ഏവരെയും പുളകം കൊള്ളിച്ച ശ്രീ ശ്രീജിത്ത് പണിക്കർ സാർ, വി താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ പ്രസന്റ് ഹിയർ. ഇതിനുശേഷവും അടുത്ത പാനൽ ഡിസ്കഷൻ ചർച്ചയ്ക്കായി ശ്രീജിത്ത് പണിക്കർ സാർ ഇവിടെ ഉണ്ടാവുമെന്ന് നിങ്ങളെ ഏവരെയും ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. Next, we would be humbly honoring our Honorable ISRO Chairman, Dr. S. Somnath Ji, by presenting our token of love. And we humbly request our Vice Chairperson of Samskaara, Shri MP Dinesh Ji IPS, to do the honors. On behalf of everyone present here, we humbly request our Vice Chairperson of Samskaara, Shri MP Dinesh IPS Ji, to honor our chief guest for today, Dr. S. Somnath Ji, by presenting with our token of love and gratitude. Dear Somnath sir, we humbly request that you would be sparing a few of your valuable time to answer questions from the august audience. We request all the dignitaries to kindly get reseated again. And now, we will be also honoring our guest of honor, Shri Srijit Panikkad Ji, by presenting him with our token of love and gratitude. And we request our Vice Chairperson, Shri MP Dinesh Ji IPS, to do the honors. Thank you everyone, and we request every dignitaries to kindly get reseated again. And we humbly thank our Puja Sampuja Swami Swarupananda Ji for gracing this occasion with his august presence. And now we will have very few questions from the public. ശ്രീ സോംനാഥ് സാറോട് ചോദിക്കുവാൻ ചോദ്യങ്ങളായി പ്രിപ്പയർ ചെയ്തിട്ടുള്ള എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ളവർ ദയവ് ചെയ്ത് ഒന്ന് കൈപൊന്തിച്ച് മുന്നിലേക്ക് വരേണ്ടതാണ്. Hello, sir. Sir, you spoke about the cyclical nature of the universe and called us children of stardust. So I would want to ask, how can you correlate this with the Panchamahabhuta Siddhanta of the Sanatana Dharma? Can this be correlated? If yes, how can we do it? Because as a person, I believe the Sanatana Dharma Mulyas should be communicated in today's language so that the common man and even the foreign the science preachers could understand. So can we correlate the stardust theory that you just spoke to the Panchamahabhuta theory that we all know of? Unfortunately, I am not an expert in the domain. So what I do not know, I should not speak. Whatever I spoke was what I was familiar with, what I was aware about. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ച ശേഷം ഉത്തരം പറയാം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. Thank you. Okay, we have a time for one more question. Hari Om sir, myself Ratina. Sir, നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് ജനങ്ങൾ അവരുടെ പഠിത്തത്തിന് ശേഷം അവർ നാസ പോലെയുള്ള സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻസിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ISRO ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ലോകമെമ്പാടും തിരിഞ്ഞു നോക്കുന്ന പോലെ. എന്നാലും അതിൽ പലരും
പുറം രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എത്ര ദിവസങ്ങൾ അല്ല എത്ര വർഷങ്ങൾ എടുക്കും? അതായത് ഭാരതീയരും അതേപോലെ തന്നെ വേറെ രാജ്യങ്ങളിലുള്ള ജനങ്ങളും ISROയിൽ വന്ന് ഞങ്ങൾ സ്പേസ് സ്റ്റഡീസ് നടത്തണം, അല്ല സ്പേസ് റിസർച്ച് നടത്തണം എന്ന് അവർക്കൊരാഗ്രഹം ഉണ്ടാവാൻ സാർ എത്ര വർഷങ്ങൾ അല്ല എത്ര ദിവസങ്ങൾ അതിനെടുക്കും എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഒട്ടും അമാന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ അങ്ങനെ ധാരാളം ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഭാരതത്തിൽ നിന്ന് വെളിയിൽ പോയി പഠിച്ച് റിസർച്ച് ചെയ്യുന്ന അമേരിക്കയിലും യൂറോപ്പിലും ചെയ്യുന്ന പലരും എൻ്റെ അടുക്കൽ അവർ ഇൻട്രസ്റ്റ് അയക്കുന്നുണ്ട്. എനിക്ക് ISROയിൽ വന്ന് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് ഞാൻ ഈ അവസരത്തിൽ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പലരും വിദേശത്ത് പോകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. കാരണം വിദ്യാഭ്യാസത്തിന് റിസർച്ച് ബോബ് ബെൽറാം പോയിരുന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് നമ്മുടെ ചൊവ്വയിൽ വിട്ട മാർസ് ലാൻഡർ ഹെലികോപ്റ്റർ ഡിസൈൻ ചെയ്ത ആളാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഭാരതത്തിലേക്ക് തിരിച്ചു വരികയാണ്. എനിക്കറിയാവുന്ന അറിവ് ഇവിടെയുള്ള ചെറുപ്പക്കാരുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്കൊരു വേദി ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. എത്രയധികം ഇന്ത്യക്കാരാണ് JPLലും കാൽടെക്കിലുമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ സ്പേസ് മേഖലയിലും റോബോട്ടിക്സിലും ഒക്കെ ആയിട്ട് ധാരാളം ആളുകളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. അവർക്ക് പലർക്കും അവരുടെ ഉള്ളിൽ ഭാരതത്തിൽ തിരിച്ചു വരണമെന്നും വർക്ക് ചെയ്യാനൊരു അവസരം ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആഗ്രഹങ്ങൾ ധാരാളമുണ്ട്. നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത്തരം അവസരങ്ങളുടെ ഒരു കുറവ് നമുക്കിവിടെ ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. കാരണം അതിനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ ഒരു പ്ലാനാണ്, ഒരു ലോങ് ടേം പ്ലാനാണ്. അടുത്തൊരു 25 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ സ്പേസ് മേഖലയിൽ അത്തരം ഒരു റിസർച്ച് കൾച്ചറും അത്തരം ഒരു സ്കെയിൽ ഓഫ് ആക്ടിവിറ്റി. ഇപ്പോൾ അമേരിക്കയിൽ നിങ്ങൾക്ക് നോക്കി അറിയാം, അവിടെ ഒരു വർഷം സ്പേസിന് ചിലവാക്കുന്നത് $50 ബില്യൺ. ഇന്ത്യയിൽ ചിലവാക്കുന്നത് $2 ബില്യൺ. അപ്പോൾ ഈ വ്യത്യാസത്തിൻ്റെ പ്രതിഫലനം പല മേഖലകളിലും കാണും. റിസർച്ചിൽ കാണും, ചെയ്യുന്ന ജോലികളിൽ കാണും, എത്ര പേർക്ക് നമ്മൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ കാണും. അപ്പോൾ നമ്മുടെ ഈ 2 ബില്യൺ ഒരു 10 ബില്യണെങ്കിലും ആക്കിയില്ലെങ്കിൽ നമുക്ക് ഇത്തരം പോസിബിലിറ്റി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പുതിയ റിസർച്ച് ലബോറട്ടറികൾ തുടങ്ങണം, പുതിയ പ്രോഗ്രാമുകൾ തുടങ്ങണം, പുതിയ ബിസിനസ് ആക്ടിവിറ്റി തുടങ്ങണം. അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് മാറണം. ഇത് പ്രൈവറ്റ് മേഖലയിലും പബ്ലിക് മേഖലയിലും രണ്ടും നടത്തണം. ഇപ്പോൾ JPL കാൽടെക് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് സ്ഥാപനമല്ല. നിങ്ങൾക്കറിയാമായിരിക്കും, JPL ജെറ്റ് പ്രൊപ്പൽഷൻ ലാബാണ് അമേരിക്കയിലെ ഏറ്റവും ലീഡിംഗ് റിസർച്ച് ലാബ്. അത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാൽടെക്കും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ അങ്ങനത്തെ ഒരു എക്കണോമിക് ഒരു സിസ്റ്റമാണ്. അത് അവിടുത്തെ ഇന്നോവേഷനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അത് അവർക്ക് വളരെ ഫ്രീഡം നൽകുന്നുണ്ട്. പക്ഷെ നമുക്കതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ക്രിയേറ്റ് ചെയ്യുക, റിസർച്ച് ഫണ്ടിങ് പ്രൈവറ്റ് മേഖലയിൽ ഉണ്ടാകുക, സ്പേസ് മേഖല തന്നെ അത്തരം മേഖലയിലേക്ക് കൊണ്ടുപോകുക. ഇതൊക്കെ നമ്മുടെ ഒരു വലിയ പ്ലാനാണ് അടുത്തൊരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. തീർച്ചയായിട്ടും ഇത് സംഭവിക്കും. നാസയിലേക്ക് പോകുന്ന പോലെ തന്നെ ഇസ്രോയിലേക്ക് വരാനുള്ള ഇപ്പം തന്നെ അതൊരു എന്തൂസിയാസം ഉണ്ടായിട്ടുണ്ട്. അതിനെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. താങ്ക് യു. Thank you so much, sir. Hari Om. Thank you, sir. And sir, if you can kindly answer one more question, it would be a great honor for us. പറയൂ. So my name is Prajwal. So can we build a house on the moon? Of course we can build a house on the moon. You want to go there? Actually, I like to go there. Huh? Actually, I like to go there. Of course you can go. You will definitely go. I am very sure about it. Thank you, sir. But you have to make up your mind and concentrate on it. You have to work for it. You have to find out the path to leading to that journey. Dream about it every day. Do something every day for it. What will you do tomorrow for it? I'll dream. Not dream. You have to act on it. So what you should do is, what are the techniques of building home on moon? You know additive manufacturing? No, there are robots now will build igloo-like houses on moon using moon sand. You read in internet. You know how to go to internet? Yes. Then you simply type in how to build a home on moon. You type. It will tell you so many methods. Okay? You can also search and find out how to become an astronaut. You have to become an astronaut to go to moon, right? So what domain you should become an expert to become an astronaut? Do some work every day to fulfill your dream. Then you will become
definitely a person going to moon one day, no doubt. Okay? Thank you, sir. Thank you. Thank you, sir. Thank you so much for answering every question. നമ്മുടെ സദസ്സിനോടുള്ള ഒരു അഭ്യർത്ഥനയാണ്, ഇതിനുശേഷം നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സാറും മറ്റ് എമിനന്റ് പാനലിസ്റ്റുകളും അടുത്ത പാനൽ ചർച്ചയിൽ ഉണ്ടാവുമെന്നും അവരോടുള്ള ചോദ്യങ്ങൾ ഇതിനുശേഷം ചോദിക്കാമെന്നും നാം അറിയിക്കുന്നു. And we have one more last question. Sir, good morning, sir. My pranams to you. My question is, how we can connect the space knowledge with Vedic knowledge, the collaboration? Because I would see the succession of Chandrayaan is related to this. So, what is your opinion, sir? No, in fact, I gave the talk on the similar topic, so I don't want to again give the similar narration of what Vedic knowledge means to space knowledge. What I know about is what is written in various scriptures on space-related topics. Whatever I am aware of, I spoke already. If you have to really connect, I need to do further research on it. Thank you. Okay, thank you so much, sir. Thank you, sir. That was a really great blessing for us to have spared your valuable time for us. And now, we are sure that knowing about the Indian knowledge system and Sanatana Dharma today must have been a great beginning for all the questers here. To conclude the first session of Udbodhan, we would like to invite dear Srinath Mohandas ji, our Yuvaveer, onto the stage. He is an ardent researcher in Indian knowledge systems and traditions, currently serving as Assistant Professor, Chinmaya Vishwavidyapeeth, and he is also the former council member for Kerala chapter of All India Chinmaya Yuva Kendra, and we would humbly request you to deliver the vote of thanks for the session. ഈ ഒരു വേദിയിൽ ഈ മഹത് വ്യക്തികളുടെ കൂടെ നിൽക്കുന്നത് വലിയൊരു പ്രിവിലേജാണ്. എൻ്റെ ഉദ്യമം എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് വോട്ട് ഓഫ് താങ്ക്സ് പറയലാണ്. ഞാൻ ഏറ്റവും പെട്ടെന്ന് അത് തീർത്ത് നിങ്ങൾക്ക് വേദി വിട്ടുതരാം. ആദ്യം തന്നെ ഈ ഉദ്ബോധൻ, ഈ യൂത്ത് മീറ്റ് ഇത്രയും ഒരു സക്സസ് ആക്കിയ ഇവിടെ വന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. I'm sure that all of you are very inspired. It can be seen from your face, it can be seen from all the questions we asked. My gratitude to Pujya Swami Swarupananji, the global head of Chinmaya Mission, Shri MP Dinesh sir, IPS, retired Commissioner of Police, who gave the presidential address, Dr. S. Somnath sir, who is a chairman of ISRO, Shri Srijit Panikkar, political analyst and researcher, Swami Anukulananji, South Zone Regional Director of All India Chinmaya Yuva Kendra, and Dr. Shyama Prasad, General Convener of Samskaara 2024. എന്നോട് ഇന്ന് നടന്ന 2 മേജർ സ്പീച്ചിൻ്റെ ഒരു ചെറിയ സമ്മറി കൂടി തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ആവശ്യമുണ്ട് തോന്നുന്നില്ല, ബിക്കോസ് ഐ നോ ദാറ്റ് ഓൾ ഓഫ് യു ആർ വെരി ഇൻസ്പയർഡ്. എന്നാലും പറഞ്ഞതുകൊണ്ട് ഒന്ന് ചുരുക്കി പറയാം. The first keynote speaker, Dr. S. Somnath sir, he mentioned about IKS, he mentioned about Bharatiya Vijnana Parampara, how it is connected to the modern world. He gave an inspiring description of the space sciences that we see in the Shastra. He took examples from Surya Siddhanta. He took examples from the story of Srimad Bhagavatam. He gave a lot of examples from there and connected it to us. He also, what really struck me was that point where he said, what makes knowledge last forever is the protection we give it to it. Srijit Panikkar also mentioned a similar point. I think that is the biggest takeaway for us from this particular talk. Dr. S. Somnath also mentioned about what are the opportunities that lay before us as a country when we look into the future. Sir, on that behalf, may I please let you know that Chinmaya Vishwavidyapeeth, which is the first deemed to be university in the country under the de novo status of Indian knowledge systems, we function, we are a very young organization, only 7 years. We function with this primary focus of rejuvenating the Indian knowledge sciences, seamlessly blending it with the modern knowledge. And I'm sure that at some point of time, you will be able to come to us and grace our platform. The second speaker, Shri Srijit Panikkar, ഞാൻ നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നു, പക്ഷേ ഞാൻ നോട്ട്സ് എഴുതിയില്ല, ബിക്കോസ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ, ഇറ്റ് വാസ് ഫ്ലോയിങ് സീംലെസ്ലി ആൻഡ് ഐ ഡിഡ് നോട്ട് വാണ്ട് ടു give any distraction to the thought flow. So I thank Srijit Panikkar sir for the, I'm also his fan actually. Right. With that note, I'll conclude my vote of thanks. Thank you once again. Thank you all the people who are joined here. Hari Om.
Hari Om. Thank you, Srinath. And like you have rightly mentioned, the august audience is actually waiting eagerly for the next session, that is a panel discussion on integration of science, rationality and values in Indian culture, participating Sri Srijit Panikkar, Dr. Thomas George and Swami Anukulanandaji. And we humbly request Swami Anukulanandaji and Sri Srijit Panikkar to stay back on the stage as we give our great humble gratitude and thanks to our dignitaries on stage, Sri S. Somnath ji, for really inspiring each and every Indian here and reinstilling us the confidence and pride of the Sanatana Dharma and the Indian knowledge system. Sir, once again on behalf of everyone, we humbly thank Sri Dr. S. Somnath ji, the chairman of ISRO, and we also thank Sri Shyam Prasad ji, General Convener of Samskaara, and Sri Dinesh IPS ji, who is also a vice chairperson, for gracing the occasion. Adutadai Sadasil. Integration of science, rationality and values in Indian culture. Bharatiya Samskarathil, Shastrathindeyum, Yuktichindayudeyum, Moolyangaldeyum, Udgrathanathipatti, Sri Srijit Panikkar, Swami Anukulanandaji, Dr. Thomas George, എന്നിവർ നയിക്കുന്ന പാനൽ ഡിസ്കഷൻ ഉണ്ടാവുന്നതാണ്. പാനൽ ഡിസ്കഷനു ശേഷം, ഈ പാനൽ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ ശ്രീജിത്ത് പണിക്കർ സാറോട് കൂടെ ചോദ്യങ്ങൾ ചോദിക്കുവാനും അതുപോലെ മറ്റ് ഡിഗ്നിറ്ററീസിനോട് കൂടെ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അതുല്യമായ അവസരം നിങ്ങൾക്കുണ്ടെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. Hari Om. Hari Om, Namaste, and a warm greetings to everyone. And now we'll be starting the panel discussion on integration of science, rationality, and values in Indian culture. And leading the discussion will be Sri Srijit Panikkar, Dr. Thomas George, Chairman, Lead College of Management, Swami Anukulanji, South Zone Regional Director, Chinmaya Yuva Kendra. Introducing our panelists on stage, Dr. Thomas George. Dr. Thomas George K. is an eminent educationalist and one of the most respected and trusted names in the field of management and entrepreneurship education. Dr. Thomas started his professional career as an entrepreneur of a startup computer firm called Prompt Computers, which has developed India's large network screen for Indian Railways. Sri Thomas George is also a soft skill trainer, focusing his attention mainly among the youth and students, and as an international trainer of JCI, Thomas G has transformed youths across more than 35 countries. He is also the world record holder for conducting the longest business lessons in the world. Thomas G is also the recipient of Smart Person of Palakkad award by the Honorable Chief Minister of Kerala in 2015. We invite Dr. K. Thomas George G, Director of Lead College of Management, to this panel. And so, along with Dr. Srijit Panikkar, now we have Dr. Thomas George G on the dais. A very melodious embodiment of simple living crowned by high thinking. That's our Swami Anukulanji for all of us. The urge for spiritual pursuit led Swami Anukulanandaji from a future in chartered accountancy to Sandivani Sadhanalaya, where Swamiji discovered the platform to know and express himself. During her service at Nagapattanam, Swamiji took up extensive work during the tsunami crisis, absolutely living the Chinmaya Mission pledge of service to the country is the service of the Lord.
And devotion to the people is devotion to the Supreme Self. His relief and rehabilitation work. Moderator. We invite Swami Anukulanandaji, Director of All India Chinmaya Yuva Kendra, South Zone. Now we will be welcoming our moderator, Sri Satyanandaji, a vivid thinker and an inventive writer with a clear take on diverse topics like politics, spirituality, sports, movies, and many more. We have our dearest Sri Satyanandaji, who has carried the great ideals of Swami Vivekananda in his vein and brain, and he serves as the General Secretary of Vivekananda Darshanika Samajam since 2017. This physics graduate has also made an indelible mark as the former chief student editor of his alma mater at Government Victoria College, Palakkad. Following his master's degree in social work and pursuing PhD in the same from Delhi University, Satyanandji is a dedicated and proud Bharatiya, and his tremendous enthusiasm in coordinating today's Udbodhan Youth Meet since the day of its conception has been substantial and highly motivating for us. We welcome our youth icon, Sri Satyanandji, as the moderator for this session to lead the panel. Hari Om. Namaste. Check. Hello. There is a humble request. നമ്മുടെ ആദരണീയനായ ശ്രീ സോംനാഥ്ജി ഇവിടെ നിന്നും പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ, അദ്ദേഹത്തിന് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ ദയവ് ചെയ്ത് സ്റ്റേജിൻ്റെ മുൻവശത്ത് നിന്നും എല്ലാവരും ദയവ് ചെയ്ത് പിന്മാറിത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. We humbly request everyone to kindly get reseated as we bid farewell and goodbye to our chairman, Dr. Shri S. Somnathji. And now we will be starting the panel discussion on integration of science, rationality and values in Indian culture. With your great love and respect, we once again welcome Shri Srijit Panika, our guest of honor, Dr. Thomas George, Chairman, Lead College of Management, Swami Anukulanandaji, South Zone Regional Director, Chinmaya Yuva Kendra, and our vibrant moderator, Shri T. Satyanand. Satyanandji, over to you. Please lead us to the discussion. Thank you, Guru. Hari Om. ആദ്യം തന്നെ ഇതുപോലൊരു യുവജന സംഗമത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആദരണീയരായ ഓഡിയൻസിനും ഞാൻ സംസ്കാരയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ 1893 ഷിക്കാഗോ പ്രസംഗത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഭാരതത്തിലുള്ള തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിയ സുഹൃത്തേ, അങ്ങ് ഷിക്കാഗോയിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ അതെല്ലാം ഈ എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന്. അത്രമേൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവിടെ നടക്കുവാൻ പോകുന്ന ചരിത്ര മുഹൂർത്തത്തിൽ. അതുപോലെ സംസ്കാരയുടെ ഈ ഒരു പരിപാടിയുടെ ഓർഗനൈസേഷനിൽ തുടക്കം മുതൽ ഭാഗഭാക്കാകുവാൻ സാധിച്ച ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇവിടെ ഈ ഒരാഴ്ച ജനുവരി 24 മുതൽ ജനുവരി 30 വരെ എന്തെല്ലാം നടക്കുന്നുണ്ടോ അതെല്ലാം ഇവിടെ കൂടിയിരിക്കുന്ന ഈ യുവാക്കൾക്ക് വേണ്ടിയാണ്. ഇവിടെ മറ്റു പല പ്രമുഖ ദിനങ്ങളുണ്ടായിരുന്നു, പ്രമുഖരായ പല വ്യക്തികളുണ്ടായിരുന്നു. പക്ഷേ സംസ്കാര ആദ്യമായും ആത്യന്തികമായും സംസ്കാര ലക്ഷ്യം വെച്ചത് ഭാരതത്തിൻ്റെ പുതുനാമ്പുകളായ യുവജനങ്ങളെ എങ്ങനെ ഈ വേദിയിലേക്ക് എത്തിക്കാം എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു. ഒന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തിയിരിക്കുന്ന സംസ്കാരയിലെ യുവാക്കൾ വന്നത് ഈ ഒരു സെഷന് വേണ്ടിയായിരുന്നു എന്നും കൂടി പറയിക്കാനുള്ള ഒരു എളിയ ശ്രമമായിരിക്കും അടുത്ത 1 മണിക്കൂർ നേരം ഞങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവുക എന്ന കാര്യം കൂടി വിനയപുരസരം അറിയിച്ചു കൊള്ളുന്നു. നമ്മൾ ഇവിടെ ഈ സംസ്കാരയുടെ വേദിയിൽ ആരംഭിക്കുവാൻ പോകുന്ന പാനൽ ഡിസ്കഷൻ എന്നത്, അതിൻ്റെ വിഷയം നിങ്ങളിൽ ചിലരെങ്കിലും നമ്മൾ നൽകിയിട്ടുള്ള നോട്ടീസുകളിൽ കണ്ടു കാണും. ഇൻ്റഗ്രേഷൻ ഓഫ് സയൻസ്, റാഷണാലിറ്റി ആൻഡ് വാല്യൂസ് ഇൻ ഇന്ത്യൻ കൾച്ചർ.
ഇന്ത്യൻ സംസ്കാരത്തിൽ എങ്ങനെ ശാസ്ത്രവും യുക്തിചിന്തയും മൂല്യങ്ങളും ഇഴചേർന്നിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മുടെ ബഹുമാന്യരായ പാനലിസ്റ്റുകൾ നമ്മുടെ മുമ്പിൽ പറയുവാൻ പോകുന്നത്. ഒരു വേള MOCയിലുള്ളവർ സ്വാഗതം ചെയ്തതാണെങ്കിൽ കൂടി ഞാൻ സംസ്കാരയുടെ ഈ ഒരു വേദിയിലെ മോഡറേറ്റർ എന്ന നിലയിൽ ഒരിക്കൽ കൂടി നമ്മുടെ വിശിഷ്ടരായ ഓരോ പാനലിസ്റ്റുകളെയും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ശ്രീ ശ്രീജിത്ത് പണിക്കർ, പൂജ്യസ്വാമി അനുകൂലാനന്ദജി, സ്വാഗതം ശ്രീ തോമസ് ജോർജ്. ഇനി പാനലിസ്റ്റുകളോടായിട്ടാണ്. നമ്മൾ ഈ ഒരു പാനൽ ഡിസ്കഷൻ കൊണ്ട് വിഷയം നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻട്രൊഡക്ടറി നോട്ട് എന്ന നിലയിൽ 3 പേരും തങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുക, ചുരുങ്ങിയ വാക്കുകളിൽ. അതിനുശേഷം നമ്മൾക്ക് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാം. ഒരു പാനലിസ്റ്റ് പറയുന്നതിനിടയിൽ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് മുന്നോട്ട് വരാം. അതിനുശേഷമുള്ള തൊട്ടടുത്ത അവസരം ആ പാനലിസ്റ്റിന് ലഭിക്കുന്നതായിരിക്കും. ചോദ്യങ്ങൾ അവസാനിച്ചതിന് ശേഷം കൺക്ലൂഡിംഗ് റിമാർക്കിനുള്ള സമയം ലഭിക്കും. അതിനുശേഷം നമ്മുടെ ഓഡിയൻസിൻ്റെ നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാനലിസ്റ്റുകളോട് ഉണ്ടായിരിക്കുക. അപ്പോൾ ആദ്യമായി ഒരു ഇൻട്രൊഡക്ടറി റിമാർക്കിനുള്ള അവസരമാണ്. നമ്മൾ പാനലിസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ എന്നാണ്. ഓരോ ബഹുമാനരായ പാനലിസ്റ്റുകളും നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഈ ഒരു വിഷയത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച്, സ്കോപ്പിനെ കുറിച്ച് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇൻ്റഗ്രേഷൻ ഓഫ് സയൻസ്, റാഷണാലിറ്റി ആൻഡ് വാല്യൂസ് ഇൻ ഇന്ത്യൻ കൾച്ചർ. ഈ ഒരു വിഷയത്തിൻ്റെ സാധ്യതകളെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് തങ്ങളുടേതായ വാക്കുകളിൽ എല്ലാ പാനലിസ്റ്റുകളും ചുരുങ്ങിയ വാക്കുകളിൽ വിവരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി ശ്രീ ശ്രീജിത്ത് പണിക്കർ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വാല്യൂസ് എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ കൂടുതലും ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ വാല്യൂസ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേയധികം വാല്യൂസ്, വിശ്വാസങ്ങളിൽ കൂടി നമ്മൾ ആർജിച്ചെടുത്തിരിക്കുന്ന കുറേ വാല്യൂസ്, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. റാഷണാലിറ്റി എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും ഇതിനെയെല്ലാം തന്നെ നമ്മളിതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം വളരെ സ്ട്രിക്റ്റായിട്ട് ഓരോന്നിനെയും ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇതിൽ ഏത് മൂല്യങ്ങൾ ശാസ്ത്രത്തിന് ചേരുന്നതാണ് എന്ന രീതിയിലത്തേക്ക് പലപ്പോഴും ചിന്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ്. അപ്പോൾ ഇതൊരു വലിയ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് പലപ്പോഴും ആൾക്കാർക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ വിശ്വാസിയായിട്ടുള്ള ഒരാളിന് എങ്ങനെ ISROയുടെ ചെയർമാനാകാം? നമ്മുടെ നാട്ടിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം വിശ്വാസം എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന് നമുക്കൊരു എംപിറിക്കൽ പ്രൂഫ് പലപ്പോഴും ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഒരു എംപിറിക്കൽ പ്രൂഫ് ഇല്ലാത്ത ഒരു കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിനും പ്രൂഫ് വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ഒരാൾക്ക് എങ്ങനെ ഏർപ്പെടാം? ഇതൊരു ഇൻഹെറൻറ്റ് കോൺഫ്ലിക്റ്റ് അവിടെ ഇല്ലേ എന്ന് പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ സ്ഫിയേഴ്സ് വിഭിന്നമാണ്. എംപിറിക്കലായിട്ടുള്ള പ്രൂഫ് ആവശ്യമില്ലാത്ത ഒരു മേഖലയാണ് വിശ്വാസം. അത് കേവലം മതവിശ്വാസമോ ഈശ്വരവിശ്വാസമോ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള മൂല്യങ്ങളോ മാത്രമല്ല, എല്ലാ ഇസങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്മ്യൂണിസം, ടേക്ക് ഫോർ എക്സാമ്പിൾ. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഇൻഹറൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്, കുറേ ആശയങ്ങളാണ്. നമ്മൾ ഏതോ ഒരു തരത്തിലുള്ള ഒരു ലോകം വിഭാവനം ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ വിഭാവനം ചെയ്യുന്ന ആ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നേരെ മറിച്ച് അതിലേക്കുള്ള ശ്രമമാണ്. ഇപ്പോൾ കമ്മ്യൂണിസം മാറിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ഇസം എടുത്തോളൂ. ആ ഇസം എന്ന് പറയുന്നതും അതിലേക്കുള്ള ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ജേണിയാണ്. ദാറ്റ് ഈസ് നെവർ ദ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഏതെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും അച്ചീവ് ചെയ്യുമോ എന്ന് ചോദിച്ചാലില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രിക്ട്ലി റാഷണലായിട്ട് ചിന്തിച്ചാൽ ദർ ഈസ് നോ സ്കോപ്പ് ഫോർ കമ്മ്യൂണിസം, ദർ ഈസ് അബ്സല്യൂട്ട്ലി നോ സ്കോപ്പ് ഫോർ ഗാന്ധിസം, ദർ ഈസ് നോ സ്കോപ്പ് ഫോർ എനി ഇസം. ബേസിക്കലി ബിക്കോസ് ഇതിന് എംപിറിക്കൽ ഫോർമുല ഇല്ല, അല്ലെങ്കിൽ എംപിറിക്കൽ പ്രൂഫ് ഇല്ല. കുറച്ച് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും, പക്ഷേ ദ വേൾഡ് ഓർഡർ ദാറ്റ് യു വാണ്ട് ടു സീ ആസ് എൻ എൻഡ് റിസൾട്ട് ഓഫ് ഇറ്റ് ഈസ് ദാറ്റ് എക്സിസ്റ്റിംഗ്? നോ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്പേസ് വിഭിന്നമാണ്. ഇതൊരു ചിന്തയാണ്. ആ ചിന്ത ഒരുപക്ഷെ നമ്മളെ സ്വാധീനിക്കുന്നത് പല പല രീതികളിലായിരിക്കാം. ശാസ്ത്രം സ്വാധീനിക്കാത്ത മേഖലകളിൽ ഒരുപക്ഷെ സ്പിരിച്വാലിറ്റിക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. ഒരു ഉദാഹരണത്തിന്, ഒരു കുട്ടി നഷ്ടപ്പെട്ട് ഗ്രീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരമ്മ, ആ അമ്മയെ ശാസ്ത്രത്തിന് എങ്ങനെ കൺസോൾ ചെയ്യാൻ കഴിയും? ഏത് രീതിയിലുള്ള ഒരു സൊലൈസ് അവർക്ക് കൊടുക്കാനായിട്ട് സയൻസിന് കഴിയണമെന്നില്ല. നേരെ മറിച്ച് സ്പിരിച്വാലിറ്റിക്കോ
സ്പിരിച്വാലിറ്റിക്ക് ഒരുപക്ഷെ അത് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്പേസ് വിഭിന്നമാണ്. ഇത് കോൺട്രഡിക്റ്ററി ആണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇത് രണ്ടും ഒരേ മേഖലയിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ കൊണ്ടാണ്. ദറ്റ് പ്രീ കൺസീവ്ഡ് നോഷൻ ഇറ്റ് സെൽഫ് ഈസ് റോങ്. അതുകൊണ്ട് ഏറ്റവും നല്ല ഈശ്വരവിശ്വാസി ആയിരിക്കുന്ന ഒരാളിന് ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനായിരിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. നമ്മൾക്ക് ഈ പോയിന്റിലേക്ക് കൂടുതൽ ശക്തമായി ഇനിയുള്ള നിമിഷങ്ങളിൽ മടങ്ങി വരാനാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്തതായിട്ട് പൂജ്യ സ്വാമിജി. സ്വാമിജിയെ പറ്റി പറയുകയാണെങ്കിൽ ചിന്മയിലെ എല്ലാ യുവാക്കൾക്കും അദ്ദേഹം സുപരിചിതനാണ്. അദ്ദേഹം ഒരു റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ഡയറക്ടറായി തന്നെ അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും നിരന്തരം അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ സ്വാമിജി അങ്ങ് എങ്ങനെ കാണുന്നു, പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറയുമായിട്ട് നിരന്തരം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നു? See, so what we have to see is something very, very important. That thought makes man and man makes society. So അങ്ങനെ കാണുമ്പോൾ ഭഗവത്ഗീതയിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം എന്താ പറയണമെന്ന് വെച്ചാൽ യോ യത് ശ്രദ്ധ സ ഏവ സഹ. ആർക്ക് എന്താണോ അവരുടെ വിശ്വാസം അതാണ് അവർ. ഇതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. സോ ഒരു കാര്യം നമ്മുടെ വിശ്വാസം, നമ്മൾക്ക് എന്താണോ വിശ്വാസം അതാണ് നാം. രണ്ടാമത്തെ കാര്യം എന്താ പറയണമെന്ന് വെച്ചാൽ സംശയാത്മാ വിനശ്യതി. സംശയമുള്ളവർ, സംശയത്തിൽ തന്നെ ജീവിക്കുന്നവർ, എല്ലാ കാര്യത്തിനെയും സംശയിക്കുന്നവർ വിനശ്യതി, അവർക്ക് നാശമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. റാഷണാലിറ്റി എന്ന് പറയുന്ന പേരിൽ സംശയം എല്ലാറ്റിനെയും സംശയിക്കണം എന്ന് മാത്രമല്ല. സോ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളതും ഡൗട്ടിങ് തിങ്കിങ് എന്നുള്ളത് 2 കാര്യങ്ങളാണ്. ദേ ആർ നോട്ട് ദ സെയിം. ടു ഡൗട്ട് എവറിഥിങ് ഇസ് നോട്ട് ടു ബി എ ക്രിട്ടിക്കൽ തിങ്കർ. Critical thinker is to be a thinker who is analyzing things, not doubting things. Any scientist, any engineer, anybody in any field, be it an investor also, he is not doubtful in his work, he is hopeful in his work. നമ്മൾ എന്ത് സെർച്ച് ചെയ്യണമെങ്കിലും നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്, ഒരു ഹോപ്പ് ഉണ്ട്, അവിടെ എന്തോ ഞാൻ കാണാൻ പോകുന്നുണ്ടെന്ന്. അറ്റ് ദ സെയിം ടൈം ഫെയ്ത്ത് ഇസ് നോട്ട് ബ്ലൈൻഡ് ബിലീഫ്. ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറയുമ്പോൾ ഏതൊരു ആധാരവും ഇല്ലാണ്ട് ഒരു കാര്യത്തിനെ വിശ്വസിക്കുന്നതാണ് ബ്ലൈൻഡ് ബിലീഫ്. ആ ബ്ലൈൻഡ് ബിലീഫിനെ ഒരിക്കലും ഹിന്ദുയിസം അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ ഹാസ് നെവർ പ്രൊമോട്ടഡ് ബ്ലൈൻഡ് ബിലീഫ്. എവറി സ്റ്റുഡൻറ് ഹാസ് ബീൻ ഗിവൺ ദ ഫ്രീഡം ടു ക്വസ്റ്റ്യൻ ദ ടീച്ചർ. ഇൻ ഫാക്ട് ദ ടീച്ചർ ഹാസ് ഓൾവേസ് ടോൾഡ് ദ സ്റ്റുഡൻറ് ടു ബി എ സീക്കർ ആൻഡ് നോട്ട് എ ബിലീവർ. സോ അതുകൊണ്ട് ഈ സെർച്ചാണ് നമ്മുടെ ദേശത്തിനെയും നമ്മുടെ നോളജ് സിസ്റ്റത്തിനെയും വളരാനുള്ള ഏറ്റവും അധികമായുള്ള കാര്യം. എന്താണ്? വി ഹാവ് നോട്ട് ടോട്ട് പീപ്പിൾ ടു ബി ബിലീവേഴ്സ്, വി ഹാവ് ടോട്ട് പീപ്പിൾ ടു ബി സീക്കേഴ്സ്. സോ ദാറ്റ് ഇസ് ദി ഐഡിയ. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് വാട്ട്? ലെറ്റ് us be seekers with faith, let us not be doubters with blind beliefs. So with that, if we look at rationality, this is one point. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത് വെച്ചാൽ ഇംഗ്ലീഷിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദ ടെസ്റ്റ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ടേസ്റ്റിംഗ് ഇറ്റ്. ഒരു ഫുഡ് നന്നായിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ ഫുഡ് കഴിച്ചാൽ തന്നെ അറിയും. ഇപ്പം നോക്കൂ, നമ്മുടെ ഭാരതീയ സിവിലൈസേഷൻ്റെ നോളജ് നല്ലതാണോ അല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ വി ഹാവ് ടു ലുക്ക് അറ്റ് വാട്ട് ഭാരത് വാസ്. ഇഫ് ഇൻ ദ 17th and 18th century if Bharat was the world leader in knowledge, if Bharat was the world leader in trade, if Bharat was the world leader in power and strength, that could not have happened unless Bharat was capable enough. So there was capacity in Bharat, there was strength in Bharat, which made Bharat number 1 in the world, which made every other country come to Bharat. So which means we had the knowledge. So our knowledge is not made of superstitions and blind beliefs, but it was based on complete scientific, rational thinking and based on values. So this is my take on the topic. Thank you. Beautiful introduction not by Swamiji. അടുത്തതായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ഡോക്ടർ തോമസ് ജോർജ് സാറാണ്. അദ്ദേഹം ഇവിടെ പാലക്കാടുള്ള
ലീഡ് കോളേജിൻ്റെ ഹെഡാണ്. അദ്ദേഹവും അഗെയിൻ ഹീസ് എ പേഴ്സൺ ഹു കോൺസ്റ്റൻ്റ്ലി ഇൻട്രാക്ട്സ് വിത്ത് എ വൈബ്രൻറ്റ് യൂത്ത് ഓഫ് അവർ കൺട്രി. ലെറ്റ്സ് ഹിയർ വാട്ട് ഹി ഹാസ് ടു പോയിൻ്റ് ഔട്ട് റിഗാർഡിംഗ് അവർ ടോപ്പിക്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഈ പറഞ്ഞ പോലെ സ്പിരിച്വാലിറ്റിയും റാഷണാലിറ്റിയും ഒന്ന് ലോജിക്കലും ഒന്ന് ഇല്ലോജിക്കൽ എന്ന് പറയാൻ പറ്റില്ല. സ്വാമി പറഞ്ഞ പോലെ ലോജിക്കിൽ നിന്ന് വന്നിട്ടുള്ള അപ്പുറത്തേക്ക് അത് പലർക്കും ദഹിക്കാൻ പറ്റാത്തതും ആവാം. പക്ഷേ അൺലൈക്ക് വാട്ട് ശ്രീജിത്ത് ടോൾഡ്, ഇത് രണ്ടും രണ്ടാണെന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് സ്പിരിച്വാലിറ്റി എന്നുള്ളത് ലോജിക്കലിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് എനിക്ക് എടുക്കാമെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇപ്പം ലോജിക്കൽ മൈൻഡിന് പറ്റാത്തതാണ് ഇൻവെൻഷനായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ പറയുന്ന ഇൻവെൻഷൻ എല്ലാം ആൾക്കാർ കണ്ടതും കേട്ടതും ലോജിക്കലായിട്ട് കോസ് ആൻഡ് റീസൺസ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ പലതും നടക്കില്ല. ഫോർ എക്സാമ്പിൾ, റൈറ്റ് ബ്രദേഴ്സ് ഫ്ലൈറ്റ് എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചപ്പോൾ ആ കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അത് ഇല്ലോജിക്കലായിരുന്നു, അത് നടക്കാത്ത കാര്യമാണ്. ബട്ട് അത് നടന്നത് എന്തെന്ന് വെച്ചാൽ പുള്ളി ലോജിക്കലി നന്നായിട്ട് അതിലും കൂടെ പോവുകയും ബിയോണ്ട് ദാറ്റ് എടുത്തു എന്നുള്ളതാണ്. രണ്ട്, ഇവൺ ഇഫ് യു ലുക്ക്, ഞാൻ കുറച്ച് സയൻസിലേക്ക് തന്നെ വരുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന സ്പീഡ് കൂടിക്കൂടി വന്നാലോ, ഈ സ്പീഡ് കൂടിക്കൂടി അത് ലൈറ്റിൻ്റെ സ്പീഡിലായാലോ അത് ലോജിക്കലല്ല, ഒരിക്കലും ആവില്ല. പക്ഷെ ആ ഇല്ലോജിക്കാലിറ്റിയിൽ നിന്നാണ് E=mc² ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത്. സിമിലർലി ബെൻസീൻ റിംഗ് C6H6 എങ്ങനെയെന്ന് ആർക്കും ആലോചിച്ചിട്ട് കിട്ടാതിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു ലോജിക്കും ഇല്ലാത്തൊരു സ്വപ്നം കാണുന്നത്, ഒരു പാമ്പിൻ്റെ വാല് പാമ്പ് തന്നെ മെഴുങ്ങണമെന്ന്. ഇവിടെ വെച്ചിട്ടാണ് C6H6 വരികയും ഓർഗാനിക് കെമിസ്ട്രിയും ബാക്കിയുള്ളതെല്ലാം വരുന്നത് കെക്കുലയുടെ വക. പക്ഷെ അദ്ദേഹം അതിനുവേണ്ടി കുറേ ലോജിക്കലി പോയിരുന്നു എന്നുള്ളതും, ഈവൻ ഇഫ് യു ടോക്ക് അബൌട്ട് പുള്ളിയും ഈ സാധനം തലയിൽ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് പോയിട്ട് പെട്ടെന്നാണ് വെള്ളത്തിൽ കിടന്നിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ റീസൺ കിട്ടുന്നത്. പലപ്പോഴും ഞാനിത് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, സ്പിരിച്വാലിറ്റി എന്ന് പറയണത് വളരെ, സ്വാമി പറഞ്ഞ പോലെ വളരെ ലോജിക്കലായി പോയി പിന്നെ ബിയോണ്ട് ഗോയിങ് ദാറ്റ് ആണ്. അല്ലാത്ത ഇപ്പം നമ്മൾ വെള്ളത്തിൽ കിടന്ന് വെള്ളം താഴെ പോയാലോ ആപ്പിൾ തലയിൽ വീണാലോ ആവണം എന്നില്ലാത്തത്, ആ ഏത് ഏരിയ ആണോ ലോജിക്കൽ സയൻറ്റിഫിക്കൽ അവർ നല്ല രീതിയിൽ പോവുകയും. ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ 3 ദിവസമായിട്ട് എൻ്റെ കോളേജിലൊരു നാഷണൽ ഓൺടർപ്രണർഷിപ്പ് കോൺക്ലേവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡേ വന്നത് ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി. അവർ ചെയ്യുന്നത് മാൻഹോളിൽ അവരുടെ റോബോട്ട് പോയി എല്ലാം ക്ലീൻ ചെയ്യുന്നതാണ്. അദ്ദേഹം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞൊരു ഭാഗം, നിങ്ങളെല്ലാം എടുക്കുക, അത് കഴിഞ്ഞതിന് ശേഷം പ്ലീസ് മെഡിറ്റേറ്റ്. എല്ലാ ദിവസവും നിങ്ങൾ റെഗുലറായിട്ട് മെഡിറ്റേറ്റ്. കാരണം നമ്മൾ നോക്കുമ്പോൾ മെഡിറ്റേറ്റ് എന്ന് പറയുന്നത് സയൻസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്, മുഴുവൻ സ്പിരിച്വാലിറ്റിയാണ്. പക്ഷെ എവിടെ നോക്കിയാലും ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്ത് കിടക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. സോ ഇറ്റ് ഷുഡ് കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ. ആൻഡ് പറഞ്ഞ പോലെ ക്വസ്റ്റ്യനിങ് ഇസ് റിയലി ഗുഡ്. ലൈക്ക് സീക്കർ, അത് ഏത് റിലീജിയൻ എടുത്താലും പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ എന്ന് തന്നെയാണ്. പക്ഷേ അത് ആണോ എന്നൊരു ചോദ്യം കൊണ്ട് ഞാനിവിടെ നിർത്തുന്നതിൻ്റെ പുതിയ ടേംസ് ഞാൻ ഈയിടെ ഇപ്പം ശ്രീത്ത് പറഞ്ഞതിൻ്റെ ഇതായിട്ട് സപ്പോർട്ടിങ് ചെയ്യും. ഒരു കുട്ടിയുടെ പ്രൊജക്റ്റ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഫിലോസഫിക്കൽ കൗൺസിലിംഗ് ആണ്. നമ്മളെല്ലാവരുടെയും കേട്ടിട്ടുള്ളത് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. ഞാനും എൻ്റെ പഠിത്തമെല്ലാം സൈക്കോളജിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഫിലോസഫിക്കലിൽ നോക്കുമ്പോൾ ഫിലോസഫിക്കൽ കൗൺസിലിംഗ് നല്ലൊരു കാര്യമാണ്. ആൾക്കാരെ ഫിലോസഫി ലൈക്ക് വെച്ച് കൗൺസിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ പല തലങ്ങൾ പോകണമെങ്കിൽ എക്സിസ്റ്റിംഗ് ആവണം എന്നില്ല എന്നുണ്ടെങ്കിൽ പ്യുവർലി ലോജിക്കൽ എടുത്താൽ പറ്റില്ല, കുറേ സ്പിരിച്വലും പോയേ പറ്റും. പ്രത്യേകിച്ച് ഇന്ത്യനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിൽ ടോക്ക് ലേറ്റർ ഇൻ ദ നെക്സ്റ്റ് ടൈം. So as of now, I think all the panelists are more or less saying that യുക്തിചിന്ത ഒരു വശത്ത്, ശാസ്ത്രം യുക്തിചിന്ത ഒരു വശത്ത്, വിശ്വാസം മറുവശത്ത് എന്നുള്ള ഒരു ദ്വന്ദ്വത്തിനെയാണ് നമ്മളിവിടെ more or less ബ്രേക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ട് ശ്രീജിത്ത് പണിക്കറിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു ദ്വന്ദ്വം നമ്മൾ ബ്രേക്ക് ചെയ്തു തന്നെ ഇരിക്കട്ടെ. അങ്ങ് കുറച്ച് മുമ്പ് അങ്ങയുടെ പ്രസംഗത്തിൽ വളരെ മനോഹരമായിട്ട് ഭരണഘടനാ സംരക്ഷകരെ പറ്റി പറയുന്നുണ്ടായിരുന്നു. യു ആർ ഓൾസോ എ പേഴ്സൺ ഐ നോ ഹു ഈസ്
more or less expert in a constitution. So Indian constitutionലേക്ക് വന്നാൽ തന്നെ നമുക്കറിയാം we have fundamental rights, especially Article 25-ൽ പറയുന്നുണ്ട് right to profess, practice and propagate own belief and religion എന്ന് പറയുന്നുണ്ട്. അതേസമയം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലേക്ക് വന്നു കഴിഞ്ഞാൽ 51AHൽ പറയുന്നുണ്ട് all Indians are expected to promote scientific temper and so. സോ എങ്ങനെയാണ് സയൻറ്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾക്ക് ആർട്ടിക്കിൾ 25 വഴിയുള്ള റിലീജിയസ് ബിലീഫ് സേഫ് ഗാർഡ് ചെയ്യുന്നത്? ഇത് ഭരണഘടനയിലുള്ളൊരു വൈരുദ്ധ്യമായിട്ട് അങ്ങ് കരുതുന്നുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? നല്ല ചോദ്യം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഭരണഘടനയുടെ മൂലരൂപം ഉണ്ടാക്കുന്ന സമയത്ത് മതസംരക്ഷണം, വിശ്വാസ സംരക്ഷണം എന്നതുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഫ്രം ഡേ വൺ ഇറ്റ് വാസ് ദെയർ. പക്ഷേ ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സംഭവം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ആഡഡ് ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ദ 42nd അമെൻമെൻറ്റ്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സയൻറ്റിഫിക് ടെമ്പർ വളർത്തുന്നതിനെ പറ്റി കൊണ്ടുവന്നത്. ബട്ട് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് നോട്ട് ടു ചെക്ക് ദ വെറാസിറ്റി ഓഫ് റിലീജിയസ് ബിലീഫ്സ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. നിങ്ങളുടെ മതവിശ്വാസം ശരിയാണോ ഇല്ലയോ എന്നതിനെപ്പറ്റി സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള, അതിൻ്റെ വാലിഡിറ്റി പരിശോധിക്കാനുള്ള ഒരു ലെൻസ് ആയിരുന്നില്ല ഈ സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് കോ എക്സിസ്റ്റൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സജസ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് കോൺട്രഡിക്ടറി. ഇഫ് ഇറ്റ് വെയർ കോൺട്രഡിക്ടറി ഇറ്റ് വുഡൻറ്റ് ഹാവ് ബീൻ ദെയർ. അപ്പോൾ ഇത് രണ്ടും കൂടി കോ എക്സിസ്റ്റ് ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്യുന്ന സ്പേസ് രണ്ടാണ്. ഉദാഹരണത്തിന് നമുക്ക് സയൻറ്റിഫിക് ടെമ്പർ വഴി ചോദ്യം ചെയ്യാൻ കഴിയുന്നത് ഒരു പ്രാക്ടീസിനെയാണ്. ഒരു പ്രാക്ടീസ് തെറ്റാണോ ശരിയാണോ എന്നതിനെപ്പറ്റി നമുക്ക് സയൻറ്റിഫിക്കായിട്ട് ചോദ്യം ചെയ്യാം. ബട്ട് നെവർ എ പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ ക്യാൻ ബി ആസ് വേഗ്, ആസ് ഇമാജിനേറ്റീവ് ആസ് എനിത്തിങ്. അതുകൊണ്ടാണ് നേരത്തെ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് വൈൽഡ് തോട്ട്സ് ഉണ്ടാകാം. ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് ഐ ക്യാൻ വാനിഷ് വൺ ഡേ? ഡോക്ടർ ഗോപിനാഥ് മുതുകാടിൻ്റെ വാനിഷിംഗ് അല്ല. ക്യാൻ ഐ റിയലി വാനിഷ് വൺ ഡേ ആൻഡ് അപ്പിയർ ഇൻ അനദർ പ്ലേസ് ഇൻ സേ എ മാറ്റർ ഓഫ് മൈക്രോ സെക്കൻഡ്സ്? ഇത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ബി എ വൈൽഡസ്റ്റ് ഓഫ് ഇമാജിനേഷൻ. പക്ഷേ ഇതേപോലെയുള്ള വൈൽഡസ്റ്റ് ആയിട്ടുള്ള പല ഇമാജിനേഷൻസ് ഹാവ് ബിക്കം റിയാലിറ്റീസ്. അപ്പോൾ ഞാൻ പറയുന്നത് ദിസ് ഈസ് എ പ്രിൻസിപ്പിൾ, ദിസ് ഈസ് എ തോട്ട്. അത് വളരെ ക്രൂഡ് ഫോമിലുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ആൻഡ് ഇഫ് യു ടെസ്റ്റ് that through the specter of or the spectrum of this scientific temper, it may fall apart. അതവിടെ നിലനിൽക്കത്തില്ല. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് എ പ്രാക്ടീസ്, ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഓക്കെ ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടത്തിയിരിക്കുന്നത് ഗണപതിയിലാണ് എന്ന് പറഞ്ഞ് ഇഫ് യു ആർ ടീച്ചിങ് യുവർ ചിൽഡ്രൻ ത്രൂ യുവർ സ്കൂൾ ബുക്സ്, ഇറ്റ് ഈസ് റോങ്. ഇറ്റ് ഈസ് റോങ്. യു ക്യാൻ ബിലീവ്, absolutely no problem. പക്ഷേ the moment you teach it to the students through the curriculum, it is a wrong practice. And that's where the scientific temper comes in. പക്ഷേ if you personally believe, okay, ഞാൻ മഹാഭാരതം വിശ്വസിക്കുന്നുണ്ട്, ഞാൻ രാമായണം വിശ്വസിക്കുന്നുണ്ട്, ഇതിഹാസമാണ്, so it is a history, അപ്പോൾ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്, there is no problem. പക്ഷേ the moment you say that റൈറ്റ് ബ്രദേഴ്സ് അല്ല, മറ്റൊരാളാണ് എന്ന് ഇൻഡിവിജ്വൽ ബിലീഫ് അല്ല, once it is part of your formal education system, it is wrong. That is where the scientific temper comes in. അല്ല എങ്കിൽ ഈ സയൻറ്റിഫിക് ടെമ്പർ അവിടെ വരില്ല. നമ്മുടെ ഈ പ്രശ്നം പലപ്പോഴും പീപ്പിൾ തിങ്ക് ഇൻ ദ ഫോം ഓഫ് എ ബൈനറി, ദാറ്റ് ദർ ഈസ് ലോജിക്, സം തിങ്സ് ആർ ലോജിക്കൽ, ദ തിങ്സ് ദാറ്റ് ഡു നോട്ട് ഫോൾ ഇൻ ദ ബ്രാക്കറ്റ് ഓഫ് ലോജിക്കൽ ആർ ഇല്ലോജിക്കൽ. ഇതൊരു ബൈനറിയാണ്. വി ഹാവ് ടു ബ്രേക്ക് ദിസ് ബൈനറി. ദർ ഈസ് എ തേർഡ് ഓപ്ഷൻ വിച്ച് ഈസ് കോൾഡ് ബിലീഫ്. ആ ബിലീഫാണ് നേരത്തെ പറഞ്ഞതുപോലെ വൈൽഡസ്റ്റ് ആയിട്ടുള്ള യുവർ ഇമാജിനേഷൻസ് വിച്ച് ക്യാൻ possibly become a reality one day, not necessarily. പക്ഷേ ആവാം, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എംപിറിക്കൽ പ്രൂഫ് ആവശ്യമില്ലാത്ത നിങ്ങളുടെ അത്തരം വിശ്വാസങ്ങൾ എന്ന് പറയുന്നതിനെ വിശ്വാസമായി കീപ്പ് ചെയ്യാനുള്ള അവകാശം കൂടിയാണ് ആർട്ടിക്കിൾസ് 25 and 26 ഗവേൺ ചെയ്യുന്നത്. ആൻഡ് യു ആർ ഫ്രീ ടു പ്രാക്ടീസ് ദാറ്റ്, യു ആർ ഫ്രീ ടു പ്രൊപ്പഗേറ്റ് ദാറ്റ്, ഒക്കെ ചെയ്യാം. പക്ഷേ ഈസ് ഇറ്റ് പാർട്ട് ഓഫ് യുവർ ഫോമൽ സ്കൂളിംഗ്? ദാറ്റ്സ് വെയർ യു നീഡ് ദ പ്രൂഫ്. ദാറ്റ്സ് വെയർ സയൻസ് കിക്സ് ഇൻ. And that's where scientific temper comes in. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ സ്ഫിയർ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. പക്ഷേ അവിടെ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ശ്രീജിത്ജി. അതായത് ഓക്കെ, വി ഹാവ് ഓൾസോ ദ റൈറ്റ് നോട്ട് ഓൺലി ടു പ്രാക്ടീസ്, വി ഹാവ് ഓൾസോ ഫോർ ടു പ്രൊപ്പഗേറ്റ്. സി
നമ്മളിപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ഒരുമിച്ച് ഒരു സമൂഹത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൽ നമുക്കൊരു കുഴപ്പവും കണ്ടെത്താൻ കഴിയില്ല. ബിക്കോസ് ദേ ബോത്ത് ഡോണ്ട് കോൺട്രഡിക്റ്റ്. ഫിസിക്സ് പറയുന്നതും കെമിസ്ട്രി പറയുന്നതും രണ്ടല്ല. അതേസമയം രണ്ട് റിലീജിയൻസ് പറയുന്ന കാര്യങ്ങൾ പ്രഥമ ദൃഷ്ടിയാലെങ്കിലും നമ്മൾക്ക് കോൺട്രഡിക്റ്ററായി തോന്നുന്ന സാഹചര്യത്തിൽ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷന് രണ്ട് റിലീജിയനും ഒരുമിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കാൻ പറ്റും, എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്, then I believe the conflicts are bound to happen. I will ask the same question to Swamiji again. So first I will like to get your answer. There is no inherent conflict. Basically because you are propagating your religion based on the tenets of your religion, which basically means that you are not intruding into the rights of another person. നിങ്ങളുടെ ഗ്രൂപ്പിലാണ് നിങ്ങൾ ആ ബിലീഫ് കൊണ്ടുവരുന്നത്. And you are free to spread it. You are free to get somebody, kind of enrolled into your religion also. That is fine. ഇത് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കാര്യമല്ല. The other person, if that person is enticed by the values that you are propagating, is free to practice it. അങ്ങനെയാണ് നമ്മൾ ഈ മതപ്രചരണം എന്ന് പറയുന്നതിനെ ഈ ആർട്ടിക്കിൾ 25-26 നമ്മൾ കൊണ്ടുവരുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ കോൺട്രഡിക്റ്ററി ആണ് എന്ന് ചിന്തിക്കുന്നുണ്ടാണ്. ലൈക്ക് വാട്ട് യു സെഡ്, ഫിസിക്സ്, chemistry, both are science, they are not contradictory, but there are a lot of belief systems which might be contradictory. We are inclusive. Yes. That is where the unity in diversity kicks in. We know that for a reason we are diverse, and that is where the beauty of the religion comes in. നമ്മളൊരു മൊണോട്ടണസ് സിസ്റ്റം നമ്മളിവിടെ വിഭാവനം ചെയ്യുന്നില്ല. ആ നമ്മുടെ ഒരു എക്സ്യൂബറൻ്റ് ആയിട്ടുള്ള വിവിഡായിട്ടുള്ള ഒരു കൾച്ചറിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. സി കോൺഫ്ലിക്ട്സ് ക്യാൻ ഹാപ്പൻ. ഇപ്പോൾ പറഞ്ഞതുപോലെ ദീസ് ക്യാൻ happen, അത് bound to happen. പക്ഷേ at the same time there is a self-healing mechanism also inherent in this, and that is why these religions, these faiths have survived all these centuries. Time immemorial ഉള്ളത് സാധനങ്ങളല്ലേ. അപ്പോൾ അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു കോൺട്രഡിക്റ്ററി കോൺഫ്ലിക്റ്റിംഗ് സാധനമില്ല. യു ആർ ഫ്രീ ടു ഡു ഓൾ ദാറ്റ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു റെസ്പെക്ട് ദി അതർ റിലിജിയൻസ് ആസ് വെൽ. അല്ലാതെ നമ്മളിപ്പോൾ മൈ റിലിജിയൻ ഈസ് ബീയിങ് ഫോളോഡ് ബൈ 80% ഓഫ് ദ പീപ്പിൾ ഇൻ ദിസ് കൺട്രി, and his religion is practiced by only 2%. So why can't I, kind of destroy his religion? That practice is not there. That is where positive secularism comes in. That is where he is treated as an equal as I. അങ്ങനെ ഒരു സംഭവമുണ്ട്. And that practice has been there from 1950 onwards. There could be different types of governments following different types of ideologies, right wing, left wing, centrist, all governments have been in power. പക്ഷേ at the end of the day they all have had huge respect for this constitution and the diverse beliefs that this land has produced, and that is why they were given equal rights. അതുകൊണ്ട് തന്നെ വളരെ മിനിമലായിട്ടുള്ള ഒരു സ്വരാഷ്ട്രീയനിസം പിന്തുടരുന്ന ആളിനും ഏറ്റവും മെജോറിറ്റി ഉള്ള ഒരു ഹിന്ദുവിനും കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. സോ ഇഫ് ദെയർ വെയർ, ലൈക്ക് വാട്ട് യു സെഡ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇൻ സിങ്ക് ആൻഡ് ഓൾ ദ റിലിജിയൻസ് ആർ വെയർ ഔട്ട് ഓഫ് സിങ്ക്, ഈ 2% എന്ന് കാണുമായിരുന്നില്ല. There are countries, theocratic states, where the other thing has happened. But in India, we follow Sanatana Dharma, we follow this all-inclusive culture, we follow positive secularism, unlike the Western secularism, and that's why this 2% of people are also coexisting with this. That's my vishwas. Hari Om. Satyanandetan, can I just make an announcement? Sure. With your permission. Yes. This is to the audience. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ, മെയിൻ സ്ക്രീനിൽ 2 വശത്തുമായിട്ട് സംസ്കാരയുടെ ഒരു QR കോഡ് അടങ്ങിയ ഒരു സ്ലൈഡ് കാണാം. അതിൽ നിങ്ങൾക്ക് ആ QR കോഡ് നിങ്ങളുടെ ഫോണുകളിൽ സ്കാൻ ചെയ്യുക. അതിൽ ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ് www.slido.com എന്ന് പറഞ്ഞ ലിങ്കിലേക്ക് പോവും. അതിൽ നിങ്ങൾക്ക് #സംസ്കാര എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മുടെ എമിനൻറ്റ് പാനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീ ഷിജിത് സാറോടും തോമസ് സാറോടും അനുകൂലാനന്ദജിയോടും ചോദിക്കുവാനുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ അതിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ചർച്ചയ്ക്ക് അവസാനം വീണ്ടും ഈ എമിനൻറ്റ് പാനലിസ്റ്റുമായിട്ട് ആ പോസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളിൽ നിന്നും വളരെ സെലക്റ്റഡ് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുവാനുള്ള സുവർണാവസരമുണ്ട്. സോ കൈൻഡ്ലി മേക്ക് യൂസ് ബൈ സ്കാനിങ് ദ QR കോഡ് വിച്ച് ഇസ് ഡിസ്പ്ലേഡ് ഓൺ either sides of the main screen. Thank you, Etta. Thank you. Thank you, Guru, for the announcement. So, audience-ന് ചോദ്യം ചോദിക്കാനുള്ളൊരു സുവർണാവസരമാണ്. You can scan the QR code and proceed with the same. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വന്നാൽ, സ്വാമിജി അങ്ങനെ നോക്കിക്കാണുന്നു, വിവിധ മതങ്ങളെ ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ഒരു ആശയം പ്രാക്ടിക്കലായി പോസിബിൾ ആണെന്ന് തെളിയിച്ച രാഷ്ട്രത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ how do you feel? So here what I feel, see, Shiji പറഞ്ഞ പോലെ our constitution gives us the freedom to profess. Yes. Correct?
and that is absolutely fine. At the same time, the Constitution also gives us the freedom to follow our own thoughts. Yes. So the problem comes when one thought tries to suppress or supersede or force people following a particular thought to drop that and take up a new thought. Yes. In that place, what happens is the freedom of one thought becomes violated. The methods can be covert methods, or the methods can be overt methods. For example, the invaders or whoever came, it is their method in order to suppress the people who were conquered. So certain people may have used expressive methods in order to put down, in order to insult, in order to destroy the faith of a particular group. They were not even Indians. At the same time, certain other people can use very subtle methods of making one particular group, whichever group it may be, feel wrong, feel bad, feel negative about whatever their beliefs are. So people can use expressive methods, or people can use very covert methods in order to defile, in order to decry the faith and the belief of some other person, and by that trample upon the freedom of that person to believe in their own belief systems. So then the freedom is trampled upon, and that is not permitted by the Constitution also. So the whole point is, if I'm inspired by a thought belief and I take up that particular thought belief, like Adi Shankaracharya did when Buddhism was here. When Sanatana Dharma was here, Buddhism came and Buddhism took up a lot of work. Jainism came and Jainism took up a lot of work. Then again Shankaracharya ji came and he established his ideology, and people took it up. So to take up some thought process by inspiration and by conviction is absolutely fine, and that is allowed by the Constitution. But if you say that if you do not follow what I say, then you will have certain consequences. And based on those consequences, I am forced to follow something, that is trampling of freedom. And that is not permitted. So to profess also there is freedom, and to follow also, that freedom has to be protected. That is my take. Thank you. What a great outlook. Like, നമ്മുടെ രണ്ട് ഡിഗ്നിറ്ററീസ് വളരെ മനോഹരമായി കൊണ്ടാണ് എങ്ങനെ നമ്മൾക്ക് ഒരേ സമയം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്ത്യൻ ആയിക്കൊണ്ടും അതേസമയം ഇന്ത്യൻ കൾച്ചറിൻ്റെ ടോർച്ച് ബിയറേഴ്സ് ആയിക്കൊണ്ടും ഒരേ സമയം ഇരിക്കുവാൻ സാധിക്കും എന്ന് വിവരിച്ചു തന്നത്. ഇനി ഡോക്ടർ തോമസ് സാറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹീസ് എ പേഴ്സൺ ഹു ഈസ് മോസ്റ്റ്ലി വർക്കിംഗ് ഇൻ എഡ്യൂക്കേഷൻ ഫീൽഡ്. സോ സർ, നമ്മളിപ്പോൾ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. So, do you think an ideal education system can be formed based on the values of this culture? അങ്ങനത്തൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, how much secular it can be, and what is the scope for such a thought? എനിക്ക് ആ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ്. ഞാനത് പറയാം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് ആഡ് ചെയ്തോട്ടെ. ഞാനിവിടെ പറയാം, എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഇപ്പം ഫിസിക്സും കെമിസ്ട്രിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുപോലെ, ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് നോ റിലീജിയൻസ് കോൺഫ്ലിക്റ്റ്. കാരണം എല്ലാ റിലീജിയനും ആ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എവിടെയാണ് പ്രശ്നം? ഐ എം സോറി, ഇതിൽ പ്രശ്നം വരുന്നതെന്ന് വെച്ചെങ്കിൽ ഇൻ്റർപ്രിട്ടേഷനിൽ മാത്രമാണ് പ്രശ്നം വരുന്നത്. അവിടെ ഇൻ്റർപ്രിട്ടേഷൻ, അവിടെ സ്വാമിജി പറഞ്ഞ പോലെ, സീക്കർ എന്ന് പറഞ്ഞ പോലെ, ഇവിടെ ആ വിസ്ഡം, വിവേകം ഒന്ന് ഉപയോഗിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാവും എല്ലാം സെയിം ആണെന്ന്. ഇവിടെ സിൻസ് ദിസ് ഇസ് ചിന്മയ, ഐ വിൽ പിക്ക് അപ്പ് ടു റിലീജിയൻ, നോട്ട് ടു കോൺഫ്ലിക്റ്റ്. ഐ വിൽ ടേക്ക് ഇസ്ലാം ആൻഡ് ക്രിസ്ത്യൻ. ഇസ്ലാം ആൻഡ് ക്രിസ്ത്യൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഇസ്ലാം ഇസ് നോട്ട് an ഇസ്ലാം ഇഫ് ഹി ഓർ ഷീ ഡസ് നോട്ട് ബിലീവ് ഇൻ ജീസസ്. ഈസാ നബിയായിട്ടാണ് കാണുന്നത്. അപ്പം ഇതിൽ എന്തിനാണ് ക്രിസ്ത്യാനിറ്റി വന്നത്, ഐ മീൻ ഇസ്ലാം വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നു, സ്നേഹത്തിനും സാഹോദര്യത്തിനൊക്കെ. ക്രിസ്ത്യാനിറ്റി എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഈ കോൺഫ്ലിക്റ്റ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന്
ജീസസ് ദൈവമാണെന്ന് ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നുവെന്നും അത് ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നു എന്നുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഇവിടെ വലിയ കോൺഫ്ലിക്റ്റ് നടക്കുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഇൻ ദ ബേസിക് കോർ എടുത്തിട്ടുണ്ട്, എല്ലാം സെയിം. എന്തിനാണ് സെയിം? എൻ്റെ ഏറ്റവും ഒരു തമാശയും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീസസ് നെവർ സ്റ്റാർട്ടഡ് ക്രിസ്ത്യാനിറ്റി, നബി നെവർ സ്റ്റാർട്ടഡ് ഇസ്ലാം. അവരുടെ തോട്ടും നല്ല തോട്ടുകളും പിന്നെ ആൾക്കാരെടുത്ത് പിന്നീട് അതിൽ കൊണ്ടുപോയ പ്രശ്നങ്ങളാണ്. ഇവിടെ ഞാൻ നേരത്തെ എഴുതി വെച്ചൊരു ലൈൻ പെട്ടെന്ന് ഓർത്തത് വന്ന്, വെൻ യു ചേഞ്ച് യുവർ ബിലീഫ് യു ചേഞ്ച് വാട്ട് യു ഡു. വെൻ യു ചേഞ്ച് യുവർ ബിലീഫ് യു ചേഞ്ച് വാട്ട് യു ഡു. ഈ ബിലീഫ് എന്ന് പറയുന്നത് ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഇസ്ലാം എന്നുള്ളതിനെക്കാട്ടിലും ഞാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ദ ബിലീഫ് ഇൻ മീ എന്നുള്ളതാണ്. എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. വെൻ ഐ ചേഞ്ച് മൈ ബിലീഫ് ആസ് ഐ ക്യാൻ ഡു ഇറ്റ്, then everything changed. I believe that all people are against me, my life is different. I change my belief, you all are loving and I am loving എന്ന് വന്നു കഴിഞ്ഞാൽ everything is changing. So ഈ സ്പിരിച്വാലിറ്റിയുടെ ഭാഗം കുറേം കൂടെ റിലീജിയനും മുകളിലേക്കല്ലേ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഭാഗം പറഞ്ഞത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അയ്യോ, ഞാൻ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പറയുന്നു, ഐ എം സോറി, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ 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 അധികം മോശം എന്ന് പറയുന്നതിനെ മോശം തന്നെയാണ്. പക്ഷെ പറയാൻ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയാം. ഇത് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇപ്പം ഗവൺമെൻറ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ കൊണ്ടുവന്ന് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഞാൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്ത്യൻ സിസ്റ്റത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് പറയുന്നത്, പണ്ട് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ വി ഹാഡ് ദ ഗുരുകുൽ സിസ്റ്റം. അപ്പോൾ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, പക്ഷെ അവിടെ ഓരോ ശിഷ്യനും ഒരു ഇൻഡിവിജ്വൽ ആയിരുന്നു. അപ്പോൾ ശിഷ്യൻ്റെ കൂടെ ഞാൻ താമസിക്കുമ്പം എനിക്കിഷ്ടം പാചകമാണെങ്കിൽ നീ പാചകം ചെയ്യുക, എനിക്കിഷ്ടം കൃഷിയാണെങ്കിൽ കൃഷി, എനിക്കിഷ്ടം ചെടികളാണെങ്കിൽ ചെടികൾ, എനിക്ക് അവിടെയുള്ള മൃഗങ്ങളോടൊരു താല്പര്യമുണ്ട്, എനിക്ക് വരുന്ന ആൾക്കാരെ സ്വീകരിക്കാനാണ് താല്പര്യം, എനിക്ക് താല്പര്യം ഗുരുവിൻ്റെ ടൈം ടേബിളും ഷെഡ്യൂളും അഡ്മിനിസ്ട്രേഷൻ. ഓരോരുത്തർക്കും അവരവരുടെ റോൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താ നമുക്ക് പറ്റിയത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എന്താ പറ്റിയത്? വെസ്റ്റേണൈസേഷൻ വന്നപ്പോൾ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം, അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അവിടെ ചിന്തിക്കുക എന്നുള്ളൊരു ഭാഗം കുറച്ചിട്ട് ചെയ്യുക എന്നുള്ളൊരു ഭാഗത്തേക്കായി. അപ്പം ഒരാൾ ഒരു ജോലിക്ക് കയറുന്നു, നട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ റിട്ടയർ ചെയ്യുന്നത് വരെ നട്ട് ടൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കുറേ കഴിയുമ്പോൾ എക്സ്പീരിയൻസ് നമ്മൾ സ്പീഡിൽ ടൈറ്റ് ചെയ്യും, ഇതേയുള്ള കാര്യം. അപ്പം ഇവിടെ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ടല്ലാതെ ഒരു മെഷീനായിട്ട് കണ്ടൊരു സിസ്റ്റമാണ്. ഐ എം സോറി, അതാണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്നത്, താങ്ക് യു ഫോർ ദാറ്റ്, ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും നോക്കുന്നത്, സ്വാമിയും ഞാൻ നോക്കിയപ്പം തമിഴ്നാട്ടിലത്തെ ബെസ്റ്റ് സ്കൂള്, ഇന്ത്യയിലത്തെ രണ്ടാമത്തെ ബെസ്റ്റ് സ്കൂളിൻ്റെ അവാർഡ് കിട്ടിയതിൽ നമ്മൾ ബൈ ഹാർട്ട് എന്ന് പറഞ്ഞൊരു സാധനത്തിനെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ന് പറയുന്നത്. അവിടെ ചിന്തകൾക്കോ ഈ പറഞ്ഞ പോലെ വിവേകത്തിനോ ക്രിയേഷനോ അനാലിസിസോ ഒന്നുമില്ലാതെ നിങ്ങൾ ആ ബുക്കിലെ പഠിച്ചത് ഇങ്ങോട്ട് ഇട്ടിട്ട് ജയിച്ചു കഴിഞ്ഞാൽ പോകുന്നു. ഈ സിസ്റ്റം, ഐ എം സോ ഹാപ്പി ദാറ്റ് ഇപ്പം അത് സ്കിൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഒരുപാട് വരുന്നില്ല. ലോകത്ത് മുഴുവൻ പറയുന്നു, നമ്മൾ ഇപ്പോഴും പറയുന്നു, ഈ സ്കിൽ ബേസ് തന്നെയായിരുന്നു നമ്മുടെ ഗുരുകുല സമ്പ്രദായം. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമുള്ള ഏരിയയിൽ അവരവർ എക്സ്പേർട്ട് ആവുന്നു എന്നുള്ളതെന്ന് മാറ്റി എല്ലാവരും ഒരേ രീതിയിൽ, നമ്മൾ ശരിക്കും മെഷീൻസ് ഓരോ അച്ചുണ്ടാക്കി വിടുന്നത് പോലെ എല്ലാ കുട്ടികളും ഒരേപോലെ ആവണം. ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വെട്ടിക്കള, ഇവിടെ കുറച്ച് ഇവിടെ നിന്ന് ചേർക്ക്, അല്ലാതെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കാണുകയും എല്ലാവരുടെ യുണീക്നെസ്സും കണ്ടിരുന്ന ഒരു സിസ്റ്റമായിരുന്നു നമ്മുടെ. അത് മാറിപ്പോയി തിരിച്ചതിലേക്ക് വരുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗം എനിക്കത്ര പറയാം. താങ്ക് യു തോമസ് സാർ ഫോർ ദ വണ്ടർഫുൾ ഇൻസൈറ്റ്സ്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഡിംഗ് റിമാർക്സിലേക്ക് പോവുകയാണ്, ബിക്കോസ് വി ഹാവ് ടു ഓൾസോ എൻ്റർടൈൻ ദ ക്വസ്റ്റ്യൻ ഫ്രം ദ ഓഡിയൻസ്. കൺക്ലൂഡിംഗ് റിമാർക്സിലേക്കുള്ളൊരു അവസരം വരികയാണെങ്കിൽ ഓരോ പാനലിസ്റ്റുകളും നമ്മുടെ വിഷയത്തിൽ പ്രധാനമായിട്ടും വന്ന ചിന്തകൾ എന്ന് പറയുന്നത് യുക്തി, ചിന്ത, ഒപ്പം വിശ്വാസ സംരക്ഷണം, അതിൻ്റെ ഒപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ, ഒപ്പം നമ്മുടെ എഡ്യൂക്കേഷനിലുള്ള സ്കോപ്പ്. ഈ വിഷയത്തിനെ നമ്മൾക്ക് ഒരുമിച്ച് നോക്കിക്കാണുമ്പോൾ വാട്ട് യു ഓൾ വാണ്ട് ടു സേ ടു അവർ യങ് ജനറേഷൻ, അവരുടെ മുന്നോട്ടുള്ള പാത എങ്ങനെയായിരിക്കണം? അവർ യുക്തിയുക്തം ഉപാധേയം എന്ന് പറഞ്ഞ് യോഗ വാസിട്ട് തന്നെ ഒരു ശ്ലോകമുണ്ട്.
അതുപോലെ എല്ലാ വിഷയങ്ങളെയും യുക്തിയുക്തം ചിന്തിച്ച് മുന്നോട്ട് പോകണമോ, അതോ അവർ ചോദ്യം ചെയ്യലിൽ നിന്ന് കുറച്ചൊക്കെ പിൻവാങ്ങി ഒരു പരിധിവരെ മൂല്യങ്ങളിൽ എന്ന് വെച്ചാൽ വിശ്വാസപരമായ മൂല്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകണോ? ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മൂല്യരാഹിത്യത്തിലേക്കാണോ നയിക്കുക, അതോ മൂല്യബോധമുള്ള തലമുറയിലേക്കാണോ നയിക്കുക? ഈ കാര്യങ്ങളെപ്പറ്റി എല്ലാ പാനലിസ്റ്റുകളുടെയും അഭിപ്രായം ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. ആദ്യമായി ശ്രീ പണിക്കർ. അല്ല, ഒരിക്കലും ചോദ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ പറ്റില്ല. വെൻ ദ ക്വസ്റ്റ്യൻ എൻഡ്സ് യുവർ ഇമാജിനേഷൻ എൻഡ്സ്. നിങ്ങൾ അതിനപ്പുറത്തേക്ക് വളരുന്നില്ല. എപ്പോഴും നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമുക്ക് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഏതൊക്കെയോ മേഖലകളുണ്ട്. അപ്പോൾ അവിടേക്കുള്ള എൻ്റെ ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ട്. ആ ഇൻക്വിസിറ്റീവ്നെസ് ഉള്ളത് കൊണ്ടാണ് ഋഷിമാരായിക്കോട്ടെ ശാസ്ത്രജ്ഞരായിക്കോട്ടെ ഏതൊരു മേഖലയിലും സൂപ്പർലേറ്റീവ് സ്കിൽസ് അച്ചീവ് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും വെറുതെ വീട്ടിലിരുന്ന ആൾക്കാരല്ല, ചോദ്യം ചോദിച്ച ആൾക്കാരാണ്. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അധ്യാപകരെ കുട്ടികളോടാണ് ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളതാണ്. തിരിച്ചാണ് വരേണ്ടത്. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് ഉണ്ടാവേണ്ടത്, അധ്യാപകനാണ് വെള്ളം കുടിക്കേണ്ടത്. സംഭവിക്കുന്നത് തിരിച്ചാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പലപ്പോഴും പറയില്ലേ, ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ സൈലൻസ് ചെയ്യാനായിട്ട് ഒരു അധ്യാപകൻ ശ്രമിച്ചാൽ ആ കുട്ടി ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നുണ്ടാവും, പക്ഷേ ആ ചോദ്യം ആ ക്ലാസ് മുറിയിൽ നിൽക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് പഴയ തലമുറയിലും ഈ തലമുറയിലും ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, വെരി സോറി ടു സേ, ഓർമ്മ പരിശോധന മാർഗം മാത്രമാണ് നോക്കുന്നത്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മെമ്മറിയിൽ ഹോൾഡ് ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് ഒന്നും വേറെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അതെന്തുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കണം എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടാകണമെങ്കിൽ 100 ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്കത് മനസ്സിൽ ഹൃദിസ്ഥമാവണം. അല്ല, നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി പോലെ ഇരുന്ന് പഠിക്കുന്നതിലല്ല. അങ്ങനെ പഠിച്ചിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരാത്ത ചില കോൺസെപ്റ്റുകളെ പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് കിട്ടുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ ഓർമ്മയിലേക്ക് കയറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു എക്സാം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എത്ര ഓർത്തിരിക്കും? നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. നേരെ മറിച്ച് ചില ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമ്മളത് ഒരിക്കലും മറക്കത്തില്ല. ചില മൂല്യങ്ങളുണ്ട്, നമ്മളത് ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ ഇമാജിനേഷൻ ഉണ്ടാവുക, ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ജൂലിയസ് റോബർട്ട് ഓപ്പൻഹൈമർ. ഓസ്കാർ വേദിയിൽ വരെ വന്ന് നിൽക്കുകയാണ് ഓപ്പൻഹൈമർ. ഈ ഓപ്പൻഹൈമർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടോ, ആറ്റമിക് ഫിസിക്സിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ്റെ എബിലിറ്റി, അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ എബിലിറ്റി, അതിൻ്റെ സ്കോപ്പിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി മനുഷ്യൻ പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല. മുമ്പ് കേട്ടിട്ടില്ലാത്തതോ നമ്മൾ തീരെ ചിന്തിച്ചിട്ടില്ലാത്തതോ ഇല്ലാത്തതോ ആയിട്ടുള്ള ഒരു പുതിയ കാര്യവും നമ്മൾ ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ ഒരു എക്സംപ്ലിഫിക്കേഷനിലേക്കാണ് പോയത്. അതായത് ഈ തോട്ട് ഇവിടെ ഉണ്ടായിരുന്നു, വൈൽഡസ്റ്റ് ആയിട്ടുള്ള കുറേ ചിന്തകൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹിന്ദുയിസത്തിനും ബുദ്ധിസത്തിലുമാണ്. ഈ 2 ധർമ്മങ്ങളിൽ ഈ ചിന്തകളെല്ലാം ഉണ്ടായിരുന്നു. മോഡേൺ സയൻസ് ശ്രമിക്കുന്നത് അതിനെ എക്സംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന് ഉദാഹരണങ്ങൾ കണ്ടെത്തുന്നതിന്, അതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചിന്ത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വരിക, വൈൽഡായിട്ടുള്ള അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇമാജിനേഷൻ, ചോദ്യം ചെയ്യുക, നമ്മുടെ ഗുരുവിനെ ചോദ്യം ചെയ്ത് തോൽപ്പിക്കുക. ഗുരുവിനെ തോൽപ്പിക്കുക എന്ന് പറയും. ഗുരുവിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരു സീക്കറായി മാറണം. ഗുരു എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ഏതോ ഒരു സെൻസ് ഓഫ് അറ്റൈൻമെൻറ്റ് കിട്ടിയിരിക്കുന്ന ആളാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. പക്ഷേ ഹീ ഈസ് ദി അൾട്ടിമേറ്റ് സീക്കർ. അപ്പോൾ ഗുരുവിനെ വീണ്ടും എങ്ങനെയാണ് ഒരു ഗുരു ആവുന്നത്? ശിഷ്യന് വീണ്ടും അറിവ് പകർന്നു കൊടുക്കുമ്പോഴാണ്. ഒരു ഗുരു അറിയപ്പെടുന്നത് അയാളുടെ നോട്ടബിൾ ശിഷ്യന്മാരെ കൊണ്ടാണ്, തിരിച്ചല്ല പലപ്പോഴും. നമ്മൾ പക്ഷേ പലപ്പോഴും പറഞ്ഞ ഇന്നയാൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ചോദിക്കണം എന്നിട്ട് നീ എന്തായി എന്ന് ചോദിക്കണം. ഇന്ന പ്രഗത്ഭനായ അധ്യാപകൻ, പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിയ അധ്യാപകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ശരി നീ എന്തായി എന്ന് ചോദിക്കണം. അപ്പോൾ ആ ഗുരുവിനെ തോൽപ്പിക്കുക എന്ന് വെച്ചാൽ ഗുരുവിനേക്കാൾ വളരുകയാണ്, അൾട്ടിമേറ്റ് സീക്കറായിട്ട് മാറാൻ ശ്രമിക്കുകയാണ്. ഇതൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സാണ്. അതിനു വേണ്ടിയിട്ട് കേവലം ഓർമ്മ എന്നതിനപ്പുറത്തേക്ക്, മെമ്മറി ടെസ്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും അവരവരുടെ ഫീൽഡുകളിൽ എക്സൽ ചെയ്യണം. നേരത്തെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ ബെഡ് മേക്ക് ചെയ്യുന്ന ആളായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ഒരാളിൻ്റെ ഓഫീസ് സെക്രട്ടറി വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, പക്ഷേ അതിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ എക്സൽ ചെയ്യാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നതാകണം എഡ്യൂക്കേഷൻ സിസ്റ്റം. അല്ലാതെ നമ്മൾ എൻജിനീയറിംഗ് പഠിച്ചാൽ എനിക്ക് ഇന്നടത്ത് ഇത് പോകാം,
എനിക്ക് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യാം, ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യാം. അങ്ങനെയല്ല. എൻ്റെ ഇൻട്രസ്റ്റ്, ഈസ് ഇറ്റ് എൻജിനീയറിംഗ്? ഡു ഐ വാണ്ട് ടു ബിക്കം എ ടെക്നോക്രാറ്റ്? ഡു ഐ വാണ്ട് ടു ബിക്കം ആൻ ആർട്ടിസ്റ്റ്? ഈ സംഭവങ്ങളെ നമ്മൾ പലപ്പോഴും വീടുകളിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വീടുകളിൽ തളച്ചിടുന്നുണ്ട്, പേരൻസ് തളച്ചിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം അവിടെ ആൾക്കാർക്കുണ്ടാകുന്ന ചോദ്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടാകണം, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഭയരാഹിത്യം കുട്ടികൾക്കുണ്ടാവണം. അതൊക്കെ ഉണ്ടാകണമെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് സ്പിരിച്വലിസം തന്നെയാണ്, മിസ്റ്റിസിസമാണ്, ഇത്തരത്തിലുള്ള വൈൽഡസ്റ്റ് ഇമാജിനേഷനാണ്. ഫ്രിട്യോഫ് കാപ്ര വളരെ മനോഹരമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സയൻസ് ഡസ് നോട്ട് നീഡ് മിസ്റ്റിസിസം, മിസ്റ്റിസിസം ഡസ് നോട്ട് നീഡ് സയൻസ്, ബട്ട് മാൻ നീഡ്സ് ബോത്ത്. എത്ര മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇതെല്ലാം കോഎക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാകണം. അങ്ങനെ ഭയരാഹിത്യത്തോടു കൂടി പ്രഗത്ഭമതികളായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. വളരെ നന്ദി ശ്രീജിത്ത് ഈ ഒരു മനോഹരമായ കൺക്ലൂഡിങ് റിമാർക്ക് നൽകിയതിന്. സ്വാമിജിയിലേക്ക് പോകും മുമ്പ് ഓഡിയൻസിനോടാണ് പറയാനുള്ളത്. എൻ്റെ മുമ്പിലേക്ക് ഒരു കൂട്ടം ചോദ്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ചോദ്യങ്ങൾ ചോദിച്ചതിൽ പലരും ഏത് പാനലിസ്റ്റിനോടാണ് ചോദിക്കേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് എഡിറ്റ് ചെയ്തിട്ടോ കമൻറ്റിന് റിപ്ലൈ ആയിട്ടോ ഏത് പാനലിസ്റ്റിനോടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കേണ്ടത് എന്നൊരു കാര്യം കൂടെ മെൻഷൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായിട്ട് സ്വാമിജി അങ്ങയുടെ കൺക്ലൂഷൻ. Fine. Because I am also in a school, this is what I observe. What certain studies also tell us is that in 3rd standard, the child has 100 questions. And something amazing that the child has is wonderment. So when we ask the teachers in 9th standard or 10th standard, what is the question? Numbers. The teacher says only one question. And what is the question? Will this come in exam or not? That is the only question that exists. So what is present in the child are two things. One is wonderment, when they see something new and amazing. And second is the inquisitiveness to know. So any education system which destroys that will be destroying humanity, will be doing a disservice to knowledge. This is one point. Second, very, very important is intellect is a tool. Intellect is not the goal. And intellect is a tool to search for knowledge, not to just deny knowledge. So what happens is, today in the name of intellectual jingoism or intellectual thought, we have become cynical thinkers. Any information, any knowledge that I get, this may be wrong, how do I disprove it? No. What if this knowledge is correct? What if this is a wonderful possibility that can happen? For example, in Japan, I've heard this, I've not read it personally, but I've heard it on social media. One of the car companies, in order to design their cars, they invited 4-year-olds to draw the designs of the cars. And those cars that were designed, I even saw the pictures of that, which the 4-year-old design are today's models of the cars of Toyota and other companies. Because they said, by the time we design it and bring it, these 4-year-olds will be the 20-year-olds and 25-year-olds who will buy those cars. So to see the possibility of things is more interesting and more amazing than to use intellect in order to deny and destroy what exists. So second is cynical thinking versus inquisitive thinking. So if those things can be developed, then that will be a very, very beautiful thing. Thank you. And sorry, one more thing, very, very important. This is one thing that I thought. India has always promoted one particular thought, and that is the thought of tapas. When tapas goes out of the person's life, progress gets lost. And therefore, in all times to be in tapas. Tapas intellectually means learning. Tapas in physical living means keeping the body healthy and expressing what the body can
express. And tapas at the mind level means keeping the mind very positive and developing those right values and outlook. So if this tapas can be re-inculcated into our own system, then that will be wonderful for our education system. Thank you. തോമസ് സാറിൻ്റെ കൺക്ലൂഷൻ റിമാർക്കിന് മുമ്പ് അദ്ദേഹത്തിനായിട്ട് ഓഡിയൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. ദ ക്വസ്റ്റ്യൻ ഈസ് ബീയിങ് ആസ്ക്ഡ് ബൈ വൺ മിസ്റ്റർ ഗിരീഷ്. ഗിരീഷ് ഇവിടെ ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്: മൈനോറിറ്റി എക്സ്ക്ലൂസിവിറ്റി ഈസ് നോട്ട് സെക്യുലറിസം. ഹൗ ടു ടീച്ച് ന്യൂ ജനറേഷൻസ് ട്രൂ സെക്യുലറിസം, നെയിംലി ലിവിങ് ബൈ വൺസ് ഓൺ വാല്യൂ വിത്തൗട്ട് ഡിമീനിങ് അതേഴ്സ് വാല്യൂ. പുതിയ തലമുറയെ എങ്ങനെ നമ്മൾക്ക് സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റൊരാളുടെ വിശ്വാസത്തെ ഹനിക്കാതെയുള്ള സെക്യുലറിസം നമ്മൾക്ക് പഠിപ്പിക്കാമെന്നാണ് ശ്രീ ഗിരീഷ് ചോദിക്കുന്നത് അങ്ങയോട്. അത് അതൊരു നാച്ചുറലായിട്ടുള്ളൊരു കാര്യമല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ അവിടെ ഇരിക്കുന്നു, സ്വാമി ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു, സദ്യ ഇവിടെ ഇരിക്കുന്നു. ഞാൻ അയാളുടെ മടിയിൽ പോയി ഇരിക്കേണ്ട കാര്യം എന്താ? എനിക്കിരിക്കേണ്ട സ്ഥലം എനിക്കുണ്ട്, അദ്ദേഹത്തിന് ഇരിക്കേണ്ട സ്ഥലം അദ്ദേഹത്തിനും ഉണ്ട്. അപ്പം ഇതൊരു അതൊരു നാച്ചുറലായിട്ടുള്ളൊരു പ്രോസസ്സല്ലേ. ഒരു നദി ഒഴുകേണ്ടതിൽ കൂടെ ഒഴുകുന്നു, മറ്റേത് അതിൽ കൂടെ ഒഴുകുന്നു, കാറ്റ് ഇതിൽ കൂടെ വരുന്നു, വെയിൽ. ഇതേപോലെ ഓരോരുത്തരും അവരായിട്ടിരിക്കുക എന്ന് പറയണത് അത് നാച്ചുറലി അങ്ങനെ തന്നെയല്ലേ ആവേണ്ടത്. അത് അല്ലാതാവുന്നു എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് ഇറ്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം വിത്ത് ദ ഇസം അല്ലെങ്കിൽ വിച്ച് എവർ റിലീജിയൻ ഇറ്റ് ഈസ്, ബട്ട് സോ സോറി ഇറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഇൻ്റർപ്രറ്റഡ് ആൻഡ് ഗിവൺ ടു യു. അവിടെ മാത്രമേ ഉള്ളൂ പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ ക്രിസ്ത്യാനിറ്റി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പം ഖുറാൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ കം ടു കോമൺ ടേംസ് ബിറ്റ്വീൻ യു ആൻഡ് മീ വെൻ റൈസസ് എ ഡിസ്പ്യൂട്ട് ഇൻ ദ നെയിം ഓഫ് അല്ലാ. ദൈവത്തിൻ്റെ നാമത്തിലൊരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ ട്രൈ ടു കം ടു കോമൺ ടേംസ് എന്നാണ് പറയുന്നത്. ഇതാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും എങ്ങനെ സിമിലാരിറ്റികൾ കാണണം എല്ലാവരും തമ്മിൽ എന്നുള്ളതാണ് പറയുന്നത്. ബട്ട് ഐ എം സോ സോറി, കുറേ സ്ഥലങ്ങളിൽ ഈ കോൺഫ്ലിക്റ്റ് വരാനുള്ള കാര്യം ഇതൊക്കെ തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ് ആൾക്കാർ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ്. അവിടെയാണ് ഈ ഒരു റിലീജിയൻ്റെ ഭാഗത്ത് വരുന്ന പ്രശ്നം. ഇറ്റ് ഈസ് ഓൾ ദ സെയിം. ഐ എം എ വെജിറ്റേറിയൻ, ഐ ഈറ്റ് വെജിറ്റേറിയൻ. Maybe somebody else is a non-vegetarian, you eat non-vegetarian. Why should I compel you to eat vegetarian and why should you compel me to eat vegetarian? എല്ലാവരും അവരവരുടെ സ്ഥലത്ത് നിന്ന് അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യുന്നു. വേറൊരാളുടെയും അതാണല്ലോ നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത്. എത്രയാ? ഇറ്റ് എൻഡ്സ് ഇൻ ലൈക്ക് വേറൊരാളുടെ മൂക്കിൻ്റെ അറ്റത്തെത്തുന്നവരെ നമുക്ക് ഫ്രീഡം ഉണ്ട്. അത് നമ്മുടെ ഫ്രീഡം, നമ്മളത് ഉപയോഗിക്കുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ലോജിക്കലി തിങ്ക് ചെയ്യണം. ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് ഇവിടെ പറഞ്ഞതിലത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഞാനും നിൽക്കുന്നത്. എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം? ലോജിക്കലി ക്വസ്റ്റ്യൻ ചെയ്യണം. അല്ലെങ്കിൽ എന്താ കുഴപ്പം? ഇത് ഇന്നതാണ്, അതങ്ങനാണ്. ഓ, എന്താ സംഭവിക്കാന്നറിയോ? ഇപ്പം റിലീജിയൻ തന്നെ നോക്കിയാൽ പണ്ട് എല്ലാവരും ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. അപ്പോൾ കുറേ ആൾക്കാർ വന്നു നേരെ ഏത്തിസം, ദൈവമില്ല. ഇന്നത്തെ മെജോറിറ്റി ഓഫ് യൂത്തിൻ്റെ സ്റ്റാൻഡ് എന്താ വെച്ചെങ്കിൽ ദൈവമുണ്ടോ? ഓ, ദൈവമില്ല. ഓ, മൂപ്പരുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് എന്താന്നുള്ള മട്ടിലാണ് ഒരുപാട് യുവജനങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, ത്രൂ ഔട്ട് ദ വേൾഡ് യു ഫൈൻഡ് ദിസ്. ഇതിൽ ആ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തിങ്സ് ബിക്കം വെരി ഈസി. എന്തിനാണ് ഇതെങ്ങനെ? അപ്പം അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരവും നമുക്കത് അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരത് ഫോളോ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ. രണ്ടാമത്തെ ഭാഗം പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കേസിൽ ചോദ്യം ചോദിക്കണം. തീർച്ചയായിട്ടും സ്വാമി പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ഇത് കുറേ കഴിയുമ്പോഴേക്കും കുറഞ്ഞു പോണു. അതുകൊണ്ട് തന്നെയാണ് ഒരു ടീഷർട്ട് വന്നിരുന്നത് വളരെ ഫേമസ് ആയിട്ട്, ഐ വാസ് ബോൺ ഇൻ്റലിജൻറ്റ് ബട്ട് മൈ എഡ്യൂക്കേഷൻ റൂയിൻഡ് മീ. ഞാനും ഒരു എഡ്യൂക്കേഷൻ ഭാഗത്തുനിന്ന് തന്നെ എടുക്കുന്നത്. എന്നെ നശിപ്പിച്ചത് എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണെന്ന് പറയുന്നത് ഈ ചിന്തിപ്പിക്കലിൽ ഇല്ലാതായ ഇതാ. ഞാനൊരു പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു എക്സാമ്പിളാണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 4 + 5 = 2 എന്ന് ചോദിച്ചാൽ 9. അതിന് വേറെ എന്താ ഉത്തരം? 9 തന്നെ ഉള്ളൂ. അതിന് നമ്മളെന്താ ചിന്തിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ ചോദ്യം എന്താ വേണ്ടത്? -+- = 9 എന്ന് പറഞ്ഞാൽ
1 plus 8 ആയി, 8 plus 1 ആയി, 7 plus 2 ആയി, 2 plus 7 ആയി, 5 plus 4 ആയി, 6 plus 3 ആയി, 0 plus 9 ആയി, 10 plus minus 1 ആയി, 4.5 plus 4.5 ആയി. ഇതൊക്കെ നമ്മൾ ചിന്തിപ്പിക്കേണ്ട രീതിയിലാവണം എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റേത് ചോദ്യവും ഉത്തരവും പറഞ്ഞു കൊടുത്തിട്ട് ഈ ചോദ്യത്തിന് ഈ ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മിക്സ് ആൻഡ് മാച്ച്. നമ്മുടെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള വിവേകം എന്ന് പറഞ്ഞ സാധനമാണ്. അത് എവിടെ പോയി? ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ കരിയറിനെ കുറിച്ച് ശ്രീജി പറഞ്ഞപ്പോൾ എല്ലാവർക്കും വേണ്ട കരിയറുണ്ട്. ഏറ്റവും തമാശ എന്ന് പറയുന്നത് 10 വർഷം കഴിയുമ്പം ഇപ്പോൾ ഉണ്ടാവുന്ന കരിയറിൻ്റെ 50% ഉണ്ടാവൂല. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ടൈപ്പിസ്റ്റും സ്റ്റെനോഗ്രഫി അതൊന്നും ഇല്ലിന്ന്. കുറച്ച് കഴിയുമ്പോൾ ഡ്രൈവർ ഉണ്ടാവില്ല. ഒരുപാട് ജോലികൾ ഇല്ലാണ്ടാവും. അതാണ് സങ്കടമുള്ളൊരു കാര്യം. പക്ഷെ അതിൻ്റെ സന്തോഷമുള്ളൊരു കാര്യം ഇപ്പോൾ ഉള്ളതിൻ്റെ 10 ഇരട്ടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനുള്ള വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ എന്താണ് വരാൻ പോണതെന്ന് അറിയാത്ത കുട്ടികളും പേരൻസും ടീച്ചേഴ്സും എഡ്യൂക്കേഷനിസ്റ്റും എല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ ഇതിലുള്ളതൊന്നുമല്ല, വേറെ എന്തോ വരാൻ പോകണം, അതെന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഞങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അപ്പോൾ ഇവിടെ പിന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന എന്താണ്? ഹലോ, ഇവിടെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരൊറ്റ സാധനമാണ് കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക അല്ല വേണ്ടേ, കുട്ടിയെ കൊണ്ട് പഠിക്കാൻ പഠിപ്പിക്കുക. കുറച്ച് ദിവസം മുമ്പ് എനിക്കിവിടെ വലിയ ഇഷ്യൂ ആയിരുന്നു. കോളേജിൽ കോപ്പി അടിച്ച 4 പേരെ പിടിച്ചു. എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഇപ്പം ഞങ്ങൾ ഓട്ടോണമസ് ആയി, ഇനി യൂണിവേഴ്സിറ്റി ആയി കഴിഞ്ഞ് ഇതിന് ഞാൻ ഉത്തരം പറയാം. തൊമ്മ എന്ത് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തിനാണ് കുട്ടി കോപ്പി അടിച്ചത്? ആ പുസ്തകത്തിലുള്ള ഒരു കഷ്ണം ബിറ്റ് എഴുതി കൊണ്ടുവന്നിട്ട് ഈ ബിറ്റ് എഴുതുന്ന ചോദ്യം ചോദിച്ചതല്ലേ കുഴപ്പം? ചോദ്യം ചോദിച്ചിട്ട് ഇന്ന് ഒരു കാര്യത്തിന് നമ്മൾ ഇതൊന്നും കാണാപ്പാടം പഠിച്ചിട്ടല്ല, നമുക്ക് ഏതിനെ വേണേ റെഫർ ചെയ്തെടുക്കാം. അപ്പം ബുക്കും ഇൻ്റർനെറ്റും എല്ലാം കൊടുത്തിട്ട് അതിൽ നിന്ന് അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതിന് പകരം ബ്രീഫ് ഡിസ്കസ് വലിയ പ്രശ്നമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് ഡിസ്കസ്, അപ്പുറത്തെ ഡിസ്കസ് ചെയ്തതിന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഹലോ, ഇവിടെ ദി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരേണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ കുട്ടിയെ കൊണ്ട് എങ്ങനെ പഠിക്കാം എന്ന് പഠിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു മീൻ കൊടുക്കുന്നതല്ല, മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പോലെ കുട്ടിയെ കൊണ്ട് കുട്ടി എങ്ങനെ പഠിക്കാമെന്ന് പഠിപ്പിക്കുകയാണ് വേണ്ടത്. സെൽഫ് ലേണിങ്ങിലേക്കാണ് വരേണ്ടത്. അതിൻ്റെ ഒരു സ്റ്റാർട്ട് പ്രൊപ്പൽഷൻ മാത്രമേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം അവരായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഭാഗത്തേക്കാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം എന്തായിരുന്നു? ആ ചോദ്യം ഞാൻ മറ്റേത് പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് മാത്രം എക്സ്ക്ലൂസീവ്ലി പോവുകയാണ്. ആദ്യമായിട്ട് ശ്രീജിത്ത് പണിക്കരോടാണ്. അദ്ദേഹത്തിനോട് ഓരോ ചോദ്യത്തോടുമുള്ള ഉത്തരം കുറച്ച് സംക്ഷിപ്തമാക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഓഡിയൻസ് കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ. ആദ്യത്തെ ചോദ്യം തന്നെ എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തോടാണ് തോന്നുന്നു. മിസ് പ്രസന്നയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ബീൻ എ ബിറ്റ് ബ്ലണ്ട്, സ്റ്റിൽ ഐ എം റീഡിങ്. Srijit, 2000 years of invasion has not been eradicated the Sanatana Dharma. Why worry about Udayanidhi and given importance to his comment? 2000 വർഷത്തെ അധിനിവേശം തകർക്കാത്തൊരു സംസ്കാരം എന്തിനാണ് ഉദയനിധി സ്റ്റാലിനെ പോലത്തെ ഒരാളുടെ കമന്റിനെ കുറിച്ച് ആശങ്കപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അല്ല, അതിന് ലളിതമായിട്ടുള്ള കാര്യം, ഉദയനിധി വിൽ ബി ഇൻസിഗ്നിഫിക്കൻറ്റ് ഇൻ അനദർ 2000 years or maybe another 50 years. പക്ഷേ he is significant right now. In the last 2000 years, there have been numerous number of Udayanidhis. Do we remember them now? No. That is basically because there were people standing right up to him, challenging him, bringing him down so that he is insignificant. So, innate Udayanidhi is kind of relevant basically because he is an elected representative, he is having a role in the state government, and he is also a policy maker because he decides or designs a course for the future, at least for the people of his state. He is in that position. പക്ഷേ come 50 more years, Udayanidhi will be insignificant. Sanatana Dharma will still be there. His policies, I'm not sure. So right now, he is important, he is relevant, and he has to be, we have to lock horns with him, and we'll have to bring him round. And that has happened right throughout the last 2000 years. It's not that, Sanatana Dharma was
kind of put under somebody's shoes 500 years ago, 2000 years ago, and nobody protested. No. There were countless number of individuals, proud Sanatanis, who stood up to them, who stood up to invasion. Okay, they were brought down, they were killed, they were shamed. But that did not let their passion go down. It actually took rebirths through a lot of people, because after all, we are Sanatanis, right? We are carrying a small, grain of what those people had achieved, imagined, envisaged. And that is why we are here today. And that small grain that the other side had has been imbibed in the likes of Udayanidhis. And a new Udayanidhi will come 50 years down the line. 500 years from now, there will be another Udayanidhi. But all the past Udayanidhis will be insignificant. And that is Sanatana Dharma, because it is indestructible. ഓക്കെ, താങ്ക് യു ശ്രീജിത്ജി. അടുത്ത ചോദ്യം അങ്ങയോട് തന്നെയാണ് വന്നിരിക്കുന്നത്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീ സഞ്ജയ് മുരളീധരനാണ്. അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചോദ്യം ചോദിക്കുന്നതായി അറിയിക്കുന്നു. ഷുഡിൻ വി ബി ഗിവിംഗ് മെത്തേഡ്സ് ടു കോമൺ പീപ്പിൾ ഫോർ എൻഹാൻസിങ് ദംസെൽഫ് ആൻഡ് ഗ്രോ സ്പിരിച്വലി? ബിക്കോസ് ഐ ഫീൽ വി ടോക്ക് ടു മച്ച് ആൻഡ് ലെസ് എക്സ്പീരിയൻസ് ഈസ് ഹാപ്പനിങ് ടു പീപ്പിൾ. അതായത് നമ്മൾ ആധ്യാത്മികപരമായി വളരുവാൻ കൂടുതൽ ട്രെയിനിങ്, ഒരുപക്ഷെ മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കണ്ടേ? കാരണം നമ്മൾ പലപ്പോഴും കൂടുതൽ സംഭാഷണം മാത്രമാവുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അങ്ങനെ ഒരു നെസസിറ്റി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ബിക്കോസ് ഇത് നിർബന്ധവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പോലെ നൽകേണ്ട ഒന്നല്ല. ഇതൊരു അഭിരുചിയുടെ വിഷയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ധർമ്മത്തെ പിന്തുടരാൻ, പ്രാക്ടീസ് ചെയ്യാം. അതിനുള്ള അവന്യൂസ് ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ സഞ്ജയ് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിന്മയ മിഷൻ്റെ വേദിയിലാണ്. ബി ദെയർ ഗെസ്റ്റ്, അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചിന്മയ മിഷനിൽ വരാം. നൂറുകണക്കിന്, ഇപ്പം രാമകൃഷ്ണ ആശ്രമം, അദ്വൈതാശ്രമം, അല്ലേ? എത്രയോ ആശ്രമങ്ങളുണ്ട്, എത്രയോ അമൃതാനന്ദമയി ആശ്രമം, എത്രയോ സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്, അല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാനുള്ള ആചാര്യന്മാർ നിരവധിയായി എവിടെയുണ്ട്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് നിർബന്ധിതമായിട്ടുള്ള ഒരു രീതിയിലത്തേക്ക് വരണം എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് ഏത് സ്കൂൾ ഓഫ് തോട്ടിൽ, ഏത് സ്ട്രീമിൽ പോകാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. ജസ്റ്റ് ദാറ്റ് യു ഹാവ് ടു കീപ് യുവർ ഐസ് ഓപ്പൺ, കീപ് യുവർ ഓപ്ഷൻസ് ഓപ്പൺ ആൻഡ് സീക്ക്. ഐ വിൽ കം ബാക്ക് ടു യു അഗെയിൻ. ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ ടു സ്വാമിജി ഇൻ ബിറ്റ്വീൻ. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആൾ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്പിരിച്വൽ സീക്കർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ആർ യു റിയലൈസ്ഡ് ഗോഡ് ഓർ സെൽഫ്? ഇഫ് യു ആർ റിയലൈസ്ഡ്, ദെൻ വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഷെയർ യുവർ തോട്ട്സ് ഫോർ സ്പിരിച്വൽ സീക്കിംഗ് പേഴ്സൺസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സാക്ഷാത്കാരത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. Fine. So somebody asked Swami Chinmayananji also this question, are you realized? And Swamiji said, anybody who is realized will never tell that he is realized. Because realization is a waking up from ignorance, and to say that I am realized is to accept your own ignorance publicly. So this is what Swamiji said about realization and talking about one's own realization. Having said that, of course there is something called realization, there is something called mukti, and something called moksha. And I am absolutely the beginner of that path, in that path to realization, not even half of that or whatever it may be. But yes, I am on the path and I am trying to seek that realization. That is the absolute thing. Thank you. ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾക്ക് സമയപരിമിതി കൊണ്ട് ഏതാനും ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. ശ്രീ ശ്രീത്ത് പണിക്കരോടാണ് അടുത്തായി ചോദിച്ചിരിക്കുന്ന ചോദ്യം മിഥുനാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീ മിഥുൻ്റെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേദിക് ആൻഡ് സയൻസ്? ശാസ്ത്രങ്ങളും വേദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ ചോദ്യം എന്നോട് തന്നെ ചോദിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ മറു ചോദ്യം. നോക്കൂ, ഇതൊന്നും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം നമുക്കൊരു വേദിക് സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഉണ്ട്, വേദിക് സ്കൂൾ ഓഫ് സയൻസ് ഉണ്ട്. ഇതിലുള്ള ഒരു അഡ്വാൻസ്മെൻറ്റ് പല മേഖലകളിലും ഉണ്ടായിരിക്കുന്നത് പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ എത്രത്തോളം ഔന്നത്യത്തിലായിരുന്നു എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചാൽ മനസ്സിലാകും. ഉദാഹരണത്തിന് ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഈ പഴയ സംസ്കാരങ്ങൾ പലതും എക്സ്കവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന, മോഹൻജൊദാരോ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന
നളന്ദ തക്ഷശില സർവകലാശാലകളിൽ ഉണ്ടായിരുന്ന ഒരാളെയും നമുക്ക് നേരിട്ട് പരിചയമില്ല. നേരെ മറിച്ച് എത്ര അഡ്വാൻസ്ഡ് ആയിരുന്നു അവരുടെ പഠന സമ്പ്രദായം, അവരുടെ ടൗൺ പ്ലാനിങ്, അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റംസ് എന്നുള്ളത് നോക്കിയതിന് ശേഷം ഇന്ന് കൊച്ചിയിലേക്ക് ഇറങ്ങണം. കൊച്ചിയിൽ ഒരു മഴ വരുന്ന സമയത്ത് കൊച്ചിയിൽ നിൽക്കണം. അപ്പോൾ അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം കാണണം. എന്നിട്ട് ഈ മൺമറഞ്ഞു പോയ, മണ്ണ് മൂടിപ്പോയ ഒരു സംസ്കൃതി, ആ സംസ്കൃതിയിൽ ഇത് എത്രത്തോളം മെറ്റിക്കുലസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്നത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം ആപ്ലിക്കേഷൻസ് ഓഫ് സയൻസ് ആണ്. വെൻ യു ടോക്ക് അബൌട്ട് ടൗൺ പ്ലാനിങ്, ഇറ്റ്സ് എ സയൻസ്. വെൻ യു ടോക്ക് അബൌട്ട് ഫിലോസഫി, ഇറ്റ് ഈസ് സയൻസ്. വെൻ യു ടോക്ക് അബൌട്ട് ഈവൻ നമ്മൾ ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കത്തില്ലേ, ഇറ്റ് ഈസ് സയൻസ്. അന്ന് ഇതെല്ലാം ഗുരുക്കന്മാരാണ് ചെയ്യുന്നത്, സയൻറ്റിഫിക്കായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വൈമുഖ്യം കാണിക്കുന്നു. സ്വാമിജിയെ പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഒരു പ്രായത്തിന് ശേഷം മാത്രം പുൽകാനുള്ള എന്തോ ആണ് വേദങ്ങളും സംസ്കൃതിയും എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. ഇപ്പം ഞാൻ പഠിച്ചത് ഫിസിക്സ് ആണ്. ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഫിസിക്സ്. പക്ഷേ ഡോക്ടർ സോമനാഥിൻ്റെ അറിവിന് മുന്നിൽ ഞാൻ എന്താണ്? നേരെ മറിച്ച് ചിലപ്പോൾ ഒരു 5ാം ക്ലാസ്സുകാരൻ്റെ അറിവിന് മുന്നിൽ ഞാൻ ഇത്തിരിയെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഒരു ചോദ്യത്തിനെങ്കിലും മറുപടി പറയാൻ എനിക്ക് കഴിയുമായിരിക്കും. ഇറ്റ്സ് എ ലാഡർ. ഈ ലാഡറിൽ നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിൽ ഒരു സൂപ്പർലേറ്റീവ് ലെവലിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള മൂഢത്വം കൊണ്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പഴയ സംസ്കാരത്തിലേക്ക് പോകൂ, പഴയ സംസ്കൃതിയിലേക്ക് പോകൂ. അവിടെ ഡോക്ടർ സോമനാഥ് തന്നെ ഇന്ന് പറഞ്ഞതുപോലെ, യു ഹാഡ് അറ്റ്ലീസ്റ്റ് ദ കോൺസെപ്റ്റ്സ്. നിങ്ങൾക്ക് ഈ ചിന്തകൾ അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ തോട്ട്സ്, പാത്ത് ബ്രേക്കിംഗ് തോട്ട്സ് അവിടെ ഉണ്ടായിരുന്നു, വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് ദർ മേ ഓൾസോ ഹാവ് ബീൻ സം അറ്റംപ്റ്റ്സ് ടു റിയലൈസ് ഇറ്റ്. വി ഡു നോട്ട് ഹാവ് ദി എവിഡൻസ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു എംപിരിക്കൽ പ്രൂഫ് കാണിക്കാനില്ല, പക്ഷേ ദീസ് തിങ്സ് പ്രോബബ്ലി വെയർ ദെയർ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഫ്രം വാട്ട് വി ഹാവ് അണേർത്ത്ഡ്, ഫ്രം വാട്ട് വി ഹാവ് എക്സ്കവേറ്റഡ്, ഫ്രം വാട്ട് വി ഹാവ് സീൻ, സ്റ്റഡീഡ്, വി നോ ദാറ്റ് ദർ വാസ് ദിസ് കൈൻഡ് ഓഫ് എ സിവിലൈസേഷൻ വിച്ച് വാസ് പ്രോബബ്ലി സൂപ്പർലേറ്റീവ്. നമുക്ക് ചില കാര്യങ്ങൾ അറിയണമെന്നില്ല, പക്ഷേ ദോസ് വെയർ ദെയർ. അതെന്തുകൊണ്ടാണ്? അന്നുണ്ടായിരുന്ന പഠനരീതി, അന്നുണ്ടായിരുന്ന ഗണിതശാസ്ത്രം, അന്നുണ്ടായിരുന്ന സയൻസ്, അന്നുണ്ടായിരുന്ന സ്പിരിച്വാലിറ്റി, ഇതിൻ്റെ എല്ലാം റിസൾട്ടാണ്. സോ ടു ഇംബൈബ്, to get something from it, to imbibe it, to instill in our youth, in our education system, in Bharatiya culture, it's essential, and I think that is one of the core aims of the new education policy as well. So here is the last individual question for you. I think it is more or less a compliment to you. The question is being asked by Dev Kumar Mohan. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്, ശ്രീത് പണിക്കരോട് തന്നെയാണ്. How to become a bold man like you? I will always have stage fear when I get ready to take a class. എന്താണ് അദ്ദേഹത്തോട് പറയാനുള്ളത്? അല്ല, അതിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഏറ്റവും വലിയ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ പത്തനംതിട്ടയിലാണെന്ന് എനിക്ക് ഓർമ്മ. മൗണ്ട് ബഥനി സ്കൂളുണ്ട്. ഈ സ്കൂളിൽ പ്രസംഗ മത്സരത്തിന് പോകുന്ന സമയത്ത് കിട്ടിയ വിഷയം എന്താണെന്ന് പോലും എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. 5 മിനിറ്റ് ആലോചിക്കാനുള്ള സമയമുണ്ട്. ആലോചിച്ച് കഴിഞ്ഞപ്പോഴും ഐ വാസ് ടോട്ടലി ബ്ലാങ്ക്. ആ സമയത്ത് ഞാനിവിടെ മുന്നിൽ വന്നു. നിറയെ ആൾക്കാരിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. മറ്റ് സ്കൂളുകളിൽ നിന്നുള്ള ആൾക്കാർ, കോമ്പറ്റീറ്റേഴ്സ്, പേരൻസ്, ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. ലിറ്ററലി ഞാൻ ബബബ അടിച്ചു. എനിക്ക് ഒരു അക്ഷരം പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ് ഈസ് ഐ വെൻറ്റ് ബാക്ക് ടു മൈ ഹോം. എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു, സി, നിനക്ക് ഇന്ന് അങ്ങനെ യു ഹാഡ് ടു സ്റ്റംബിൾ ഓൺ ദ സ്റ്റേജ് ബേസിക്കലി ബിക്കോസ് യു ആർ നോട്ട് പ്രിപ്പയർഡ്. സോ പ്രിപ്പറേഷൻ ഈസ് ദ കീ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെപ്പറ്റി യു ഹാവ് ടു ബി അബ്സല്യൂട്ട്ലി കോൺഫിഡൻറ്റ്. കോൺഫിഡൻ്റ് അല്ലാത്ത കാര്യത്തിനെ പറ്റി ഡോണ്ട് അട്ടർ എ വേർഡ്. നിങ്ങൾ പറയുന്ന കാര്യത്തിനെ പറ്റി ദർ ഈസ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ്. നമ്മൾ ഈ കൈവിട്ട വാക്ക്, വാവിട്ട വാക്ക്, കൈവിട്ട അസ്ത്രം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ദർ ഈസ് കംപ്ലീറ്റ് ഓണർഷിപ്പ് ഫോർ യു ഇൻ എവറി വേർഡ് ദാറ്റ് യു സ്പീക്ക്, ഇൻ എവറി വേർഡ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് യുവർ മൗത്ത്. അതിൽ കംപ്ലീറ്റ് ഷോർട്ടി ഉള്ള കാര്യം മാത്രം പറയുക. ബി ഷോർ ഫോട്ടഡ് ഇൻ വാട്ട് യു ആർ സെയിങ്, and it doesn't matter who the other person is on the other side. Or across the table, you might be encountering a Stalin who is talking about communism to you, or maybe a Pinarayi Vijayan talking about communism to you, or maybe a local representative. That is immaterial, insignificant. You cannot be their voice. You are your own voice. നിങ്ങൾ എന്ത് കാര്യത്തിനെ പറ്റി മനസ്സിലാക്കുന്നോ ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടാവുക. അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരാണെന്നുള്ളതിനെ പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം നിങ്ങൾ അവരുടെ ലെവലിനോ അവരുടെ നോളജിനോ ഉള്ള മറുപടി അല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്.
I think that is what the education system also has to teach us. Be confident in your abilities. Be absolutely stubborn when somebody actually questions you on your morals, your principles, your values, and take the fight up to them. And you will naturally become bold. If that answers. വളരെ നന്ദി. ഞാൻ ആദ്യമായി വിചാരിച്ചിരുന്നത് ഈ ഒരു ചോദ്യത്തോടു കൂടെ അവസാനിപ്പിക്കാമെന്നാണ്. പക്ഷേ നമ്മൾക്കിപ്പോൾ വളരെ വിമർശനാത്മകമായൊരു ക്വസ്റ്റ്യൻ കൂടെ വന്നിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. ഈ ഡിബേറ്റ് ഇത്രത്തോളം, ഈ പാനൽ ഡിസ്കഷൻ ഇത്രയും നേരം പറഞ്ഞത് അത്രയും ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നത് ശരിയായിരിക്കില്ല എന്നാണ് എൻ്റെ തോന്നൽ. ആ ചോദ്യം ഇതാണ് ചോദിച്ചിരിക്കുന്നത്, ശ്രീ അർജുനാണ്. എ ക്വസ്റ്റ്യൻ ടു ഓൾ പാനലിസ്റ്റ്. Why trying to mix science with spirituality? Actually, religion is blind belief and science is based on facts. Don't confuse audience. അദ്ദേഹം പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് ഫാക്റ്റുകളെ അടിസ്ഥാനമാക്കിയുള്ളതും റിലീജിയൻ എന്ന് പറയുന്നത് അന്ധവിശ്വാസവുമാണെന്നാണ്. എന്തിനാണ് നമ്മൾ ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്? ഓരോ പാനലിസ്റ്റുകളായി ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യം പണിക്കർക്ക്. I would humbly invite that gentleman to come to the stage and explain what is life. ശ്രീ അർജുൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. Scientifically, you will have to explain me what is life. ഒരാളിൻ്റെ മരണം സംഭവിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ശാസ്ത്രീയമായിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ അഗ്രി. അത് ശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് എ ബിലീഫ്. ബട്ട് ഈസ് ഡെത്ത് എ ബിലീഫ്? യു വിൽ കോൺട്രഡിക്റ്റ് യുവർ സെൽഫ്. യു വിൽ കോൺട്രഡിക്റ്റ് യുവർ സെൽഫ്. ആദ്യമായിട്ട് പാനലിസ്റ്റുകളിൽ ഒരാൾ ചോദ്യം ചോദിച്ച ഒരാൾക്ക് മുന്നോട്ട് വന്ന് കൗണ്ടർ ചെയ്യാനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. ശ്രീ അർജുൻ ധൈര്യസമേതം ആ അവസരം ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. My question is, what is death? What happens after you die? Why do you die? Explain through science. The point that I'm making is, science is still searching for answers. The science that we knew 30 years before is probably not the science that we know now. You ask Dr. Somnath, the same technologies that, the technologies that we used in the 1960s, 70s to launch Aryabhatta, they are not used now. The principles remain the same. The technology changes. നമ്മളൊരു ഇന്ന് നിരോധിച്ചിരിക്കുന്ന എത്രയോ മരുന്നുകൾ 50 വർഷങ്ങൾക്ക് മുൻപ് രോഗങ്ങൾക്ക് കൊടുത്തിരുന്നതാണ് സയൻസ്. Science administered those medicines. But over time, people realized that they had some negative effects, which were greater in magnitude, in gravity, than the benefits that were obtained from them. Which basically means science is a continuous kind of exploration. അത് സ്വയം ഇങ്ങനെ പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. So science will change. That is why we have a branch called modern science, which does not mean that the old science was bad. It basically means that science is also coming through. It is also evolving. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ഈസ് സീക്കിംഗ്, സ്പിരിച്വാലിറ്റി ഈസ് സീക്കിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ, ഹാസ് എനിവൺ സീൻ ദി എപ്പിറ്റമി ഓഫ് ഓൾ ദിസ്? നോ. ഹാസ് എനിവൺ അറ്റൈൻഡ് ദ സൂപ്പർലേറ്റീവ് status of it? No. Even if someone has attained it, he wouldn't be open. He wouldn't tell you that. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രം കൊണ്ട് നമുക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, മാൻ നീഡ്സ് ബോത്ത്. മാൻ നീഡ്സ് സയൻസ്, മാൻ നീഡ്സ് സ്പിരിച്വാലിറ്റി. ഈ വളരെ സിമ്പിൾ, ഞാൻ ആദ്യം ഒരു സെഷനിൽ പറഞ്ഞിരുന്ന കാര്യമാണ്. ഒരു കുട്ടി, ഒറ്റ മകനോ മകളോ, ആ കുട്ടി മരിച്ച പേരൻസിനെ സയൻസ് എങ്ങനെ ആശ്വസിപ്പിക്കും? ഇമ്പോസിബിൾ. നിങ്ങൾക്ക് ഫിസിക്കൽ കംഫർട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ടു ബി ദാറ്റ് മെൻ്റൽ ഇൻഫ്ലുവൻസ് ദാറ്റ് ദ നീഡ്, only probably spirituality can help. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇതിനോടൊരു വൈമുഖ്യം ഇപ്പോഴും ഉണ്ടാകും. പക്ഷേ US-ൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, ഇഫ് യു ഗോ ആൻഡ് ലുക്ക് ഇൻ ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർമീസ് ഹാൻഡ് ബുക്ക്, ദർ ഈസ് എ ഹാൻഡ് ബുക്ക് ഫോർ ദി പ്രിപ്പയർഡ്നെസ് ഓർ ദ റെഡിനെസ് ഓഫ് സോൾജേഴ്സ്. സൈനികരുടെ മെൻ്റൽ റെഡിനെസ്സിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്. ആൻഡ് ദാറ്റ് ഹാൻഡ് ബുക്ക് ഈസ് ടോക്കിംഗ് ഓൺലി അബൌട്ട് സ്പിരിച്വാലിറ്റി. അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇൻ ടൈംസ് ഓഫ് സ്ട്രെസ്, in times of stress, then I think disasters, ഇങ്ങനെയുള്ള സമയങ്ങളിൽ you need quick decision making, you need absolute calmness of your mind. These are the qualities that you need to exhibit. ഇത് സയൻസിന് തരാൻ പറ്റില്ല. This can only be given by spirituality. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ
to enable a soldier to be ready, be absolutely war ready. അങ്ങനെയുള്ള ഒരു സമയം, യു ആർ ഫേസിങ് എ ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്സ്. അതിനെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് എ വെരി സ്ട്രോങ് മൈൻഡ്, ആൻഡ് ദാറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ഓൺലി ബൈ സ്പിരിച്വാലിറ്റി. കം ടു അതർ ആപ്ലിക്കേഷൻസ്. യു ഗോ ടു പെനിറ്റൻഷ്യറീസ്. ആൾക്കാരെ കാരാഗ്രഹങ്ങളിൽ താമസിപ്പിച്ചിട്ടുണ്ട്. ഹൗ ഡു യു കൺവേർട്ട് ദം? എങ്ങനെയാണ് അവരുടെ മനസ്സിനെ നിങ്ങൾ സ്വാധീനിക്കുന്നത്? ഇറ്റ്സ് നോട്ട് ത്രൂ സയൻസ്, ബട്ട് ഇറ്റ് ഈസ് ത്രൂ സ്പിരിച്വൽ ക്ലാസ്സസ്, ലേണിങ്സ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്. ഹൗ ഡു യു get them out of it? It is through counseling, and that again is part science and part spirituality. But there are spheres, there are application areas where spirituality can be so handy. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ you find those applications. ഇത് അപ്ലൈഡ് സയൻസ് ആണ്, റൈറ്റ്? അതേപോലെ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ഉണ്ട്. യു കം ടു ടേംസ് വിത്ത് ഇറ്റ്, അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഗോ അലോങ് വിത്ത് ഇറ്റ്. തീർച്ചയായിട്ടും സ്വാമിജിയുടെ അഭിപ്രായം കൂടി വിഷയത്തിലൊന്ന് ആധികാരികമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു. See, sometimes we should not say answers to just please the questioner. See, questions sometimes reveal our seeking, and questions also reveal our ignorance. The point is, do I want to clear my ignorance or do I want to keep it? So, as we have all been telling, be it spirituality or be it science, the most important quality is to be a seeker. And this particular question itself did not show seeking, it showed certain conclusions. So once there is openness to discuss, once there is openness to understand, then in that place there is discussion, there is debate. But if it's just a conclusion, Swami Chinmayananji once told one particular questionnaire, of course that is not directed to you because you are not the questionnaire to Swami Chinmayananji, but somebody asked some question to Swami Chinmayananji and Swamiji said, in front of your ignorance, I bow my head. That's what Swamiji said to one of the questionnaires. But that apart, see, it is important. Even read. In one of the Upanishads, Naradji becomes the student. And Naradji's question itself is this. He says, I have studied all the sciences that exist in this world. I have studied arts, I have studied literature, I have studied so many different sciences. And yet, I don't feel fulfilled in knowledge. He asks, can you teach me that knowledge, gaining which I feel that all knowledge has been gained? And that is where spiritual knowledge also comes in. So these are not ordinary people who have not studied anything, who come to spirituality and ask the spiritual questions. In fact, one word used for people who very lovingly, the word for a spiritual seeker, he calls him Bala. Bala means child. Fine? And many times the one who comes and asks questions is a very great scholar. And that scholar is being addressed as Bala, as child by the teacher. And what is the reason? The reason is that, not that this person is not a scholar, because a child can be ignorant also, right? A child is ignorant naturally. But it is not in the meaning of a ignorant person that the Guru is calling him a child. The Guru is calling him a child because he's got the innocence and he's got the inquisitiveness to learn. And therefore, the teacher calls him a Bala. So if we become really children and students, of course the knowledge will surely manifest to all of us. So all the best to the questioner also to become a nice Bala. Thank you very much. Thank you very much. Already the MOCs are looking at me, so I expect Thomas George sir to conclude it very quickly. Very quickly, if I have to conclude, I think spirituality is beyond religion. I'm sorry. Because Sadhananda, definitely, Sadhanarmam is very good. There is goodness in everything. ഇവിടെയാണ് ഈ ഇൻക്ലൂസീവ്നെസ് പറയുന്നത്. that is what was like, I need not be
in a political party to be patriotic. I can love my country. Similarly, I can be spiritual. അതിൽ എല്ലാത്തിലെ നന്മ എടുക്കാം എന്ന ഭാഗത്താണ് നോക്കുന്നത്. ഇപ്പം എല്ലാത്തിലും നല്ലതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, എൻ്റെ മാത്രമാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്നത് തെറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടെ ഞാൻ വിശ്വസിക്കുന്നതിലും നല്ലതുണ്ട്, ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നതിലും നല്ലതുണ്ട്. എൻ്റെയിൽ തെറ്റുണ്ട്, ബാക്കിയുള്ളവരിലും തെറ്റുണ്ടാവാം. അപ്പം എൻ്റെ ശരികൾ ശരികളാണോ എന്നും ബാക്കിയുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ശരികൾ എനിക്ക് എടുക്കാമോ എന്ന് നോക്കുന്നതും അതൊരു വൈഡ് പാർട്ടാണെന്നുള്ളത് എനിക്കൊരു തോന്നൽ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. വളരെ നന്ദി ഓരോ ഗസ്റ്റുകൾക്കും. അങ്ങനെ നമ്മുടെ പാനൽ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഈ പാനൽ ഡിസ്കഷൻ എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മോഡറേറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് പറയണമെന്ന് തോന്നുന്നത് നമ്മുടെ പൂജ്യ ഗുരുദേവ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ശ്രീ ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞൊരു റിമാർക്കുണ്ട്. അദ്ദേഹം പറയുന്നത് യുഗങ്ങൾ കഴിയും തോറും നന്മയും തിന്മയും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുന്നതായി നമ്മൾക്ക് കാണാമെന്നാണ്. ആദ്യത്തെ കൃതയുഗത്തിലേക്ക് പോവുകയാണെങ്കിൽ നന്മയും തിന്മയും രണ്ട് ലോകങ്ങളിലായിരുന്നു. ഒന്ന് ദേവലോകം, മറ്റൊന്ന് അസുരലോകം. പിന്നീട് അത് ത്രേതായുഗത്തിലേക്ക് എത്തിയപ്പോൾ ഒരു ലോകത്ത് തന്നെയുള്ള രണ്ട് കുലങ്ങളിലായി. മനുഷ്യകുലത്തിലെ ശ്രീരാമനും രാക്ഷസകുലത്തിലെ രാവണനും. പിന്നീട് ദ്വാപരയുഗത്തിലേക്ക് എത്തിയപ്പോൾ ഒരേ കുലത്തിൽ ഒരേ കുടുംബത്തിലുള്ള രണ്ടുപേരിൽ തമ്മിലായി, പാണ്ഡവരും കൗരവരും. അപ്പോൾ കലിയുഗത്തിൽ എങ്ങനെയാണ്? കലിയുഗത്തിൽ നന്മയും തിന്മയും ഒരു കുടുംബത്തിലോ ഒരു കുലത്തിലോ അല്ല, മറിച്ച് ഒരു മനുഷ്യനിൽ തന്നെ കൂടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ നല്ല ചോദ്യങ്ങളും തെറ്റായ ചോദ്യങ്ങളും ശരിയും തെറ്റും എല്ലാം ഇരിക്കുന്നു നമ്മളിലാണ്. നന്മയിലേക്ക് വരുവാൻ സാധിക്കട്ടെ, നല്ല ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ സ്ഥാപിച്ചതായി അറിയിക്കുന്നു. ഇതുവരെ കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. നമ്മുടെ വിശിഷ്ടരായ പാനലിസ്റ്റുകൾക്ക് പ്രത്യേകം നന്ദി. ഓവർ ടു യു ഗുരുപ്രസാദ്. താങ്ക് യു വെരി മച്ച്. Wholeheartedly thanking once again the eminent panelists who have showed the great courage and passion in answering all the doubts and questions posed by the audience. And now we have the Karma Shri Puraskara is presented for the excellence in government service. We are proud to present the Samskaara Excellence Award, Karma Shri Puraskaram for excellence in government service to Shri Abdul Basit Ji, Civil Excise Officer, Palakkad. Campaigning against the biggest social evil of drug addiction amongst youngsters, Basit Ji has addressed over more than 2 lakhs of youngsters directly and continue to inspire over 3 million followers through his social media handles. Being a great orator, his speeches reverberates with positivity and intense emotions about his experiences in his professional life. We welcome Sri Abdul Basit Ji, Civil Excise Officer, Palakkad, to receive the honor of Karma Shri Puraskaram for excellence in government service, and we request Swami Anukulananda Ji to do the honors. it is our sheer privilege to present the Samskaara Karma Shri Puraskar to our Honorable Shri Abdul Basit Ji. And we humbly request Abdul Basit Ji to kindly address the gathering and inspire us. എല്ലാവർക്കും നമസ്കാരം. വളരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു നിമിഷം അത് ഇന്നത്തെ ദിവസം തന്നെയാണ്. അതിൽ മാറ്റിവെക്കാനില്ല. കാരണം ഈ ചൈതന്യമാർന്ന ചിന്മയ സംസ്കാരയുടെ ഈ സ്പിരിച്വൽ കോൺക്ലേവിൻ്റെ വേദിയിൽ ഇങ്ങനെ ഒരു റെക്കഗ്നൈസേഷൻ തന്ന് ഈ ഒരു വലിയ മഹത് വ്യക്തികളിൽ നിന്നുമുള്ള ഈ പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞതിന് സർവശക്തനായ ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് പറയണം. ഈ സമൂഹത്തിന് വേണ്ടി
ഞങ്ങൾ ഈ 17 വർഷമായി യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്ന ഈ വേളയിൽ 17 വർഷമായി യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്ന വേളയിൽ ആദ്യമെല്ലാം ഒരു വയറ്റുപിഴപ്പിനുമായിട്ട് വേണ്ടി മാത്രമായിട്ട് ജോയിൻ ചെയ്തിരുന്ന ഒരു ഗവൺമെൻറ് സർവൻ്റായി കയറിയ ആ നിമിഷത്തിൽ നിന്നും മാറി ഇന്ന് കേരളത്തിലെ ഓരോ കുടുംബവും സ്വന്തം കുടുംബമായി മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ജൈത്രയാത്ര, ഈ തീർച്ചയായിട്ടും ഈ സേവനം തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കുന്നത്. കാരണം ഇന്ന് ഞാൻ പറയും, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഈ നിമിഷം ഞങ്ങൾ അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ടെററിസം എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഡ്രഗ് മാഫിയയുടെ ഒരു വിളയാട്ടം. കുഞ്ഞുമക്കളെ മുഴുവൻ മക്കളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വന്തം കുടുംബങ്ങളെ തകർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ ഡ്രഗ് മാഫിയയെ ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യം സഫലീകരിക്കാതെ തീർച്ചയായിട്ടും ഒരു അന്ത്യമുണ്ടാവില്ല. അത് തീർച്ചയായും അത് സഫലീകരിക്കും. വിത്ത് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് പ്രേയേഴ്സ് ആൻഡ് സപ്പോർട്ട്സ് തീർച്ചയായിട്ടും അത് കഴിയും. അതിന് ഏറ്റവും ചില സ്കൂളുകളിൽ എല്ലാം ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ചിന്മയാനന്ദ സ്വാമികളുടെ ഒരു കോട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് അവിടെ. ദ റിയൽ അല്ലെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ലൈഫ് ഈസ് റിയലൈസേഷൻ ഓഫ് സെൽഫ്. നമ്മളെ എപ്പോൾ മുഴുവനായി മനസ്സിലാക്കാൻ കഴിയുന്നോ അന്നാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായ നിമിഷം. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ഈ എണ്ണ എല്ലാം ഓയിലൊക്കെ ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിച്ച് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൽ കാർബോണിക് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്നു ചേരുക. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാർബോണിക് ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് തകരാതെ ഒരുമയോടുകൂടി നിഷ്ക്രിയാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാതെ ക്രിയാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഓരോ കുടുംബവും ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഡ്രഗ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് ബാധകമല്ല, ഏതെങ്കിലും കുഞ്ഞിന് അത് സംഭവിച്ചാൽ അത് എനിക്ക് ചേർന്നതല്ല, എൻ്റെ കുടുംബത്തിനെ ബാധിക്കുന്നതല്ല എന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റിക്കൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വലിയ സമൂഹം ഉണ്ടാവുക. അതിനെ ഒരുമിച്ച് ആരുടെയോ ഉത്തരവാദിത്തം എന്ന രീതിയിൽ മാറ്റിവെക്കാതെ 5000-ഓ 10,000-ഓ എണ്ണം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോ എക്സൈസ് ഉദ്യോഗസ്ഥരോ വിചാരിച്ചത് കൊണ്ട് മാത്രം ഇവരെ തുടച്ചു നീക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഈ കോൺക്ലേവിൽ ഞാൻ പറയുന്നത്, ഈച്ച് ആൻഡ് എവരിവൺ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു വൈപ്പ് ഔട്ട് ദി ഡ്രഗ് മാഫിയ. ഇതിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ശ്രീ നാരായണ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്. അതെൻ്റെ മനസ്സിൽ പഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട് ഞാൻ. വേറൊരു വാക്കല്ല. ആ വാക്ക് അധർമ്മപക്ഷത്ത് നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്ത് നിന്ന് തോൽക്കുന്നതാണ്. ആ ധർമ്മപക്ഷത്ത് നിന്ന് പൊരുതും, അതിലെ നേട്ടം അടയും. ഡ്രഗ് ഫ്രീ സൊസൈറ്റി അനുഗ്രഹീതമാണ് നമ്മുടെ കേരളം. സംസ്കാരം കൊണ്ടും സാക്ഷരത കൊണ്ടും സമ്പന്നം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരുള്ള നമ്മുടെ കേരളത്തിനെ ലഹരികളുടെ സ്വന്തം നാട് എന്ന പേരിലേക്ക് വലിച്ചിഴയ്ക്കാൻ, ഈ അഖണ്ഡതയെ തകർക്കാൻ വരുന്നവരെ തച്ചുടയ്ക്കുക എന്നത് തന്നെയായിരിക്കും ഈ വികാരം. ഈ വികാരം നമുക്കറിയാം, കേരളത്തെ ബാധിച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു. കോവിഡ് വന്നപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിംഗും പാലിച്ച് മാസ്കും ധരിച്ചുകൊണ്ട് അകലം പാലിച്ചിരുന്ന നമ്മൾ ഇന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ പ്രളയം എന്ന് പറഞ്ഞ ദുരന്തം വന്നപ്പോൾ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് ആരുടെ അമ്മയാണ് ആരുടെ അനിയത്തിയാണ് എന്ന് നോക്കിയില്ല, ഒരുമിച്ച് കയറി വന്ന് ആ ദുരന്തത്തെയും നമ്മൾ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പൊതുവായ ഒരു ഫാക്ടർ നമുക്കുണ്ട്. കാരണം നമ്മൾ മലയാളികളാണ്. വി ആർ മലയാളീസ്. അതേ ഒരുമയോടുകൂടി, ഒരുമയാണ് നമ്മുടെ കേരളത്തിൻ്റെ പെരുമ. ആ ഒരുമയോടുകൂടെ തന്നെ ഈ ഡ്രഗ് മാഫിയ അല്ലെങ്കിൽ ഈ ലഹരി മാഫിയ എന്ന് പറഞ്ഞ ലഹരി ദുരന്തത്തെയും മുഴുവനായി തുടച്ചു നീക്കാൻ നമ്മളെ കൊണ്ട് കഴിയും.
എസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിയട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്സും അതുപോലെ പ്രേയേഴ്സിലും എന്നെ ഉൾപ്പെടുത്തുക. ഒപ്പം അതുപോലെ തന്നെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇത്രയും നല്ല നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ നിന്നും ഒരുപാട് പേരുടെ അനുഗ്രഹങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും വിജയം കൊയ്തിട്ടേ മടങ്ങൂ എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദ വണ്ടർഫുൾ തിങ്സ്. താങ്ക് യു. താങ്ക് യു ശ്രീ അബ്ദുൽ ബാസിദ് ജി. വാക്കുകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും അബ്സല്യൂട്ട്ലി നമ്മളെ എല്ലാവരെയും ത്രസിപ്പിക്കുന്ന ശ്രീ അബ്ദുൽ ബാസിദ് ജിക്ക് ഒന്നുകൂടെ നന്ദി പറയുന്നു. ആൻഡ് വി റിക്വസ്റ്റ് ഓൾ ദ ഡിഗ്നിറ്ററീസ് ടു കൈൻഡ്ലി സ്റ്റേ ബാക്ക് ഇൻ ദ സ്റ്റേജ് ഫോർ ഫ്യൂ മോർ ഓണേഴ്സ്. ഈ കഴിഞ്ഞ 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് പ്രത്യേക ക്ഷണിതാക്കളായി പ്രധാനമന്ത്രി വിശ്വകർമ്മ പുരസ്കാരം ഏറ്റുവാങ്ങിയ 4 പേരെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് നാം അടുത്തതായി കടക്കുന്നത്. ആദ്യമായി ശ്രീ ജ്യോതി കെ. ഈ കഴിഞ്ഞ 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക ക്ഷണിതാക്കളായി പ്രധാനമന്ത്രി വിശ്വകർമ്മ പുരസ്കാരം ഏറ്റുവാങ്ങിയ 4 വിശിഷ്ട വ്യക്തികളെ ആദരിക്കുവാനായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്വാമി അനുകൂലാനന്ദജിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ശ്രീമതി ജ്യോതി കെ. ശെൽവൻ എം. അടുത്തതായി ശ്രീ ശെൽവൻ എം സ്വാമി അനുകൂലാനന്ദജിയിൽ നിന്നും അടുത്ത പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ശ്രീ ആൻഡ് ശ്രീമതി ശെൽവൻ എം. ശ്രീമതി ആൻഡ് ശ്രീ ശെൽവൻ എം ആൻഡ് ശ്രീ ആൻഡ് ശ്രീമതി മണികണ്ഠൻ കെ. ശ്രീ ആൻഡ് ശ്രീമതി മണികണ്ഠൻ കെ. അടുത്തതായി ശ്രീമതി മീന എം. Thanking all the dignitaries. Kindly get reseated again. Now we'd be honoring our eminent panelists who have absolutely shared glimpses of wisdom into our minds, and we invite Sri Sudhagar Babu, Savitra Mandalam, Gayatri Acharya to do the honors. First of all, we'll be honoring Sri Dr. Thomas Georgi, Chairman, Lead College of Management, who has absolutely graced us with his words as part of the panel discussion. And we invite Sri Sudhagar Babuji, Savitra Mandalam, Gayatri Acharya to present a token of love and memento to Sri Dr. Thomas George G, Chairman, Lead College of Management. Now we request Sri Sudhagar Babuji to kindly honor our beloved Swami Anukulanandaji, South Zone Regional Director, Chinmay Yuva Kendra, by presenting the token of love and memento of Udbodhan, the mega youth meet of Samskaara, the spiritual conclave. Sudhagar Babuji is now honoring our beloved Sri Swami Anukulanandaji, the South Zone Regional Director, Chinmay Yuva Kendra. ഈ വേദിയെ ആകമാനം തൻ്റെ ആശയങ്ങൾ കൊണ്ടും തൻ്റെ ആവേശം കൊണ്ടും ത്രസിപ്പിച്ച നമ്മുടെ ആദരണീയനായ ഗസ്റ്റ് ഓഫ് ഓണർ ശ്രീ ശ്രീജിത്ത് പണിക്കർജിക്ക് ഉദ്ബോധൻ്റെ മൊമെൻറ്റോ നൽകി ആദരിക്കുവാനായി വി റിക്വസ്റ്റ് സുധാകർ ബാബുജി to present the memento to our guest of honor, Sri Srijit Panikarji. With great round of applause, we honor Sri Srijit Panikarji. And now, to the young, dynamic youth icon of Udbodhan, who has absolutely and gracefully led the panel discussion, Swami Anukulanandaji, we kindly request
you to present our memento to our moderator, Sri T. Satyanandji. With great round of applause, we heartily congratulate Sri T. Satyanandji for honoring the session and leading us with an absolutely meaningful discussion today. I kindly request all the dignitaries to get reseated again. Now, for the vote of thanks, we invite Sri Suresh Babuji, the convener of Samskaara. ഹരി ഓം. വിശക്കുന്നവരുടെ കാതിൽ നീട്ടി വലിച്ചൊരു വോട്ട് ഓഫ് താങ്ക്സ് ഓതുന്നില്ല. സംപൂജ്യ സ്വാമി അനുകൂലാനന്ദജി, ശ്രീജിത് പണിക്കർജി, തോമസ് ജോർജി ആൻഡ് അവർ യങ് ഡൈനാമിക് മോഡറേറ്റർ സത്യാനന്ദ്, എല്ലാവർക്കും ഇന്ന് ഈ പാനൽ ഡിസ്കഷൻ വളരെ ലൈവ്ലി ആക്കിയതിനും ഒപ്പം പാർട്ടിസിപ്പേഷൻ ചോദ്യങ്ങൾ വഴി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. ഒരേ ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പാനൽ ഡിസ്കഷനിൽ 3 പേരുടെ അടുത്തൊന്നും വന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ത്രെഡ്, ചോദ്യം ചെയ്യുന്നത് നിർത്തിയാൽ നമ്മൾ പഠിക്കുന്നതായിക്കോട്ടെ ഇമാജിനേഷൻ ആയിക്കോട്ടെ എല്ലാം അവസാനിക്കുന്നു. അതുകൊണ്ട് ചോദ്യം ചെയ്യണം, പക്ഷേ അതേസമയം ചോദ്യം ചെയ്യുന്നത് ചോദിക്കാൻ വേണ്ടി മാത്രം ആവരുത്, മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി ആയിരിക്കണമെന്ന ഓർമ്മയോടെ എല്ലാവരും ചോദ്യം ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ മുന്നിൽ ഇന്നൊരു ഏറ്റവും വലിയൊരു ഉദാഹരണം, ഒരു റോൾ മോഡലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് യൂത്ത് ഡേയിലുള്ളത് എനിക്കത് പ്രത്യേകിച്ച് പറയണം എന്ന താല്പര്യം കൊണ്ട് തന്നെയാണ് പറയുന്നത്. ശ്രീജിത് പണിക്കർജിയാണ്. കാരണം അദ്ദേഹം ഒരു എക്സാമ്പിളാണ് ചോദ്യം ചെയ്യുന്നതിലും ഈ ഫോൾസ് നെറേറ്റീവ്സിനെ നിഷ്കാരുണ്യം ഡെമോളിഷ് ചെയ്യുന്നതിലും ഉള്ളതുപോലെ വിളിച്ചു പറയാൻ ഇത്രയും അധികം ആർജവം കാട്ടിയ ഒരു യുവ നേതാവ് പൊളിറ്റിക്കലി അല്ല, സമൂഹത്തിൽ നമ്മൾക്ക് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം നമ്മൾക്കെല്ലാം ഒരു റോൾ മോഡൽ ആവട്ടെ. ചോദ്യം ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക. നന്ദി, നമസ്കാരം. Thank you, Sri Suresh Babuji. My faith is in the younger generation, the modern generation. They will work out the whole problem like lions. That was the vision of the dynamic leader of Bharat, Swami Vivekananda, had about the youth of the nation. Continuing this great legacy, it was a sheer privilege to have our honorable dignitaries, Sri Srijit Panikarji, Dr. Thomas Georgi, and Swami Anukulanji, and also our moderator, Sri T. Satyanandji, who have absolutely graced this occasion by leading the panel discussion. Once again, we thank all of you. And here we come to the conclusion of the morning session of the spiritual conclave Samskaara Udbodhan, the mega youth meet. Once again, we thank all the dignitaries. സംസ്കാരയുടെ പ്രഭാത സെഷനുകൾ ഇവിടെ അവസാനിക്കുന്നു. ഇതിനുശേഷം ഉച്ചഭക്ഷണത്തിന് ശേഷം ഉടൻ തന്നെ കൾച്ചറൽ പ്രോഗ്രാമുകളും ഒപ്പം ഒരു പാനൽ ചർച്ച കൂടി on career, profession and entrepreneurship ways before the modern youth, which will be led by Sri Mohan Murthy Das, Lieutenant Colonel Hemant Raj VSM, Sri Sumesh Menonji and Brahmacharya Anand Chaitanya ji, moderated by our beloved Ms. Dhanya Ravi ji. We humbly request all the audiences to come back soon after the lunch break and enjoy the cultural programs and get ready for the next enlightening session and panel discussions to follow this afternoon. ഉച്ചഭക്ഷണത്തിന് ശേഷം